السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം ഒരു പറയലും കേൾക്കലും എന്നുള്ളതിന്റെ അപ്പുറം എല്ലാ പ്രവർത്തനങ്ങളും ഒരു യാന്ത്രികമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. എന്താണ് സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് സംഭവിക്കേണ്ടത്, ഇതൊന്നും ചിലപ്പോൾ ആലോചിക്കൂല. വണ്ടി പാളത്തുമ്പോൾ കയറിയ പോലെ അങ്ങനെ പോവും മുന്നോട്ട്. നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഒരു പരിപാടി, അതും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവും. നോമ്പാകുമ്പോൾ ഇങ്ങനെ പരിപാടി നടക്കും. ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. അപ്പൊ അങ്ങനെ ഒരു കേവല കേൾവിക്കും പറയലിനും അപ്പുറം പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിലെ നല്ല വശങ്ങളെ യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് പ്രയോഗിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഒരു ഉത്സവ പ്രതീതിയോടുകൂടി റമദാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ശരിക്കും ഒരു വിരക്തിയുടെ ഭാവങ്ങളാണ് ഇതിന് വേണ്ടത്. എല്ലാം നിയന്ത്രിച്ച് എല്ലാറ്റിനെയും ചുരുക്കി, എന്നാൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വശങ്ങളെയൊക്കെ നന്നായിട്ട് വർദ്ധിപ്പിച്ച് ഭൗതിക ജീവിതത്തിലെ വ്യത്യസ്തമായ സംവിധാനങ്ങളെയൊക്കെ ഒരു പ്രത്യേക പോയിന്റിൽ നിർത്തിക്കൊണ്ട് അത്ര മതി, അതിലപ്പുറം വേണ്ടതില്ല. വേണ്ടത് മറ്റതാണ്. അതുകൊണ്ട് ഞാൻ അതിന് സമയം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോ നമസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും, സൽക്കർമ്മങ്ങൾ ചെയ്യും, തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നിർവഹിക്കും, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും, ബന്ധങ്ങളെ നന്നാക്കും, മനസ്സ് ശുദ്ധമാക്കും. അതേസമയം അതിന്റെ എതിർവശമായ കണ്ടമാനം തിന്നുക, കിട്ടുന്നതൊക്കെ കുടിക്കുക, ഏത് പെണ്ണിനെ കണ്ടാലും ഒന്ന് നോക്കുക, ആരെ കിട്ടിയാലും ഫോട്ടോ എടുക്കുക, ഏത് ചാനലിൽ കൂടെ വേണമെങ്കിലും കയറി ഇറങ്ങി പോവുക, ഏത് കാശ് എങ്ങനെ കിട്ടുകയാണെങ്കിലും കൈവശപ്പെടുത്തുക, എന്ത് ജീവിത സൗകര്യങ്ങൾ എത്രമാത്രം കിട്ടിയാലും മതിവരാതെ അതിന്റെ പിന്നാലെ തന്നെ നെട്ടോട്ടം ഓടുക. എന്നിട്ട് അത് കൈവശപ്പെടുത്തിയാലും സന്തോഷമില്ല, കൈവശപ്പെടുത്തിയിട്ടില്ലെങ്കിലും സന്തോഷമില്ല. ഇങ്ങനെ ഒരു പരക്കം പാച്ചിലിന്റെ ആകെക്കൂടി വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണത്. അതിന് ഒരു വിലങ്ങ്, ഒരു ചെക്ക് പറയലാണ് ശരിക്കും റമദാൻ. എവിടേക്കാണ് നിങ്ങൾ ഈ പോണത്? ഫൈന തദ്ഹബൂൻ. ഖുർആൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എവിടേക്കാണ് ഈ പോക്ക്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? വ്യക്തികൾ എങ്ങോട്ടാ? കുടുംബങ്ങൾ എങ്ങോട്ടാ? സമൂഹങ്ങൾ എങ്ങോട്ടാ? സംഘടനകൾ എങ്ങോട്ടാ? രാഷ്ട്രങ്ങൾ എങ്ങോട്ടാ? നിങ്ങളുടെ രാഷ്ട്രീയവും മതവും കലയും സാഹിത്യവും വ്യവസായവും ബിസിനസ്സും പരിസ്ഥിതിയും കൃഷിയൊക്കെ എങ്ങോട്ടാണ് ഈ പോണത്? എന്താണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം? നിങ്ങൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രചോദനം എന്താ? നിങ്ങൾ എവിടുന്നാണ് തുടങ്ങിയത്? ഇത് എവിടെ ചെന്നിട്ടാണ് ഈ സംഗതി അവസാനിക്കാൻ പോകുന്നത്?
ഇതിന്റെ ഇടയിലുള്ള ഈ പൊറാട്ട് നാടകത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശകലനം ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഇതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണതെന്ന്. അപ്പൊ ആ പോക്കിന്, ആ ഓട്ടത്തിന് ലക്ഷ്യബോധമുണ്ടാവാനാണ് റമദാൻ. എനിക്ക് ലക്ഷ്യമുണ്ട്, കൃത്യമായ ടാർഗറ്റുകളുണ്ട്, എനിക്ക് നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ഇതൊരു ഒഴുക്കിന്റെ ഭാഗമല്ല, ഇതൊരു ജാടയുടെ ഭാഗമല്ല. നാടോടുമ്പോൾ നടുവേ ഓടിക്കൊണ്ടിരിക്കുകയല്ല ഞാൻ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെക്കുറിച്ച് കൃത്യമായ നിലപാടുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ആരാണെന്നും ഞാൻ എവിടേക്കാണെന്നും ഇപ്പോൾ വർത്തമാനകാലത്ത് ഇന്ന് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായ വിവരങ്ങളുണ്ട് എന്ന് ഞാൻ പറയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? നമുക്കുണ്ടോ? നമ്മുടെ വാപ്പാക്കുണ്ടോ? നമ്മുടെ ഉമ്മാക്കുണ്ടോ? നമ്മുടെ മക്കൾക്കുണ്ടോ? നമ്മുടെ സഹോദരന്മാർക്കുണ്ടോ? നമ്മുടെ ഇണകൾക്കുണ്ടോ? നമ്മുടെ സാമൂഹിക ജീവിതത്തിനുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിനുണ്ടോ? നമ്മുടെ മതപരമായ ജീവിതത്തിനുണ്ടോ? എവിടെയാണ് ഇതൊക്കെ നിൽക്കുന്നത്? അപ്പൊ അള്ളാഹു ശരിക്കും ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധം നൽകാൻ അതിനാ ചോദിക്കുന്ന ഫൈന തദ്ഹബൂൻ. പിന്നെ അതിന്റെ മറുപടി ഉണ്ട് ഖുർആൻ വേറെ ഭാഗങ്ങൾ. അതിപ്പോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല. ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? അള്ളാഹിന്റെ അടുത്തേക്ക് ഓട്, അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓട്. കാരണം നിങ്ങൾ ഓടിയിട്ടില്ലെങ്കിലും എത്താൻ പോണത് അവിടെയാ. ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെയാണ്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹൻ ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖി. നരേന്ദ്രമോദി അവിടെ എത്തുക, ചെന്നിത്തല അവിടെ എത്തുക, പിണറായി അവിടെ തന്നെയാണ് എത്തുക, കുഞ്ഞാലിക്കുട്ടി അവിടെ എത്തുക, ഷാറൂഖ് ഖാനും ബിഗ് ബി ഒക്കെ അവിടെ തന്നെയാണ് വരിക, ടെണ്ടുൽക്കറും ധോണിയൊക്കെ അവിടെയാണ് വരിക, അമേരിക്കൻ പ്രസിഡന്റും ഡേവിഡ് വൂഡും ഒക്കെ എല്ലാവരും അവിടെ എത്തുക. ആഫ്രിക്കയിലെ പട്ടിണി കിടക്കണവനും കുട്ടികൾ ചാവുന്ന ആ ആദിവാസിയൊക്കെ അവസാനം ചെന്നു വരുന്നത് മനുഷ്യ എവിടെയാണിത്? എവിടെയാണ് നിങ്ങൾ എത്തുക? യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യന്മാരെ, ഇന്നക കാദിഹൻ ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖി. ഭൗതിക ജീവിതത്തിന്റെ ബഹുസ്വരതയുള്ള വമ്പിച്ച സംവിധാനങ്ങളിലും സൗകര്യങ്ങളിലും കിട്ടിയും കിട്ടാതെയും നിങ്ങൾ നെട്ടോട്ടമോടി അവസാനം തകർന്ന് തളർന്ന് നിങ്ങൾ വീഴുന്നത്, കെതച്ച് കുതിച്ച് പുളഞ്ഞ് വിയർത്ത് പരവശനായി എവിടെയാണ് നിങ്ങൾ ചെന്നെത്താൻ പോകുന്നത്? ഇലാ റബ്ബിക ഖദഹ, നിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക്. ലളിതമായ മനഃശാസ്ത്രത്തിൽ പഠിപ്പിക്കും, മരിച്ചാ ചെല്ലണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടുത്തുനിന്നാ, പോക്കും അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പൊ മരിച്ചവനാണ് പോണെന്ന് നമ്മൾ വിചാരിക്കണേ. ഞാനല്ല, ഓൻ പോവും, ഓൻ പോയി, ഞാന് ഇവിടെ കാലാകാലം ജീവിക്കും. അങ്ങനെയുള്ള ഈ മരിച്ചവരെ കുറിച്ച് പോകുമ്പോ നമ്മളൊരിക്കലും ആലോചിക്കൂല ഞാനാണ് ഈ പോണത് എന്നുള്ളത്. പോയവനാണ് പോയിട്ടില്ല. നമ്മുടെ വാപ്പ പോയിട്ടുണ്ട്, മകൻ പോയിട്ടുണ്ട്, ഭാര്യ പോയിട്ടുണ്ട്, സഹപ്രവർത്തകൻ പോയിട്ടുണ്ട്, സഹോദരന്മാര് പോയിട്ടുണ്ട്, ഇണകൾ പോയിട്ടുണ്ട്, കൂട്ടുകാർ പോയിട്ടുണ്ട്, സഹോദരിമാര് പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. അവരൊക്കെ പോകുമ്പോ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശരിക്കും മനസ്സ് തട്ടി പറയണത് അത് ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. ആണോ? നമ്മൾ അള്ളാഹ് തന്നെയാണുള്ളത്. ശരിക്കും അള്ളാഹുവിനുള്ളതാണ്. നമ്മുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യൂല നമ്മള്. ആ പണം എന്റേതാണ് നമ്മൾ പറയും, അത് ഞങ്ങൾക്കുള്ള പണമാണ്. എന്തിന്? ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ എന്നതുപോലെ. ഇന്നാലില്ല, ഞാൻ എനിക്കല്ല, ഞാൻ അള്ളാഹുവിനുള്ളതാ. ശരിക്കും അള്ളാഹുവിനുള്ളതാ, ഞാൻ അള്ളാഹുവിന്റേതാ ആണ്. നമ്മൾ അള്ളാന്റെ തന്നെയല്ലേ? ഞാൻ എന്റേതാ, നിങ്ങൾ നിങ്ങളുടേതാ. ആരാണ് നമ്മളെ റിമോട്ട് ചെയ്യുന്നത്? ആരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. എല്ലാറ്റിന്റെയും നിയന്ത്രണാധികാരം അള്ളാന്റെ കയ്യിൽ. നിങ്ങളുടെ അധികാരവും നരേന്ദ്രമോദിന്റെ അധികാരവും ഇനി എത്ര വലിയ കെങ്കേമന്മാരാണെങ്കിലും അംബാനിന്റെയും മദാനിന്റെയും ഒക്കെ അധികാരം അള്ളാന്റെ അടുത്താ. അള്ളാഹുവിന്റെ സ്വിച്ച് അമർന്നു കഴിഞ്ഞത് പോണെന്ന് പറയാണ്. വന്നതും അങ്ങനെ തന്നെയാണ്. ആരെയും സമ്മതം ചോദിച്ചും, നിങ്ങളോട് ആരെങ്കിലും സമ്മതം ചോദിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ നിയോഗിക്കാൻ പോവാണ് ഇങ്ങോട്ടെന്ന്? വാശ്ഹത്തുഹും ഖലഖ സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനൊന്നും നിങ്ങളോട് സമ്മതം ചോദിച്ചിട്ടില്ല. ഞാൻ കേരളം ഉണ്ടാക്കാൻ പോവാണ്, അവിടെ ഭാരതപ്പുഴ ഉണ്ടാവും. ഇന്ത്യ ഉണ്ടാക്കാൻ പോകണം, അവിടെ ഗംഗ ഉണ്ടാവും, ബ്രഹ്മപുത്ര ഉണ്ടാവും. അതിന്റെ അപ്പുറത്തെ എവറസ്റ്റ് ഉണ്ടാകും. ഇപ്പുറത്തെ ബംഗാൾ ഉൾക്കടലായിരിക്കും, അതിന്റെ താഴെ ഇന്ത്യൻ മഹാസമുദ്രം വരും, ഇപ്പുറത്തെ അറബിക്കടൽ വരും, അപ്പുറത്തെ പശ്ചിമേഷ്യയാണ്, അവിടെ കുറെ മരുഭൂമിയാണ്, ഇവിടെ സഹാറ ഉണ്ടാകും, ആമസോൺ ഉണ്ടാവും, അന്റാർട്ടിക്ക ഉണ്ടാവും. ഒക്കെ ഉണ്ടാക്കട്ടെ. ഒബാമയോട് സമ്മതം ചോദിച്ചിരിക്കണോ ആരെങ്കിലും? നരേന്ദ്രമോദിയോട് സമ്മതം ചോദിച്ചിരിക്കണോ? മൻമോഹൻ സിംഗിനോട് സമ്മതം ചോദിച്ചിരിക്കണോ? നിങ്ങളോട് സമ്മതം ചോദിച്ചിരിക്കണോ? എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടിക്ക് നാമ്പ് പൊട്ടിവിടരാൻ, ഒരു ഇല കൊടിഞ്ഞു വീഴാൻ, ഒരു പാറ്റയും ഒരു ഷഡ്പദവും ജനിക്കാൻ, ഒരു കൊതുകിന് പാറാൻ നിങ്ങളോട് ആരോടെങ്കിലും അനുവാദം വാങ്ങിയിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ? അള്ളാഹ് പറയാൻ, നിങ്ങൾക്ക് നമ്മളെ മനസ്സിലാവാനാണ് ഉള്ളത് പറയണം. മാശ്ഹത്തുഹും ഖലഖ സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിക്കാനൊന്നും അള്ളാഹ് ആരോടും സമ്മതം ചോദിച്ചിട്ടില്ല. പിന്നെയാണ് അപ്പൊ നിങ്ങള് അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ. നിങ്ങൾ ഉണ്ടാക്കലാണോ പണി?
അതല്ല, നിങ്ങളുടെ കണ്ണിനും മസ്തിഷ്കത്തിനും അത്ഭുതകരമായി അറ്റമില്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലൂടെ കറങ്ങിത്തിരിയുന്ന മഹാ പടുപടുകൂറ്റൻ ഗോളങ്ങൾ. തോറ്റുപോകും നിങ്ങളുടെ ബുദ്ധി തൊപ്പിയിട്ട് തിരിച്ചു പോരും. മൊട്ടയടിക്കും നിങ്ങളുടെ ബുദ്ധി. കാരണം ആരാണിത്, എന്താണിത്? ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാ? കോൺഗ്രസാ, കമ്മ്യൂണിസ്റ്റാ, ലീഗാ, സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും കൂടിയിട്ടാ, RSSും അമേരിക്കയും കൂടിയിട്ടാ, ഇസ്രായേലും അമേരിക്കയും കൂടി? ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? അള്ളാഹു ആരുടെ പങ്കാളിത്തമാണ് ഇതിൽ ആവശ്യപ്പെട്ടത്? നിങ്ങളൊക്കെ വരിട്ടാ, ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരു സേവനം വേണം, ഒരു സഹകരണം ആവശ്യമുണ്ട്, എന്നാലേ ആ സംഗതി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ ആരുടെ അനുമതി വാങ്ങിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന്റെ മഹാസംവിധാനങ്ങൾ ഒരുക്കിയത്? എന്നിട്ട് അള്ളാഹ് പറയാണ്, വലാ ഖൽഖലി അൻഫുസിഹിം, നിങ്ങളുണ്ടാക്കിയപ്പോൾ സമ്മതം ചോദിച്ചിരിക്കണോ? നിന്നോട് അല്ല സലീമേ, നിന്നെ മുമ്പാട് ഇന്ന ആളുടെ മകനായിട്ട് ഞാൻ ജനിപ്പിക്കാൻ പോവാണ്, ഇഷ്ടം തന്നെയല്ലേ, എന്റെ പെർമിറ്റൊക്കെ റെഡിയല്ലേ, എന്റെ പാർട്ടി സമ്മതം തരൂലേ, എന്റെ പഞ്ചായത്തിന്റെ അംഗീകാരം കിട്ടൂലേ, മുനിസിപ്പാലിറ്റി ലൈസൻസ് തരൂലേ, എന്റെ മതസംഘടന അംഗീകരിക്കൂലേ, നിങ്ങളെ നാട്ടിലുള്ള പ്രമാണിമാരൊക്കെ അത് ശരിവെക്കൂലേ, ഇഷ്ടല്ലേ, എന്നെ ഉണ്ടാക്കട്ടെ, എന്നോടും നിങ്ങളോടും ചോദിച്ചോ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആരുടേതാണ്? വലില്ലാഹി മാഫി സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന്റെതാണ്. വലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാറ്റിന്റെയും ആധിപത്യം അള്ളാഹുവിനാ. നിങ്ങളിലും എന്നിലുമടക്കം. ഇവർക്ക് ഏടെന്നാ ഒന്നും ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റൂ? നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ശരിയാക്കിക്കൂടെ? നിങ്ങളുടെ കരള് പ്രശ്നമാവുകയാണ്. എന്റെ കരളാണ്, ഞാൻ ശരിയാക്കും. എന്തേ നടക്കാത്തത്? ബുദ്ധിക്ക് തലകറക്കം സംഭവിക്കുക, നിങ്ങൾക്കാണ് ശരിപ്പെടുത്തിക്കൂടെ? ബൈപ്പാസ് ചെയ്യേണ്ടവരെ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ശരിപ്പെടുത്തിക്കൂടെ? നിങ്ങളുടെ ആമാശയം പണിമുടക്കുന്നു, നിങ്ങൾക്ക് പണിയെടുത്തൂടെ? അപ്പൊ നിങ്ങളുടേതല്ല, നിങ്ങൾ പോലും നിങ്ങളുടേതല്ല. നിങ്ങളുടെ പരമാധികാരി പോലും അള്ളാഹുവാണ്. പക്ഷെ നിങ്ങളത് അറിയണില്ല. ഞാൻ തന്നെയാ വലിയവൻ, ഞാൻ ആരാ സൂപ്പർ, ഇന്നെ കണ്ടില്ലേ നിങ്ങള്? വലിയ പാർട്ടി, വലിയ മതം, വലിയ നേതാവ്, വലിയ സംഘടന, വലിയ സമ്പത്ത്, വലിയ അധികാരം, വലിയ തൊഴില്, വലിയ ശമ്പളം, സൗന്ദര്യം, സൗകര്യം, തറവാട്, അങ്ങനെ പലതിന്റെയും പൊളപ്പ്, അതിന്റെ വലുപ്പം, അതിന്റെ ഉള്ളിലെ കടന്നിട്ട് നിസ്കരിക്കാൻ വന്ന അല്ലാഹു അക്ബർ എന്ന് പറയണമെന്നാ അല്ലേ? അയ്മന്നാ തുടങ്ങി അല്ലാഹുവേ നീയാണ് വലിയവൻ. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ചെറുതാ, ഞാൻ വളരെ ചെറുതാ. ഒബാമയും വലുതല്ല, മോഡിയും വലുതല്ല, ഒരുത്തരും വലുതല്ല. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ വലുതല്ല, ലോകത്താരും വലുതല്ല. അതുകൊണ്ട് സൂര്യ നമസ്കാരമല്ല, അതിന്റെ വലിയ നമസ്കാരം കൊണ്ടെന്നാലും ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം നീയല്ല ലോകം നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സകലമാന സ്തുതികളും ഈ പ്രപഞ്ചത്തിന്റെ നാഥനാ. നീ ആരാ? ഞങ്ങളെപ്പോലെ ജനിച്ച് മരിച്ച് ചത്ത് ചീഞ്ഞ് ഒന്നിക്കിൽ തീയിലേക്ക്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ മണ്ണിലേക്ക്. പിന്നെ നിങ്ങളാരാ ഞങ്ങളെ നിയന്ത്രിക്കാൻ? ഞാനും അങ്ങനെ തന്നെയാണ്. എവിടേക്കാണ് എന്റെ പോക്ക്? ഇപ്പൊ ഞാനെവിടേക്കാ ഈ ഞാനാകുന്ന വല്യവന്? നമ്മളൊക്കെ നമുക്ക് തോന്നുന്നു. അതിന്റെ നെഞ്ഞത്താണല്ലോ ഇടിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹ് നീ തന്നെയാണ് വലുത്, ഞാൻ വളരെ ചെറുതാ. സ്വയമേവേ, സ്വന്തത്തെ, ആത്മസത്തയെ, അവനവനിസത്തെ, അസ്തിത്വത്തെ, ഞാൻ ആരാണെന്നും ഞാൻ എവിടേക്കാണെന്നും ഞാൻ എന്താണെന്നും എന്നിൽ എനിക്കുള്ള അധികാരം എന്താണെന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ. നിസ്കാരം, നോമ്പ്, ഹജ്ജും ഒക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. അതിലേക്ക് ഞാൻ കടന്നു പോണില്ല. അപ്പൊ ഈ ഒരു പോക്ക് നിജപ്പെടുത്തണം, അള്ളാഹുവിലേക്കാണ്. അവസാനം നിങ്ങൾ ആ വിഷയം ഇപ്പൊ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇപ്പൊ ഞാൻ കടന്നു പോണില്ല. അള്ളാന്റെ മുമ്പിലെത്തി എന്ത് കളിയാ നടക്കുക എന്നുള്ളത്. കാശ് കൊണ്ട് കാര്യം നടക്കൂല, കുടുംബം കൊണ്ട് കാര്യം നടക്കൂല, തറവാട് കൊണ്ട് കാര്യം നടക്കൂല, പാർട്ടി കൊണ്ട് കാര്യം നടക്കൂല, പദവി കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ ഇൻഡിവിജ്വൽ എത്തീന ഫർദ, ഒറ്റക്ക്. ഇവിടെ ഇപ്പൊ കുട്ടീന്റെ കൈ പിടിച്ചു പോവാ, പെണ്ണുങ്ങളെ ഒപ്പം കൂട്ടിയിട്ട് പോവാ, വാപ്പാനെയും വാപ്പാന്റെ എളാപ്പാനെയൊക്കെ കൂട്ടിയിട്ട് പോകാം, നമ്മളെ പാർട്ടിന്റെ നേതാവിനെയും സംഘടനയും ഒക്കെ വിളിച്ചിട്ട് പോവാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അള്ളാന്റെ മുമ്പിലേക്ക് നിങ്ങൾ ആരെയിട്ട് പോകാനാ തീരുമാനിച്ചിട്ടുള്ളത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒടുക്കാനും അടക്കാനും നിങ്ങളേ ഉള്ളൂ, നിങ്ങൾ ഒറ്റക്കേ ഉള്ളൂ. ഒരാളെയും വിടില്ല. ഒരാളെയും ഒരു കാരണവും പറഞ്ഞിട്ട് വത്തഖൂ യൗമല്ല തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദൽ വലാ ഹും യുൻസറൂൻ. ഒരാൾക്ക് ഒരു ഗുണവും ചെയ്യൂല. ഉമ്മൻചാണ്ടി, അമിത്ഷാ വന്നിട്ട് നരേന്ദ്രമോദിന്റെ കൈ പിടിക്കൂല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ചെന്നിത്തല ഉമ്മൻചാണ്ടി കൂടി മരിച്ചു പണിയെടുത്തിട്ട് കാര്യം നടക്കൂല. പിണറായി അച്യുതാനന്ദനും തമ്മിൽ കൈകോർത്തോണ്ടും കാര്യം നടക്കൂല. പരലോകത്ത് നടക്കില്ല. ഒരു സംഘടനയ്ക്കും, ഒരു പാർട്ടിക്കും, ഒരു ഘടനയ്ക്കും, ഒരു സംവിധാനത്തിനും പരസ്പരം ഒന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ നിരായുധനായി, നിസ്സഹായനായി, എന്താല്ലേ ഒന്നുമില്ല. അപ്പൊ അള്ളാന്റെ മുമ്പിലേക്കുള്ള ഈ സഞ്ചാരത്തെ ക്ലിപ്തപ്പെടുത്തണം. പോക്കിന് ലക്ഷ്യബോധമുണ്ടാവണം. മരിച്ചാ തീർന്നു കഥ, കഴിഞ്ഞു കഥ. എല്ലാ ഓട്ടവും തീർന്നു. വലിയ പേരയും നല്ല വണ്ടിയും ബാങ്കിലെ ഡെപ്പോസിറ്റും പവനുകളുടെ തൂക്കവും വസ്ത്രങ്ങളുടെ അലങ്കാരവും
പേരും പെരുമയും തറവാടും കുടുംബവും പാർട്ടി എല്ലാം കഴിഞ്ഞ് ആരടി മണ്ണിക്കാണ്ടെടുത്ത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങളെയൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നു? ആരോർക്കും നിങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാല് ഓരോ ഒറ്റൊരുത്തരും ഓർക്കൂല. ഏറിയ പെണ്ണുങ്ങളും കുട്ടികളും കരയും കുറച്ചു ദിവസം. പിന്നെ കുറച്ച് സഹപ്രവർത്തകരൊക്കെ പറയും 4 മാസം 5 മാസം കഴിഞ്ഞ് കാബറങ്ങ പോലും വരൂല ഓരോറ്റരുത്ത്. നിങ്ങൾ ആ പേടിയൊന്നും പേടിക്കണ്ട. നമ്മൾ പോലുണ്ടോ? നിങ്ങളെ വാപ്പാരടുത്ത് കുമ്മാരടുത്ത് നോക്കുക. പിന്നല്ലേ നമ്മളടുത്ത് ആരെങ്കിലും വരുന്നത്? നമ്മളെ വാപ്പയൊക്കെ കിടക്കണില്ലേ അവിടെ? നമ്മളാരെങ്കിലും പോലുണ്ടോ? പള്ളിന്റെ അടുത്ത് കൂടെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകും കബറടുത്ത് കൂടെ. നല്ല വണ്ടി, കോണ്ടസ, ഇന്നോവ, കോളീസ്, ആന, ചേന എന്നൊക്കെ പറഞ്ഞിട്ട് സകലതും. ബൈക്കൊക്കെ സൽമാൻ ഖാൻ ഓട്ടുന്ന ബൈക്കൊക്കെയാണ് നമ്മൾ എടുക്കുക. കാരണം അതിന്റെ ബേക്കലും പൊന്തി പട്ടപ്പട്ട ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വാങ്ങി കബറിന്റെ അടുത്ത് കൂടെയാണ് ഈ പോണത്. നമ്മളെ വാപ്പ അവിടെ കിടക്കുന്നുണ്ട്, ഉമ്മ അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ഇണ അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ സഹോദരൻ അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ അവിടെ കിടക്കുന്നുണ്ട്. കയറലുണ്ടോ? ഇത്ര ആള് കയറും? തീരെ കയറുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ലേ, പക്ഷെ വളരെ കുറച്ച്. പിന്നെ ഇപ്പൊ ഞാനും നിങ്ങളും അവിടെ ചെന്ന് കിടന്ന ആര് വരും നിങ്ങൾ വിചാരിക്കുന്നത്? ആ ഇരുട്ടിന്റെ ലോകത്ത്, പുഴുക്കളുടെ ലോകത്ത്, ഏകാന്തതയുടെ ലോകത്ത്, മണ്ണിന്റെ കൊട്ടാരം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ സൗകര്യമൊന്നുമില്ല. നിങ്ങളെ വീട് വലുതാ, റൂം വലുതാ, കട്ടില് വലുതാ, ഭയങ്കര സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഖബറെന്താ? ഖബറെന്താണോ? അയാ ഖാനിബുൻ അമ്മാദറാക ഫവാസിഉൻ. അന്റെ പെര എന്തേയിരുന്നു വിശാലം, ഇത്ര വലുതായിരുന്നടോ നിന്റെ വീട്. ഫഖബറകൽ യൗമ മിനൽ ജവാനിബി മുഹ്കമുൻ. പക്ഷെ എന്റെ ഖബർ എന്നെ 2 വശം തൊട്ട് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഞെരിക്കുകയാണ്, 2 ഭാഗത്തും തൊട്ടിട്ട് എന്നെ ഇങ്ങനെ കൂർക്കുകയാണ് ഖബറിന്റെ ഉള്ളിലേക്ക്. ഈ ഖബറുകളൊന്നും ഒരാളും വരൂല സഹോദരന്മാരെ, എല്ലാം തീരും. അപ്പൊ പോകാനുള്ള ശരിപ്പെടുത്തിക്കോ. അറബി കവി പാടിയിട്ടുണ്ട്, എന്താണ്? ഖബരി. എന്റെ അടുത്ത ബന്ധുക്കളൊക്കെ എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാണ്, എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവാണ്. എന്റെ വാപ്പ, എന്റെ മകന്, എന്റെ സഹോദരൻ, എന്റെ സഹപ്രവർത്തകർ, എന്റെ കൂട്ടുകാർ, എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്റെ മകള്, മരുമകൻ ഒക്കെ പോവാണ് എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ. പക്ഷെ കാന്നാഖാരിബിലം യാരിഫൂനി, അവർക്ക് എന്നെ അറിയാത്തതുപോലുണ്ട്. ഇന്നലല്ലേ ഞാൻ അവിടുന്ന് പോകുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ ഞാൻ മരിച്ചിട്ട്, 2 മാസമായിട്ടല്ലേ ഉള്ളൂ, 1 കൊല്ലല്ലേ ആയിട്ടുള്ളൂ, 5 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. അവരുടെ വീട്ടിൽ അവരോടൊപ്പം അവരുടെ തോളിൽ കൈയിട്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടിയാണ് ഞാൻ. പക്ഷെ കാന്നാഖാരിബിലം യാരിഫൂനി, എന്റെ ബന്ധുക്കൾക്ക് എന്നെ അറിയാത്തതുപോലുണ്ട്, എന്റെ വേണ്ടപ്പെട്ടവർക്കൊന്നും എന്നെ അറിയാത്തതുപോലുണ്ട്. വഖദ് അഖദൂ സിമാഹും വആശൂ, എന്റെ കാശൊക്കെ ഊരി വെച്ച്, കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ, തോലഞ്ഞു പോവും. നല്ലോ ദാനം ചെയ്തോ, കൊടുത്താ ബാക്കിയുണ്ടാവും, എടുത്തുവെച്ച മുഴുവൻ തോലയും. മക്കൾ അടി കൂടിയിട്ട് പിടിച്ചു പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. വീട്ടില് തർക്കം, ആങ്ങളാര് തമ്മിൽ തർക്കം, പെങ്ങന്മാര് തമ്മിൽ തർക്കം, സ്വത്തൈ അതാ മരിക്കുമ്പോ കൊണ്ടുപോകാനുള്ള സാധനം എന്നുള്ള നിലക്ക് ഇങ്ങോട്ട് അടിച്ചു വിരിയും. കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ലോടത്ത് ചെലവാക്കിക്കോ, കൊടുത്തത് ബാക്കി. അല്ലെ ഐഷാളാൻഹുവിന് ഒരു ആട്ടിന്റെ കുറവ് എന്തോ കിട്ടി, എന്തോ ഒരു സാധനം കിട്ടി. അത് കിട്ടിയപ്പോ ആയിഷാ ബീവി ഒക്കെ എടുത്തു കൊടുത്തു, ഒരു കഷ്ണം മാത്രം ബാക്കി വെച്ച്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിച്ചു, എടി ആയിഷ എന്താടി ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. ഒരു കുറക് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു, ഒരു കുറകിന്റെ ഒരു കഷ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. എടി ബാക്കി അതല്ല, കൊടുത്തതൊക്കെ ബാക്കിയാണ്. കാരണം അത് അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. ഇത് നമ്മൾ തിന്ന് കാഷ്ടിച്ച് മണ്ണായി വെള്ളമായി വളമായിട്ട് പുഴുവായിട്ട് അങ്ങോട്ട് തീരും. കൊടുത്തതെന്താണോ അതാണ് ബാക്കി. കൊടുക്കുക നല്ലോണം. ലോക മുതലാളിത്തം പറയുന്നത് എടുത്തേക്കാനാണ്. എടുത്ത് പെട്ടിയിൽ വെച്ചോ, ബാങ്കിൽ ഡെപ്പോസിറ്റ് വെച്ചോ, നിക്ഷേപങ്ങൾ ഉണ്ടാക്കിക്കോ, ലോക്കറുകളിൽ കെട്ടിപ്പൂട്ടി കൊണ്ടുപോയിട്ട് വെച്ചോ. സ്വിസ് ബാങ്കിലും മൗറീഷ്യസിലും ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ഒക്കെ കൊണ്ടുപോയിട്ട് ആഗോള കുത്തകകളും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും ഒക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കുവോ. കെട്ടിപ്പൂട്ടി ജനങ്ങളുടെ സമ്പത്തിന്റെ മുകളിൽ അടയിരുന്ന അണലിയെ പോലെ പെറ്റ് കിടക്കാണ് ഇവന്മാര്. അവിടെയാണല്ല പറയണത് കൊടുക്ക്, ഈ സമ്പത്ത് എടുത്തിട്ട് കൊടുക്ക്. മുതലാളിത്തത്തിനുള്ള മറുപടിയാണ് നോമ്പ്. മുതലാളിത്തം പറയണത് നിങ്ങൾ എടുത്ത ഒക്കെ നിങ്ങളെ കീശയിലിട്ടോന്നാ. ഖുർആൻ നോമ്പ് പറയണതെന്ന് കൊടുക്ക്, എടുത്തിട്ട് എല്ലാം കൊടുക്ക്. സ്വകാര്യവൽക്കരണത്തിന് പകരം സാമൂഹികവൽക്കരണം, ഇൻഡിവിജ്വൽവൽക്കരണത്തിന് പകരം ജനാധിപത്യവൽക്കരണം, എല്ലാം ഒരു കേവല ദാനധർമ്മത്തിന്റെ ഒരു മാനത്തിലൊന്നും അല്ല ഈ പറയുന്നത്. നിങ്ങളുടെ സമ്പത്ത് സാമൂഹിക ജീവിതത്തിന്റെ വ്യത്യസ്തമായ മാനങ്ങളെ കരുത്തുള്ളതാക്കുകയും സമൂഹം വികസിക്കുകയും. ആദിവാസി പട്ടിണി കിടക്കുക, ആഫ്രിക്ക പട്ടിണി കിടക്കുക, ലോകത്തിലെ 5ൽ 2 വിഭാഗം വരുന്നവർ കഴിക്കാനും ഉടുക്കാനും ഉറങ്ങാനും സ്ഥലമില്ലാതെ. എന്നാൽ ഒരുത്തൻ മാത്രം 10 ആളുകളുടെ സമ്പത്ത് ഒരൊറ്റൊരുത്തൻ അനുഭവിക്കുക. ഇങ്ങനത്തെ ഒരു നെറികെട്ട മലക്കം മറിഞ്ഞ ലോകം. ഇതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിനുള്ള മറുപടിയാ പൈസ കൊടുക്ക്. പൈസ എടുത്തുവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഖബർക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. വാപ്പ പോവുകയാണെന്നാ വാപ്പാന്റെ ഡെപ്പോസിറ്റ് ഒരു 10 ലക്ഷം അവിടെ കൊടുത്തയക്കുക ഖബർക്ക്. ആർക്ക്? പെണ്ണുങ്ങളെ നല്ല പൊന്നുണ്ടായി ലേശെടുത്ത് കണ്ടെന്ന ഖബർക്ക് കൊണ്ടുപോയി കൊടുക്കുക. വാപ്പ വാങ്ങി വെച്ച നല്ലൊരു സാധനം ഉണ്ട്, വജ്രവും വൈഡൂരിയൊക്കെ, അതാണ് കൊടുക്കുക. എന്താണ് ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം?
കാശെടുത്തിട്ട് കുടിക്കും. ഇപ്പൊ ജീവിതത്തെ പതാ പറഞ്ഞു ഫയാലല്ലാഹി അസ്രാമാന സൂനി, എന്റെ പൈസക്ക് ഓലെടുത്ത് ഓല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്നു കളഞ്ഞത്, എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്നു കളഞ്ഞത്. എന്നാ നമ്മളെ മറക്കാതെ അള്ളാന്റെ മരക്കാളെ അവിടെ കാത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ, അന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ നിൽക്കണ്. എന്തായിരുന്നു നിന്റെ കളി, എന്തൊക്കെ പുകച്ചിലും പൊളച്ചിലുമാണ് നീ നടത്തിയത്. ഇങ്ങോട്ട് വാ, അള്ളാഹുവിനെ കണ്ടുമുട്ടും. ഇതാണ് യാഥാർത്ഥ്യം. അതിനെ നിരാകരിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു വഴിയില്ല, ഒരു മാർഗമില്ല. നിങ്ങളൊക്കെ പോക്ക് അങ്ങോട്ടാ. ആ പോക്കിന് വേണ്ടി എന്ത് ഒരുക്കി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളാ. മുസ്ലിങ്ങൾ ആരാ? മുസ്ലിങ്ങൾ എന്താ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിങ്ങളും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അമേരിക്കയും അറബികളും ഒക്കെ തമ്മിൽ മുസ്ലിങ്ങൾ വ്യത്യസ്തപ്പെടുന്നത് എന്താ? എന്തിനാണ് മുസ്ലിങ്ങളുടെ വ്യത്യാസം? നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആരാ പറയേണ്ടത്? നിങ്ങളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യക്തി എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും സംഘടനകൾ എന്നുള്ള നിലക്കും രാഷ്ട്രങ്ങൾ എന്നുള്ള നിലക്കും മുസ്ലിം സമുദായം ഇന്ന് എവിടെ നിൽക്കുന്നു? ഇതൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മളെ നോൽമ്പും നിസ്കാരവും നടക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒരു പടി നടക്കണില്ല. ഇസ്ലാമിക ലോകത്ത് എന്ത് നടക്കുന്നു? ദുരന്തങ്ങൾ മാത്രം, ദുരിതങ്ങൾ മാത്രം. എവിടെയെങ്കിലും സമാധാനമുള്ളൊരു ഇസ്ലാമുണ്ട് നിങ്ങൾ കണ്ടിരിക്കണം? എവിടെയെങ്കിലും നല്ല ഇസ്ലാം. ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി, മുഴുവൻ മുസ്ലിങ്ങളാണല്ലോ, 99% മുസ്ലിങ്ങൾ. ബാക്കിയുള്ളവരെ നരേന്ദ്രമോദി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടുന്ന് വരുന്നവരൊക്കെ മൂപ്പർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്, അവിടെ ആരും സ്വീകരിച്ചില്ലെങ്കിലും. അപ്പോ ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ നല്ല ചുരുക്കുള്ള ഇസ്ലാം. ബംഗ്ലാദേശ് കണ്ട് നോക്കിയാൽ മതി, എന്തോ ഒരു സൗന്ദര്യ, എന്തോ ഒരു സൗകര്യ, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമ്പത്തികം, മൂല്യങ്ങൾ, സംസ്കാരം, വിശുദ്ധി, അങ്ങനെ എല്ലാറ്റിലും. അങ്ങനെ ഒരു ബംഗ്ലാദേശ് ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട്, നിങ്ങളെ തൊട്ടപ്പുറത്ത്. നിങ്ങളോട് ഇപ്പോഴും വില വെച്ചുകൊണ്ടിരിക്കുക. സാക്ഷി മഹാരാജ് പറഞ്ഞ അങ്ങോട്ട് എന്നാ, സൂര്യ നമസ്കാരം നടത്താൻ പറ്റൂലെങ്കിൽ ഇവിടുന്ന് വിടണം പാകിസ്ഥാനൊക്കെ എന്നാ പോയോക്കായിരുന്നു. നമുക്ക് പോയാൽ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പാകിസ്ഥാൻ. ഇന്ത്യയേക്കാൾ കട്ടപ്പുക, ദാരിദ്ര്യം, പട്ടിണി, കരണ്ടില്ല, റോഡില്ല, വിദ്യാഭ്യാസമല്ല, വൃത്തിയില്ല, ചികിത്സല്ല, സൗകര്യങ്ങളില്ല. ഇസ്ലാം പറഞ്ഞ് വാങ്ങിയതാണ് ആ സാധനം. എവിടെ നിൽക്കണോ അത്? ഇപ്പൊ പൊട്ടാണ്. പള്ളിയിലും മദ്രസയിലും അറബി കോളേജിലും റോട്ടിലും ഒക്കെ എണീച്ച് നടക്കാൻ പോലും ആ രാജ്യത്ത് സുഖമില്ല. ഇത് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനെ ഞങ്ങൾ നരേന്ദ്രമോദിക്ക് മോഡലായിട്ട് കൊടുക്കണത്. നരേന്ദ്രമോദി കണ്ടട്ടാ, ഞങ്ങളെ പാകിസ്ഥാനെ കണ്ടില്ലേ, ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയതുകൊണ്ടാ. ഞങ്ങളെ പാകിസ്ഥാൻ ഉഷാറാ, എമ്മാതിരി വൃത്തിയാ, എന്തൊരു അന്തസ്സ, ലോകത്ത് നല്ല കെൽപ്പുള്ള രാജ്യം. ശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക, മതപരമായ, സാമൂഹിക, പാരിസ്ഥിതിക, വിദ്യാഭ്യാസ എല്ലാ മേഖലകളിലും ലോകത്തിന് മാതൃക നൽകുന്നൊരു പാകിസ്ഥാൻ. അങ്ങനെ ഒരു പാകിസ്ഥാൻ ഉണ്ടോ? ഏത് മുസ്ലിം രാജ്യമാണ്? ഒരു തുർക്കി ഉണ്ട്, അതിനിപ്പോ ഞെക്കി കൊന്നുകൊണ്ടിരിക്കുക, അതിനും കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുർക്കി മാത്രം. വേറെ ഏത് മുസ്ലിം? പിന്നെ ഒരു മലേഷ്യ ഉണ്ട് പുറത്ത് ഇങ്ങേയറ്റത്ത്. അറബ് രാജ്യങ്ങൾ അതൊക്കെ ഒന്നുമില്ല. അതൊക്കെ ഈ നിമിഷം പൊട്ടും. സിറിയ, ഇറാഖ് പൊട്ടിയില്ലേ? ഇന്നലത്തെ ആരായിരുന്നു സദ്ദാം? എത്ര കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, എത്ര പ്രതിമകൾ ഉണ്ടാക്കി. 25 കൊല്ലം എങ്ങനെ അധികാരം വേണം? ആ സദ്ദാം എവിടെ? പെരുന്നാളിന്റെ ദിവസം കഴുത്തലാണ് കുരുക്കിട്ടു, തെരഞ്ഞു പിടിച്ച്, പല്ലിനെ പിടിച്ചു കൊണ്ടുപോണ മാതിരി, നായിനെ പിടിച്ചു കൊണ്ടുപോകുന്ന മാതിരി കഴുത്തിൽ കുരുക്കിട്ടിട്ടാണ് കൊണ്ടുപോയി. എവിടെ പോയി സദ്ദാം? ഇറാഖിന്റെ ഗതി എന്താ? അപ്പുറത്തത് ലിബിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇറാഖ് പോലെ തന്നെ. ആ ഇറാഖും സിറിയയും എന്തിന്റെ മാതൃക? അപ്പുറത്ത് ലിബിയുണ്ട്, ലിബിയക്ക് എന്താ ഫലം? ഇപ്പൊ യമൻ, സൗദി, കുവൈത്തിലും പൊട്ടി. ഇനി എവിടെയാ പൊട്ടാൻ ബാക്കി? ബഹ്റൈന്. എല്ലായിടത്തും പ്രശ്ന. അന്തസ്സുള്ളൊരു മുസ്ലിം രാജ്യം, അന്തസ്സുള്ളൊരു മുസ്ലിം സമൂഹം എവിടെയാണുള്ളത്? നിങ്ങളൊന്ന് കാണിക്കേ. നമ്മളാ? ഞാനും നിങ്ങളോ? നമ്മളെ കണ്ടിട്ട് ആർക്കാണ് ഇസ്ലാമിനെ മനസ്സിലാവുക? നല്ല മുസ്ലിമീങ്ങൾ. എന്താണ് അവരുടെ ഒരു പെരുമാറ്റം, എന്താണ് അവരുടെ ഒരു സ്വഭാവം, എന്താണ് അവരുടെ ഒരു വിശുദ്ധി, എന്ത് നല്ല ആളുകളാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയും. ഒരൊറ്റ കുഴപ്പമുള്ളൂ, മുസ്ലിങ്ങളായി എന്നുള്ള കുഴപ്പം. അത് മാറ്റിവെച്ചാൽ ബാക്കിയൊക്കെ ഉഷാറ്. നല്ല സത്യസന്ധതയുള്ള കച്ചവടക്കാരൻ, നല്ല സേവന മനസ്സുള്ള ഉദ്യോഗസ്ഥൻ, കരുണയുള്ള ഡോക്ടർമാർ, കരുണയുള്ള എഞ്ചിനീയർമാർ, നല്ല വാപ്പ, നല്ല ഭർത്താവ്, നല്ല മക്കൾ. കാരണം എന്താ? അവർ മുസ്ലിങ്ങളാണ്, അവർ ഇസ്ലാമിന്റെ ആളുകളാണ്. അതുകൊണ്ട് അവർ എല്ലാറ്റിലും ഞങ്ങളെക്കാൾ മുന്നിൽ. എവിടെ പറയാനുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കാനുണ്ടോ? ഇസ്ലാമിന്റെ ചില മൗലിക ഗുണങ്ങളൊക്കെ ഉണ്ട്, അത് ഞാനിപ്പോ പറയണമെന്നില്ല. അത് ഞാൻ ആര് ഇല്ല എന്ന് പറഞ്ഞാലും ഉള്ളത് തന്നെയാണ്. ദാനധർമ്മങ്ങൾ നമ്മളെപ്പോലെ ദാനം ചെയ്യണവര് വേറല്ല, അത് നമ്മുടെ ഒരു ഗുണം തന്നെയാണ്. കുളിച്ച് വൃത്തിയാക്കാനും ഏറ്റവും മുമ്പിൽ നമ്മളാണ്. മൂത്രമൊഴിച്ചാൽ കഴുകുമല്ലോ, ലോകത്ത് ഒരാളും കഴുകില്ല. ഏറ്റവും വൃത്തിയുള്ള ബ്രിട്ടീഷുകാരനൊക്കെ കടലാസം കൊണ്ട് തുടച്ചിട്ട് പോയാൽ, എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ വലിയ വൃത്തിയുള്ളവനെ നമ്മൾ വൃത്തിയില്ലാത്തവരും.
ബാത്റൂമിലൊക്കെ പോയിട്ട് കക്കൂസിലൊക്കെ പോയിട്ട് കടലാസം കൊണ്ട് തുടച്ച് എണീച്ചു പോകും. എന്നാലും എന്താണ്, വിമാനത്തിലും കപ്പലിലും ഒക്കെ പോയ ഒരാൾ എങ്ങനെയാ? എന്നാ അവര് വലിയ വൃത്തിയുടെ ആശാന്മാരാ. അസിമൊരു മുസ്ലിം ഏറ്റവും സാധാരണക്കാരെ മുസ്ലിം അടക്കം മൂത്രം ഒഴിച്ചാൽ കഴുകണ്ടേ? മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കണം. വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. ചെറിയ ശുദ്ധി ഉണ്ടായാൽ മുഖം കഴുകണം. നന്നായിട്ട് വുളു എടുക്കണം. വൃത്തിയുടെ ഹെഡ് ഓഫീസാണ് ശരിക്കത്. അതുകൊണ്ട് നമുക്ക് വൃത്തി ഉണ്ടായോല്ലോ എന്നുള്ള വേറെ ചോദ്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻ മുസ്ലിങ്ങളുടെ വൃത്തി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. സൂര്യ നമസ്കാരം യോഗാസനം സ്വീകരിച്ച മാതിരി മുസ്ലിങ്ങളുടെ വൃത്തി ഭയങ്കര പ്രമാണാത്മകമായ ഒരു സംഗതി. അതുകൊണ്ട് ലോക മനുഷ്യർക്കൊക്കെ മുസ്ലിങ്ങളുടെ വൃത്തി നമുക്കൊന്ന് സംഭാവന ചെയ്യുക. എന്നിട്ട് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ അങ്ങനെ പരിപാടി വന്നിട്ടില്ല. കാരണം നമ്മൾ ഒന്നെടുത്തിട്ട് നമ്മൾ വൃത്തിയായിട്ടില്ല, നമ്മൾ കുളിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ടില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്കുണ്ട് പല ഗുണങ്ങളും, ജനിതകപരമായ ഗുണങ്ങളുണ്ട്. മറ്റേ ആപ്പിളിന്റെ മധുരെടുത്ത് കളയാൻ പറ്റൂലല്ലോ. മധുരയിലുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളായിട്ട് തീരുമാനിച്ചു വെച്ചതല്ല. എന്നതുപോലെ ഇസ്ലാമിന്റെ ജനിതകപരമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. അതിന്റേതായ ചില ഗുണങ്ങളെ മാറ്റിവെച്ചാൽ ബാക്കി ഇസ്ലാം കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടുന്ന ഈമാനികവും ഇസ്ലാമികപരവും ഇഹ്സാൻപരവും തഖ്വയും അമലുസ്വാലിഹാത്തും ഒക്കെയായിട്ട് വികസിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ മനോഹാരിത, ഇസ്ലാമിന്റെ ഒരു സമാധാനം, ഇസ്ലാമിന്റെ ഒരു ഊഷ്മളത, ഇസ്ലാമിന്റെ ഒരു സാർവലൗകികത, ഇസ്ലാമിന്റെ മാനുഷിക മൂല്യങ്ങൾ, ഇതൊക്കെ എവിടെ ഇതൊക്കെ? അങ്ങനൊന്നും ഇല്ലാന്ന് മാത്രമല്ല, ഇപ്പൊ തോറ്റുകൊണ്ടിരിക്കുന്നതാണ്. എല്ലായിടത്തും തോൽക്കുക. എവിടെയാണ് മുസ്ലിങ്ങൾ ജയിക്കുന്നത്? നിങ്ങൾ കാണാൻ പറ്റും എവിടെയെങ്കിലും ജയിക്കണത്? ഞാൻ കാണുന്നില്ല എവിടെയും ജയിക്കണത്. ജയിക്കുന്നുണ്ട് ഒരു മേഖലയെ മാത്രം. ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്, നമ്മൾ വിളിച്ചിട്ടല്ല, അവർ സ്വയം പഠിച്ചിട്ട് സ്വയം ഇസ്ലാം അതിജീവിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുക, എല്ലായിടത്തും തോറ്റുകൊണ്ടിരിക്കുക. ലോകത്തെവിടെയൊക്കെ റോഹിംഗ്യ മുസ്ലിങ്ങൾ, ആഫ്രിക്കയിലെ മുസ്ലിമീങ്ങൾ, അറബ് മുസ്ലിമീങ്ങൾ, പിന്നെയും കുറച്ചപ്പോ സുഖമുള്ള ബ്രിട്ടനിലും ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കാണ്. കാരണം അവിടെ ഭരണകൂടം അവർക്ക് എല്ലാ സുരക്ഷിതത്വവും കൊടുക്കും. മറ്റേ മുസ്ലിങ്ങൾ അവരെ ഏറെ ചെയ്താലും അവിടെ അവനാന്റെ പൗരന്മാരെ ഒരു സംരക്ഷിക്കും. അതേസമയം മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം പൗരൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ ആരെ പള്ളിയിൽ സുന്നിയാണോ പൊട്ടിക്കുക, ഷിയാണോ പൊട്ടിക്കുക, കുറുതാണോ പൊട്ടിക്കാന്ന് പറയാൻ കഴിയൂല. ഒരു സുഖമില്ല, പുകഞ്ഞുകൊണ്ടിരിക്കുക. അവര് ഏത് സമയവും പൊട്ടിത്തെറിക്കുന്ന ആറ്റം ബോംബിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെ റോഹിംഗ്യ മുസ്ലിങ്ങളൊക്കെ പട്ടി അലയണ പോലെയാണ് അലയണ്. ആർക്കാ പോലെ വേണ്ട? നിങ്ങൾക്ക് വേണോ? വേണ്ട. ഢാക്കക്ക് വേണ്ട, ബർമ്മക്ക് വേണ്ട, ബീജിങ്ങിന് വേണ്ട, മലേഷ്യക്ക് വേണ്ട, സിംഗപ്പൂരിന് വേണ്ട, ഇന്തോനേഷ്യക്ക് വേണ്ട, ഓസ്ട്രേലിയക്ക് ന്യൂസിലാൻഡിനൊന്നും വേണ്ട. പിന്നെ ആർക്കാ വരെ വേണ്ട? കടലിൽ അലയുക, പട്ടി അലയണ പോലെ. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നോമ്പിന്റെ കഴിഞ്ഞ രണ്ട് നോമ്പിലും ഈ പരീക്ഷണം നമ്മളെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വെറുതെ വെച്ചൊന്നുമല്ല. നമ്മളെ നോമ്പിനെ പരീക്ഷിക്കാൻ തന്നെ നിങ്ങളെ നോമ്പൊക്കെ എവിടെയാ തട്ടണമെന്ന് എനിക്ക് ശരിക്കൊന്ന് അറിയണം, അള്ളാഹ്ക്ക് അറിയണം. ഇന്ത്യൻ മുസ്ലിമീങ്ങളും ബംഗ്ലാദേശ് മുസ്ലിമീങ്ങളും ഢാക്കയിലെ മുസ്ലിമീങ്ങളും ബർമ്മയിലെ മുസ്ലിമീങ്ങളും ആഫ്രിക്കയിലെ മുസ്ലിമീങ്ങളിലൊക്കെ പട്ടിണിയുടെ ഹെഡ് ഓഫീസായിട്ട് മാറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? നോമ്പ് പട്ടിണിയോടുള്ള ഐക്യദാർഢ്യമാണ്. നമ്മൾ 5 നേരം തിന്നുന്ന സാധനം 2 നേരം തിന്നിട്ട് ഭയങ്കര അത്ഭുതകരമായ മറിമായം അറിയില്ലേ? അമ്മാതിരി അത്ഭുതകരമായ പ്രവർത്തനം. സാധാരണ ഒരു 5-6 നേരം തിന്നുന്ന സാധനം ഉണ്ടല്ലോ, അത് 2 നേരം തിന്നിട്ട് അത്യത്ഭുത പ്രകടനം നടത്തും നോമ്പിന്. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ലോകത്ത് ഒരു സ്പീഷീസിനും അത് ചെയ്യാൻ കഴിയൂല. അങ്ങനെ മനുഷ്യന്റെ ഒരു അത്ഭുതമാണത്. ആവശ്യത്തിൽ കൂടുതൽ തിന്നാനും ആവശ്യമില്ലാത്തപ്പോൾ തിന്നാനും ആവശ്യമില്ലാത്ത വസ്തുവും തിന്നാനും കഴിയുന്ന ഏക ജൈവവർഗം നമ്മൾ മാത്രമാണ്. ലോകത്ത് ഒരു ജീവി എന്താവൂല, ഭക്ഷണം ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കൂല. നമ്മളിപ്പോ ഇവിടുന്ന് ചുക്കളിൽ നിന്ന് അന്നത് കഴിച്ച് അപ്പൊ അപ്പുറത്ത് ചെന്നപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുഴിമന്തി, മളഹൂത്ത്, മബറൂത്ത്, കബറൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അറബ് ഫുഡാണെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ വണ്ടി ഓട്ടി പോണ പോയി അവിടെ പുതിയൊരായിട്ട് ഇറങ്ങിക്കണം, നമ്മളൊക്കെ അല്ലേ ഇറങ്ങുക. ഉടനെ അവിടെ കയറി അതടിച്ച് വീശി എന്നിട്ട് അത് കഴിച്ച് അപ്പൊ അപ്പുറത്തേക്ക് പോയി. അപ്പൊ കുറച്ചവിടെ പോയപ്പോ ഷാർജ ഷെയ്ഖ്, UAE ഷെയ്ഖ്, വേറെ കുറെ ഷെയ്ഖന്മാര് കോളയും പെപ്സിയും ഒക്കെ പുതിയ ഐറ്റം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ കുടിച്ചു നോക്കല്ലേ? ഒരു മൃഗത്തിന് നിങ്ങൾ ഇങ്ങനെ കൊടുത്തു നോക്കി തിന്നൂല മൂപ്പര്. ഒരിക്കൽ വയറ് നിറഞ്ഞാൽ കഴിഞ്ഞു മൂപ്പര പരിപാടി. പിന്നെ വിശക്കുമ്പോഴേ തിന്നുള്ളൂ. വിശക്കുമ്പോഴല്ലാതെ തിന്നുന്ന ഏക ജീവി നമ്മളെ മാത്രം. ആവശ്യത്തെക്കാൾ കൂടുതൽ തിന്നുന്ന ജീവി മനുഷ്യൻ മാത്രം. മറ്റതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് നിർത്തി ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കും. പിന്നെ ഉന്തി തള്ളിയാൽ പോലും ഒരു തിന്നൂല എത്ര കണ്ടാലും. നമ്മുടെ അതേസമയം രുചിയുടെ വകഭേദങ്ങളുടെ ടേസ്റ്റുകളുടെ വൈവിധ്യങ്ങൾ വെച്ചിട്ട് എന്താക്കും? വയറ് നിറഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനെ തോൽപ്പിച്ചുകൊണ്ട് നാക്കിന് വേണ്ടി തിന്നും. ശരീരത്തിനല്ല, ആമാശയത്തിനല്ല, ഒന്നിനുമല്ല. നാക്കിന്റെ രുചി. നാക്ക് തീരുന്നിടത്ത് രുചി തീരുന്ന, നാക്ക് തീരുന്നിടത്ത് രുചി തീരുന്ന. പക്ഷെ നമ്മൾ നാക്കിനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് തിന്നും, എല്ലാം വിടും. ഇങ്ങനെ ഒരു മനുഷ്യൻ നോമ്പിനടക്കം അല്ലേ ഇപ്പൊ ഞാനും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നോമ്പൊക്കെ എവിടെ? പിന്നെ മറുഭാഗത്തെ പത്രങ്ങളൊക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കണല്ലേ? മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഹവാല, പെൺവാണിഭം,
സ്വവർഗരതി, ഇതിലൊക്കെ ആരുണ്ട്? നമ്മളുണ്ട്. നോമ്പായിട്ട് ഹജ്ജായിട്ട് റമദാനായതുകൊണ്ട് ഇതൊക്കെ മുസ്ലിം സമുദായം നിർത്തിക്കണേ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ചെമ്മണ്ണൂർ ജില്ലയിലുണ്ട്, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുത്തൻ ആത്മഹത്യ ചെയ്തു. ഒരു മുസ്ലിം 3 ലക്ഷം റുപ്യ കടണ്ടോലോ. എത്രയോ കടണ്ടായിരുന്നു, അത് വീട്ടിൽ 2 ലക്ഷം ബാക്കിയുള്ളൂ. പക്ഷെ ജ്വല്ലറിക്കാരൻ പറഞ്ഞു 3 ലക്ഷം ഉണ്ടെന്ന്. സ്ത്രീധനം വാങ്ങിയതാ മകളെ കെട്ടിച്ചപ്പോ. നോമ്പിന്റെ തലേദിവസത്തിന്റെ തലേദിവസം. ഞാൻ വിശ്വസിക്കുന്നു ഇത് മുസ്ലിം സമുദായത്തിന്റെ വലിയ പാടാ. നിങ്ങളെ നോമ്പോ ഇതൊന്നും എവിടെയും തട്ടണില്ല. നിങ്ങളെ ഉള്ളിൽ ഇറങ്ങിവാ. ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽസിലും ഭക്ഷണശാലകളിലും സിനിമാ തിയേറ്ററിലും അകലമാന വിനോദങ്ങളുടെ അകത്തലങ്ങളിലും നിറഞ്ഞ് കവിഞ്ഞ് പൊട്ടിത്തിരിയാണ് നിങ്ങളുടെ സമൂഹം ഒരു ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. മയക്കുമരുന്ന് കേസിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പത്രത്തിൽ വന്നില്ലേ, 4 മുസ്ലിം ചെറുപ്പക്കാര്. നിങ്ങൾ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ? അതെന്താ നിങ്ങളെ വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടാത്തത്? നിങ്ങളുടെ അയൽപക്കത്ത് എന്താ ശുദ്ധീകരണം നടക്കാത്തത്? നിങ്ങളുടെ നാടെന്താ വൃത്തിയാവാത്തത്? അപ്പോ ഇതെവിടെ ഒരു തകരാറുണ്ടാവും, പരിശോധിക്കണം എന്നാ പറയുന്നത്. അപ്പോ എവിടെയും അപ്പൊ അള്ളാന്റെ പരീക്ഷണ രോഹിംഗ്യ മുസ്ലിങ്ങൾ മുതൽ ഇങ്ങേയറ്റത്ത് ജ്വല്ലറിയിലെ ആത്മഹത്യയടക്കം വലിയ പാഠങ്ങളാണ് അള്ളാഹുങ്ങൾ മുമ്പിൽ തുറന്നു വെക്കുന്നത്. അന്താരാഷ്ട്ര സാമൂഹിക മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ മുതൽ നിങ്ങളുടെ കൊച്ചു പ്രദേശത്തെ വ്യക്തികളുടെ പ്രശ്നങ്ങളടക്കം. കഥയറിയാതെ ആട്ടം കാണണ്ട. അള്ളാഹ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിക അടക്കാനൊന്നും വലിയ സംഭവമൊന്നുമല്ല. രാത്രി രാവിലെ അടക്കാത്ത തറാവീഹ് നിസ്കരിച്ചിട്ട് എന്തോ ഭയങ്കര സംഭവം നടത്തിയിരിക്കണം നമ്മളൊന്നും തോന്നുന്നുണ്ടല്ലോ. ഇതൊന്നും ഇതല്ല. ഇതൊക്കെ വേറൊരു പണിയാണ്. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് അങ്ങനെയെന്ന് പറയാൻ പറ്റൂല. സക്കാത്തും ഷഹാദത്ത് കലിമയും ഇസ്ലാമിക സംഗതിയിൽ വളരെ വ്യത്യസ്തമായ 2 സാധനങ്ങളാണ്. അത് 2 മുസ്ലിം സമുദായം ഏറ്റെടുത്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഏറ്റെടുത്തിട്ടില്ല, സക്കാത്തും ഏറ്റെടുത്തിട്ടില്ല. ആഗോള മുസ്ലിം സമുദായം ഏറ്റെടുത്തിട്ടില്ല, വ്യക്തികളും ഏറ്റെടുത്തിട്ടില്ല. മറ്റേ 3 പിന്നെ വല്ല മുടക്കൊന്നുമില്ല. അവിടെ നടക്കുന്നുണ്ട്. നിസ്കാരം ചെലവില്ല, നടക്കട്ടെ പരിപാടി. സംഘടനകൾ മത്സരിച്ച് പള്ളി ഉണ്ടാക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ ഇമാമികളും നേതാക്കന്മാരെ ഒക്കെ കണ്ടമാനുണ്ട്. പിന്നെ ഞമ്മക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആണ്ട് നിസ്കരിച്ച കളി അവർ നിസ്കാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കളി ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരിയാ. ഇപ്പോ റമദാൻ 1 തുടങ്ങും, ഭയങ്കര തിരക്ക് പള്ളിയിൽ. ഇനിയിപ്പോ പെരുന്നാളിന്റെ അന്ന് നോക്കിയാൽ മതി. നിങ്ങൾ പെരുന്നാളിന്റെ സുബഹിക്ക് പോവളി, ഞാൻ ഉറപ്പ് തരാം. പെരുന്നാളിന്റെ 1-ാം തീയതി പെരുന്നാളിന് 29ാമത്തെ നോമ്പിനുണ്ടായിരുന്ന ആളുകളിലെ 60% പെരുന്നാളിന്റെ സുബഹിക്ക് ഉണ്ടാവില്ല. ഞാൻ കരാറ് ചെയ്യങ്ങളോട് നിങ്ങള് വാക്ക് തന്നോ. ഇതൊക്കെ ഒരു കളിയാ. ഇതൊന്നും എവിടെയും കൊള്ളൂല ഈ പണിയൊന്നും. നിസ്കാരം 1-ാം തീയതി തുടങ്ങുക, എന്നിട്ട് 29ാം തീയതി അതിന്റെ താഴിട്ട് പൂട്ടി ലോക്കറിൽ വെച്ചിട്ട് നമ്മളൊരു പോക്കാണ് പോവുക. ഇതല്ലേ നടക്കാൻ പോണത് വീട്ടിലും നാട്ടിലും പള്ളിയിലും ഒക്കെ. പള്ളിയിലെ നിസ്കാരത്തിന്റെ കഥ അതാ. ആ നിസ്കാരം അത്രയ്ക്കേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഖുർആൻ പ്രതിനിധീകരിക്കുന്ന ഒരു നമസ്കാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത വഖിമിസ് സ്വലാത്ത ലിദിക്രി ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കരിക്കുക. അല്ലാഹുവിനെ ഓർമ്മിക്കലുണ്ടോ? നിങ്ങളും ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഉണ്ടോ? എനിക്കറിയില്ലുണ്ട് എന്നുള്ളത്. നിങ്ങളെ മനസ്സിൽ അല്ല തന്നെ ഉണ്ടാവില്ല നിസ്കരിക്കുമ്പോ. അല്ലാഹു നിങ്ങളൊരു കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണെന്നേക്കാരം നമ്മളെ മനസ്സിൽ. ആ മധുവിധിന്റെ ഒക്കെ ഘട്ടത്തിൽ പെണ്ണിനെ നമ്മൾക്ക് ഓളും. ഇതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് കിടക്കും. ഒരു കുട്ടി ഉണ്ടായാൽ പിന്നെ ആ കുട്ടിയായിരിക്കും മനസ്സിൽ. പുതിയൊരു വീട് വെച്ചാൽ പിന്നെ ആ വീടായിരിക്കും മനസ്സിൽ. ഓരോന്നും നമ്മളെ മനസ്സിൽ ഇടം പിടിക്കലുണ്ട്. ഇതുപോലെ നിങ്ങളെ മനസ്സിൽ വന്നിരിക്കണം. എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? നിസ്കാരം അതിനാന്നാ പറയുന്നത്. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഫലം ഈ പ്രപഞ്ചത്തിന്റെ നാഥനുമായി ഈ സാധാരണ ഞാൻ എന്റെ നാഥനിലേക്ക് ഒരു പ്രയാണം ചെയ്തിരിക്കുന്നു. അവനിലേക്ക് ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുത്തേക്ക് ഞാനും എന്നിലേക്കും എത്തിയിരിക്കുന്നു. അങ്ങനെ അള്ളാഹിനെക്കുറിച്ച് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിന്റെ വികാരങ്ങൾ, അതിന്റെ വിചാരങ്ങൾ, അതിന്റെ നിർവൃതികൾ, അതിന്റെ ആസ്വാദനങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ. അങ്ങനെ നമസ്കാരം എന്തെന്നില്ലാത്ത യോഗാസനം അതിന്റെ 4 അയലത്തെത്തൂല. വളരെ സിമ്പിൾ യോഗാസനാണ് നിസ്കാരം. ധ്യാനത്തിന്റെയും ഫിസിക്കലി പ്രവർത്തനത്തിന്റെയും ഒക്കെ ഇതില് യോഗാസനത്തിന് ഒരു പ്രത്യേക രൂപം ഭാവമൊക്കെ സ്വീകരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ഉള്ള കയ്യും കാലും ഒക്കെ മുട്ടുമടക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട് മലക്കെ എതിര് പറയണ്ട. അതുപോലെ തന്നെ ഇങ്ങോട്ട് കിടന്ന് ഇങ്ങനെ ചെയ്യണ്ട. ഉള്ള ശരീരത്തിന്റെ കയ്യും കാലും ഒക്കെ ശരിക്കും ഉള്ളതുപോലെയാണ് ചെയ്താൽ തന്നെ നല്ല ഒരു മിഡിൽ യോഗാസനത്തെക്കാൾ മികച്ച ഫലം. എത്ര കൂടുതൽ നിസ്കരിക്കണം അത്രയും നല്ലതാ. അതിന്റെ ഗുണത്തിലേക്ക് അപ്പൊ കടന്നു പോടില്ല. ശാരീരികമായിട്ടാണ് അതിന് കുറെ ഗുണങ്ങളുണ്ട്. മാനസികമായി കിട്ടേണ്ട ഗുണമാണ് എന്ത്? അള്ളാഹുവും ഞാനും എന്റെ അള്ളാഹ് സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല. എന്റെ കുട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടല്ലോ. എന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ടല്ലോ. എന്നതുപോലെ എന്റെ അള്ളാഹ് ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു വൈകാരികതയോടുകൂടി അള്ളാഹുവിനെ അനുഭവിക്കാൻ എന്നാണ്, എപ്പോഴാണ് നിങ്ങളുടെ നമസ്കാരം കൊണ്ട് സാധിച്ചിട്ടുള്ളത്? അതിന് അള്ളാഹിനെ പഠിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ആ അങ്ങനത്തെ അള്ളാഹ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇലാഹു അള്ളാഹുവായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹ് ആവശ്യത്തേക്ക് കടന്നു പോണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ എങ്ങനെയൊക്കെ സൗകര്യങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുള്ളത്.
ഓരോന്നും തലയിൽ മുടി, ചത്ത കോശങ്ങളാണിത്. ശരീരത്തിലെ സെല്ലുകൾ ചത്ത് മരവിച്ച് പുറത്തു വരികയാണ് ഈ മുടി. പക്ഷേ സൗന്ദര്യത്തിന്റെ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒക്കെ ചൊറുക്ക് കൊടുക്കണ മുടിയുള്ള അല്ലേ ഹെയർ സ്റ്റൈൽ. ഈ ഹെയർ എവിടുന്ന് കൊണ്ടിരുന്ന നിങ്ങള്? ആരാ നിങ്ങൾക്ക് തന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു മുടക്കില്ലാതെ ഇതിങ്ങനെ തലയിൽ വരിക. ഇത് നിങ്ങളൊരു അൽഹംദുലില്ലാ അള്ളാഹിനോട് പറഞ്ഞിരിക്കണം. അതിനെ കുരുത്തം കിട്ടും. ഇപ്പൊ കക്കൂസിന്റെ ബ്രഷ് മാതിരിക്കാ ചിലവില് വെട്ടല് കണ്ടില്ലേ നിങ്ങള്? ക്ലോസറ്റിലെ ബ്രഷ് ഉണ്ടാവും, എന്നാ പോലെ ഇങ്ങനെ എണീച്ച് അവനെ തല കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചാല് ക്ലോസറ്റ് ശരിക്ക് കഴുകിക്കൊണ്ടോ അമ്മാതിരി തലമുടി. അത് അള്ളാഹ്ക്കുള്ള ശുക്റാണോ അള്ളാഹ്ക്കുള്ള കുഫറാണോ എന്നുള്ളത് വേറെ നിങ്ങൾ പഠിച്ചോ. എന്തെങ്കിലും മക്കള് നമ്മളെ ചെറുപ്പക്കാർ ഇനി പെരുന്നാളിന് കാണുങ്ങൾ സ്വർഗത്ത് പോകാൻ വേണ്ടി ഒരു വരുന്നത് ഇങ്ങനെ രാജാരവിവർമ്മ ചിത്രം വരച്ച മാതിരി വരച്ച് നിങ്ങളുടെ കൂടെ വരച്ച് ഇങ്ങോട്ട് ഇങ്ങനെ കൊതുകിനെ പിടിക്കാനുള്ള ഒരു വല മാതിരി ഇവിടെ ഒരു വലയൊക്കെ കൊടുത്ത് ഇവിടെ കുടുംബാസൂത്രണം ചിഹ്നൊക്കെ വെച്ച് പിടിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോണ്ടേ? അല്ല ചോദിക്കും എന്താണ് അത് ഇങ്ങനെയൊന്നും ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് അതിനൊക്കെ പറ്റിയ കോലത്തിൽ എമ്മാതിരി കളിയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഈ അള്ളാഹു ഈ മുടി നൽകി. മുടി ഇല്ലാത്തവർക്കറിയാം അതിന്റെ വിരന്താണെന്നുള്ളത്. ഇതല്ലല്ലേ തന്നത്? പടച്ച റബ്ബിന്റെ അനുഗ്രഹമല്ലേ? ഈ നഖം ഇതിവിടെ അല്ലെങ്കിൽ ഈ വിരലിന്റെ ഒരു പണിയും നടക്കൂല. നഖലേശവും കയറ്റി മുറിച്ചോ നിങ്ങൾ കൈയിന്റെ മാംസള ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിടിക്കുമ്പോൾ അവിടെ കടയാൻ തുടങ്ങും. ഈ ചെറിയ നഖം ഇതും സെല്ല് തന്നെയാണ്. ചത്ത സെല്ല് ഇങ്ങോട്ട് പുറത്തു വരികയാണ്. വിയർപ്പും മൂത്രവും മൂത്രവും വരുന്ന പോലെ ശരീരത്തിലെ ഒരു ഭാഗം സെല്ലുകൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. രോമമായി മുടിയായി നഖമായിട്ട് പുറത്തു വരികയാണ്. പക്ഷെ അതുപോലെ ഈ നഖം അവിടെ ഇല്ലെങ്കിൽ ആരാ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരാത്? നിങ്ങളുടെ ഈ കയ്യിനിത് ആര് തരും? ഒക്കെ ചെറുത്. വലുത് എത്ര ഉണ്ട്? നിങ്ങളെ കണ്ണിന് കാണാം, നിങ്ങളുടെ കാതിന് കേൾക്കാം, നിങ്ങളുടെ നാക്ക് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇതൊന്നും കഴിയാത്ത ആളുകളില്ലേ? കണ്ണ് കാണാത്തോലില്ലേ? കാത് കേൾക്കാത്തോലില്ലേ? നാക്ക് കുഴഞ്ഞുപോയവരില്ലേ? ചുണ്ട് ചലിപ്പിക്കാൻ കഴിയാത്തവരില്ലേ? ഒരു ഇറക്ക് വെള്ളം കൊണ്ട് താഴേക്ക് ഇറക്കാൻ പറ്റാത്തവർ. നിങ്ങൾ ആശുപത്രിയിൽ പോ. ഇപ്പൊ പിന്നെ ആശുപത്രി ഒരു ടൂർ മോഡലാ. പോയാൽ നമുക്ക് തോന്നുന്നു 4 ദിവസം അവിടെ കിടക്കണമെന്ന്. കാരണം അതിന് മാത്രമുള്ള സംവിധാനങ്ങളാണ് അവിടെ. ഒരു ടൂറിസ്റ്റ് ഒരു പുതിയ പാക്കേജ് പോലെ. ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവച്ചായാണ്. കുടുംബസമേതം കുറെ സഞ്ചീതൊക്കെ. ശരിക്കും ആശുപത്രി കാണാൻ പോകാൻ പറഞ്ഞ രോഗികളെ സന്ദർശിക്കാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? എല്ലാ വമ്പനും വീണുപോണ രംഗാണത്. ഒരു ചെറിയ വേദന വന്നാൽ ഇതിലാണ് കയറിയാൽ മതി, കഴിഞ്ഞ കഥ. പിന്നെ എല്ലാം തീർന്ന്. എന്റെ എല്ലാം എനിക്കൊന്നും ഫലം ചെയ്യണില്ല. എന്റെ കൈ അനക്കാൻ കഴിയണില്ല, ഇത് ഒന്ന് മടക്കാൻ കഴിയണില്ല, അതൊന്ന് നീർത്താൻ കഴിയണില്ല. അസാമാന്യമായ വേദന കടഞ്ഞു കയറാ. ഞാൻ എന്താ ചെയ്യാ? അതോടുകൂടി ഹുലിക്കൽ ഇൻസാന ദഈഫ. എടാ ഈ ദുർബലനാടോ, ഞെളിയേണ്ടവല്ലാതെ തലയും ഞെട്ടലും ഒക്കെ നിവർത്തി ചവിട്ടിക്കുത്തി ഭൂമി പൊളിക്കാം. ആകാശത്തേക്ക് തറ കൊണ്ടിട്ട് മേലക്ക് കൊണ്ടിട്ട് നാട്ടിപ്പിടിപ്പിക്കാമെന്നൊന്നും കരുതണ്ട. വളരെ ചെറുത് ഒരു തലവേദന വന്നാ മതി, മൂക്കൊന്ന് അടഞ്ഞു പോയാൽ മതി, കഴിഞ്ഞു കഥ. എത്ര ഉണ്ട് ഇതിനൊക്കെ അള്ളാഹിനോട്. അപ്പൊ അള്ളാന്റെ കൈ കുറഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ നീച്ചപ്പെടുന്നത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഓരോ കോശങ്ങൾക്കും ഓരോ വിരലുകൾക്കും ഓരോ ശരീരത്തിന്റെ അവയവങ്ങൾക്കും അല്ലാ നീയാണ് ഇതൊക്കെ തന്നത്. എന്റെ മുട്ട് മടങ്ങുന്നു, എന്റെ നാവ് ചലിക്കുന്നു, എന്റെ ചുണ്ട് ചലിക്കുന്നു, എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. അറബിയിലുണ്ടൊരു കവിത, ഈ സാമി യൂസുഫോ അബ്ദുറഹ്മാൻ അഫാസിയേറ്റ പാടിയതാ. അതിന്റെ വിഷ്വൽ കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ണ് കാണാൻ കഴിയാത്തൊരു കുട്ടി പാടുന്നതായിട്ട്. യാ ഉമ്മിമ, ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഈ കുട്ടി പാടുകയാണ്. യാ ഉമ്മിമ ശക്ലുസമ, ഉമ്മ ഈ ആകാശത്തിന്റെ രൂപന്താ, ഉമ്മ ആകാശത്തിന്റെ രൂപന്താ. ഒമൽ ലിയ, ഈ വെളിച്ചെന്ന് പറഞ്ഞാൽ എന്തമ്മ. ഒമൽ ഖമർ, ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ. അൽ ഹാദിഹി ദുനിയാ വലാമുൻ ഫീ വലാമിൻ മുസ്തമിറ. എപ്പോഴും ഇരുട്ടാണോ ഉമ്മ ലോകത്ത്? എപ്പോഴും ഇരുട്ട് തന്നെയാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഉഖാസത്തി വഹും യൽഅബൂൻ, എന്റെ കൂട്ടുകാരൊക്കെ ഓടിച്ചാടി കളിക്കുകയാണ്, എനിക്കതിനൊന്നും കഴിയണില്ല. ഒന്നോടാൻ, ഒന്ന് സഞ്ചരിക്കാൻ, വേഗതയിലൊന്ന് നീങ്ങാൻ എനിക്കൊന്നും കഴിയണില്ല. മുദ്ദി യദക്കി ഇലയ്യ, ഉമ്മ ഞങ്ങളെ കൈ കൊണ്ടാ, ഞാൻ ഞങ്ങളെ കൈയൊന്ന് പിടിക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് നടക്കട്ടെ എന്ന കുറെ വൈകാരികമായ വരികളുണ്ടായില്ലേ? കണ്ണ് കാണാൻ കഴിയാത്തൊരു കുട്ടി പാടുന്നത് പോലെ. നിങ്ങളൊന്ന് ആലോചിച്ചോ കാണേ. നിങ്ങൾക്ക് അള്ള കണ്ടുന്നില്ലേ? നിങ്ങൾ പകലെന്ത് കൊടുത്തു അള്ളാക്ക്? ഒരു അൽഹംദുലില്ലാ എങ്കിലും മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്തെന്ന് സുബ്ഹാനല്ലാഹ് ടൈപ്പ് റൈറ്റിൽ അടിക്കണോ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവേ, എന്റെ കണ്ണ് തുറന്നു, എന്റെ കാത് തുറന്നു, എന്റെ ചുണ്ട് തുറന്നു, എന്റെ സന്ധികളൊക്കെ ചലിക്കുന്നു, എന്റെ ഞരമ്പുകളൊക്കെ ജീവനോടെ നിലനിൽക്കുന്നു, എന്റെ മാംസപേശികൾ മരവിച്ചിട്ടില്ല, എന്റെ അസ്ഥിക്ക് തകരാറുകൾ സംഭവിച്ചിട്ടില്ല, എന്റെ മനസ്സുപോലും വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നു. പടച്ചവനെ സ്തുതി, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ്, അതാണ് അല്ലാഹ്. ഒരു പട്ടിക്ക് വല്ലവും കൊടുത്താൽ എന്ത് നന്ദി കാണിക്കും പട്ടി? അറിയില്ല നിങ്ങൾക്ക്? വാലാട്ടി നമ്മളെ നക്കി തടവി നമ്മുടെ ചുറ്റുഭാഗം ഇങ്ങനെ നടക്കും. അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അതാണ്. അല്ലാഹ് വാഖിമി സ്വലാത്ത ലിദിക്രി. അതുകൊണ്ട് അള്ളാഹുവേ, ഈ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എന്റെ അഭിവാദ്യം, എന്റെ നമസ്കാരം,
ഇത് എനിക്കിത് തരാൻ കഴിവുള്ളൂ, ഞാനിത് നിനക്ക് വെക്കുന്നു, എന്റെ ഉപഹാരം, എന്റെ സമ്മാനം. അത്തഹയ്യാത്തുൽ മുബാറകാത്തു തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹു എന്റെ സമ്മാനമാണ് എന്റെ നമസ്കാരം. നീ എന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ എന്റെ ഈ ചെറിയ അങ്ങനെയൊക്കെ നിസ്കാരത്തെ കൂടെ നമ്മൾ പോയിക്കണോ? അള്ളാഹു വലുതാവും, എന്റെ ഉമ്മാനേക്കാൾ എല്ലാറ്റിനേക്കാളും വലുത് എന്റെ അള്ളാഹ്. അപ്പൊ അതുണ്ടായിട്ടില്ല. ഏതായാലും ഇങ്ങനെയൊന്നും എനിക്കും കിട്ടിയിട്ടില്ലല്ലോ നിസ്കരിച്ചിട്ട്, ഒരിക്കലും കിട്ടിയിട്ടില്ല. കുടുങ്ങുമ്പം പിന്നെ സോക്കടക്കാവും നമ്മൾ വിളിക്കട്ടോ, അത് വേറെ സംഗതി. അത് പാലം കിടക്കോളം നാരായണ, പാലം കിടക്കുന്നാല് കൂരായണെന്ന് പറഞ്ഞ മാതിരി വല്ലതൊക്കെ അസുഖമൊക്കെ ആയി കഴിഞ്ഞാൽ പടച്ചോനെ കുടുങ്ങിക്കിട്ടോ, എന്റെ അസുഖം, എന്റെ കടം, എന്റെ വീട്, എന്റെ കുട്ടികൾ, എന്റെ കല്യാണം, എന്റെ തക്കാരം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതപ്പം മാത്രം. അതിന്റെ പുറത്തേക്ക് നിരന്തരമായി എന്റെ അള്ളയും ഞാനും വേർപിരിയാത്ത ഇണകളെ പോലെ മനസ്സിലാക്കാനായിട്ടോ പറഞ്ഞു. അള്ള നമ്മളെ ഇണയല്ല, അള്ളാഹു ആരാ? ഈ പ്രപഞ്ചത്തിന് ഉടമസ്ഥന. പക്ഷെ അള്ളാഹ്ക്ക് നമ്മളോട് എന്തെന്നില്ലാത്ത ഇഷ്ടം. ആ അള്ളാഹിനെ പിടിക്കുക. ഓക്കെ, സ്വലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ പിടിക്കുക. എന്നിട്ട് പിന്നെ പറയണ ഇന്ന സ്വലാത്ത് അൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നൊക്കെ നിസ്കാരം നിങ്ങളെ തടയുന്ന. മുസ്ലിം ലോകത്തിനെ തടഞ്ഞിട്ടുണ്ടോ വല്ല മ്ലേച്ഛതയിൽ നിന്നും നിസ്കാരം? പെൺവാണിഭം, കള്ളക്കടത്ത്, അഴിമതി, വർഗീയത, സാമുദായികത, രാഷ്ട്രീയ തർക്കം, മതസംഘടനാ തർക്കം, കുടുംബ വഴക്ക്, ഭാര്യ-ഭർത്തൃ തർക്കം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അടി, എന്താ നടക്കാൻ ബാക്കി? നമസ്കാരം നിങ്ങൾ എന്തിൽ നിന്ന് എവിടേക്കാണ് തടഞ്ഞത്? അങ്ങനത്തെ ഒരു നിസ്കാരപ്പില്ല. നമസ്കാരത്തിന്റെ ജഡമാണ് ഞാനും നിങ്ങളും കൊണ്ടെന്ന് വെച്ച് പൂജിച്ച് വഴിപാട് നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം ജീവിത വിശുദ്ധി, മുസ്ലിങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അതിലെ വ്യക്തി, അതിലെ കുടുംബം, അതിലെ സമൂഹം, അതിന്റെ സംഘടന, അതിന്റെ രാഷ്ട്രങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ട് വിശുദ്ധിയുള്ള, ധാർമ്മികമായ പവറുള്ള, അതാണൊരു രണ്ട് പവറാണ് ഇസ്ലാമിന് വേണ്ടത്. ഒന്ന് പൊളിറ്റിക്കൽ പവർ, അതൊന്നുമില്ല. പൊളിറ്റിക്കൽ പവർ ഇല്ല, കേരളത്തിലും ഇല്ല, ആഗോളതലത്തിലും ഇല്ല. വേറെന്തുണ്ടാ? പള്ളി ഉണ്ടായതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്താ വിചാരിച്ച പള്ളി ഉണ്ടായിട്ടാ അപ്പൊ ഇറാഖ് തകർന്നത്? പള്ളി ഉണ്ടായിട്ടാ ബാബരി മസ്ജിദ് തകർന്നത്? പള്ളി ഉണ്ടായിട്ടാ ഇസ്രായേല് ഇത് പിടിച്ചിറക്കി കൊണ്ടുപോയത്? ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ നായി തൊട്ട കലം പോലെ ആകാൻ പോവുക. പള്ളിയില്ലാന്നിട്ടാ വേണ്ടത് പൊളിറ്റിക്കൽ പവർ. അത് ഇസ്രായേലിനും അമേരിക്കക്കും വേണമെന്നുള്ളത്. പൊളിറ്റിക്കൽ പവർ എന്താണെന്ന് അവിടുന്ന് എഴുതി പഠിക്കണം. മൂപ്പര് പറഞ്ഞാൽ അവിടുന്ന് ഒബാമ പറഞ്ഞാൽ മതി, നരേന്ദ്രമോദിയും കേൾക്കും, നമ്മുടെ പർവേസ് മുഷറഫും കേൾക്കും, സൽമാൻ രാജാവും കേൾക്കും, കുവൈത്തിലെ സബാഹും കേൾക്കും, ഇപ്പുറത്തെ ഹസീന വാജിദും കേൾക്കും, ഇപ്പുറത്തെ സിരിമാവോ വണ്ടാര നായകെ കുറെ അവിടെ ഇപ്പെടുന്നു പോലും കേൾക്കും എന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ മതി, ഇസ്രായേലും പറഞ്ഞാൽ മതി. കാലു സമയവനാവാത്തായന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ചെയ്യൂല. നിയന്ത്രണം അവരാ. എന്നാണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയാം. 1000 വർഷം ഇസ്ലാം ലോകത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? 1000 വർഷം. അള്ളാഹു ഇന്നലെ ബദറല്ലായിരുന്നോ? ബദറിന് രാഷ്ട്രീയ പ്രാധാന്യമല്ല, മതപരമായ പ്രാധാന്യമല്ല, അനുഷ്ഠാനപരമായ ഒരു പ്രാധാന്യം ബദറിനില്ല. ഇപ്പം ബദറ കാണുന്നത് പള്ളിയിൽ അടക്കണമെന്ന്. പള്ളിയിലാ ബദറ ഇടുന്നത് തോന്നുന്നു. പള്ളിയിലാ ബദറ ഇടുന്നത് ആണോ? എവിടെയാണ് ബദർ നടന്നത്? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, കോർപ്പറേറ്റ്, പൗരോഹിത്യ, രാഷ്ട്രീയ, വംശീയ, വർഗീയ ആദർശ നിലപാടുകളില്ലാത്ത, താന്തോന്നികളും തന്നിഷ്ടക്കാരുമായി ജീവിതത്തിന് ലക്ഷ്യബോധമില്ലാതെ സമീപിക്കുന്ന ആ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ജീവനമെടുത്ത് അമ്മാനമാടുന്ന അബൂലഹബിനെയും അബൂജഹലിനെയും ഉത്ബയെയും ഷൈബയെയും വലീദ് ഇബ്നു മുഗീറയെയും അബൂ സുഫിയാനെയും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ. ഒന്നുമില്ല ഇസ്ലാമിന്. എന്താ ഉണ്ടായിരുന്നു? 313 ഒട്ടകങ്ങള്, 70 ഒട്ടകം, 10 കുതിര, മുറിഞ്ഞ വാള്, മെലിഞ്ഞുട്ടിയ കുറെ ഭടന്മാരും, ഒരൊട്ടകത്തിന്റെ പുറത്ത് 3 ആള്. അബൂജഹലിന്റെ അടുത്ത് എത്തൂല ഇസ്ലാം, അമേരിക്കയുടെ അടുത്ത് ഇസ്ലാം എത്തൂല. പക്ഷെ പ്രവാചകൻ ഒന്നുണ്ടായിരുന്നു, സഹാബത്തിന് ഒന്നുണ്ടായിരുന്നു. അതെന്താ? ഇസ്ലാം, തഖ്വ, ഖുൽഖ്, ധാർമ്മികത. പൊളിറ്റിക്കൽ പവർ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ അവർക്ക് ധാർമ്മികമായ വിശുദ്ധി ഉണ്ടായിരുന്നു. അബൂജഹൽ പ്രവാചകന്റെ 1000 ആയത്ത് പോലും എത്തില്ല. നിങ്ങളിൽ ആരാണ് നല്ലത്? ബുദ്ധിയുള്ളവൻ പറഞ്ഞു മുഹമ്മദ് വിശുദ്ധൻ, മുഹമ്മദ് സത്യസന്ധൻ, മുഹമ്മദ് മൂല്യങ്ങളുള്ളവൻ. അബൂജഹൽ തമ്മാടി, അക്രമി, താന്തോന്നി, കള്ളൻ, മുടിയൻ, കപടൻ. അബൂലഹബ് ആരാ? പണമുണ്ട്, സൗന്ദര്യമുണ്ട്, തറവാടിത്തമുണ്ട്, സൈനിക ശക്തിയുണ്ട്, രഹസ്യാന്വേഷണമുണ്ട്. ഇന്നും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അമേരിക്കക്കും യൂറോപ്പിനും ഒക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് മൂല്യ. നമ്മക്കില്ല. അതാണല്ല പ്രശ്നം. നമുക്ക് അമേരിക്കനെ തോൽപ്പിക്കണം. നിങ്ങൾ എങ്ങനെയാ നരേന്ദ്രമോദിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചത്? RSSന് പകരം സാധനം ഉണ്ടാക്കിയിട്ടോ? അല്ല. നരേന്ദ്രമോദിയും നിങ്ങളുടെ ഒരു മോഡി ഇപ്പുറത്ത് നിൽക്കട്ടെ. 2 വഴിയുണ്ട് കേട്ടോ മോഡിനെ തോൽപ്പിക്കാൻ. നമ്മുടെ വിഷയങ്ങളിലൊന്നും ഒരു ഭാഗമാണത്. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഈ എന്ത് മുസ്ലിങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ ഒന്നാമത്തെ ഭാഗമാണത്. ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുക, ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യുക, ഇസ്ലാമിലേക്ക് ആളെ വിളിക്കുക. ഇന്ന് ലോകത്ത് നടക്കണില്ല. ആരെങ്കിലും എവിടെയെങ്കിലും മൈക്കെട്ട് എന്തോ പ്രസംഗിച്ച് പറയുന്നതിനെ കുറിച്ചൊന്നുമല്ലേ പറയണത്. വ്യക്തികളിലേക്ക് പടർന്ന് കയറുക. പ്രവാചകൻ അതാ ചെയ്ത്. ഓരോ പ്രവാചകന്മാരും അതാ ചെയ്ത്. യാ അബതിമാ തഫ്അൽ, വാപ്പാനെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വന്തം മകനെ വിളിച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വന്തം പെണ്ണിനെ വിളിച്ചിട്ട്
പിന്നെ കുടുംബങ്ങളെ, നാട്ടുകാരെ, വീട്ടുകാരെ, ഭരണകൂടങ്ങളെ, മതനേതൃത്വങ്ങളെ, സാമ്പത്തിക ശക്തികളെ, തറവാട്ട് മൂപ്പന്മാരെ, പാർട്ടികളെ, നേതാക്കന്മാരെ ഒക്കെ വിളിക്കുകയാണ്. വാ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാ. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അള്ളാഹനെ അംഗീകരിക്കല്ലോ കേട്ടോ വേണ്ടത്, അള്ളാന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ വേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കേണ്ട ഭാഗം അതിപ്പോ വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, അള്ളാഹ് അള്ളാഹ് എന്നാ പറയണം. അള്ളാന്റെ ഉലൂഹിയത്താണ് പഠിക്കേണ്ടത്. അള്ളണ്ട് എന്നുള്ള കാര്യത്തിൽ ഒബാമയ്ക്ക് തർക്കമൊന്നുമില്ല, നരേന്ദ്രമോദിക്കും തർക്കമില്ല, പിണറായി തർക്കിക്കും എനിക്ക് തോന്നുന്നില്ല, ആരും തർക്കിക്കൂല. പക്ഷെ തർക്കമുണ്ടായത് അള്ളാന്റെ ഉലൂഹിയത്തിലാ. അള്ളാഹു ഇലാഹാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അള്ളണ്ട് എന്ന് പറയാൻ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ പറയേ, ലോകത്തോട് പറയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നരേന്ദ്രമോദിയോട് പറയും, അള്ളാഹ് ഞങ്ങൾ അംഗീകരിക്കും. അപ്പോ അത് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്. അതേ ഏതോ ഒരു സാമുദായിക വർഗീയ സ്വഭാവത്തിൽ മതപരിവർത്തനത്തിന്റെ അർത്ഥത്തിലെല്ലാം പറഞ്ഞത്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സമൂഹങ്ങൾ, മൂല്യങ്ങൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. എവിടെയും അസ്വസ്ഥതകൾ, കള്ളക്കടത്ത്, കൈക്കൂലി, അഴിമതി, പലിശ, പെണുവാണിഭം, യുദ്ധങ്ങൾ, കലാപങ്ങൾ, വിലക്കയറ്റം, പട്ടിണി, ദാരിദ്ര്യം, അടിമത്തം, അധിനിവേശങ്ങൾ. എവിടെ നന്മയുള്ളത്? ലോകത്തെവിടെ നന്മയുള്ളത്? ഇത് തിരുത്താൻ കഴിയുന്നവർ ആരാ ലോകത്തുള്ളത്? ലോകത്തൊന്ന് നിലനിൽക്കുന്ന ഈ നിറികെട്ട സാമൂഹിക വ്യവസ്ഥിതിയെ, അതിന്റെ ഫലങ്ങളെ, അതിന്റെ നിലപാടുകളെ വെല്ലുവിളിക്കാൻ കഴിവുള്ളവർ ആരുണ്ട്? ലോകത്തെ രണ്ട് സംഗതികളാണ് വലുത്. ഒന്ന് മതപരമായിട്ട് വലുത് ക്രിസ്ത്യാനിറ്റിയാണ്, അത് തോറ്റിരിക്കുന്നു. ഒരിക്കലും ഒന്നും ചെയ്യാനില്ല. ക്രിസ്ത്യാനിറ്റിക്ക് എന്താ പണി? യൂറോപ്പും അമേരിക്കയും ക്രിസ്ത്യാനിറ്റിയുടെ ശാസ്ത്രവും സയൻസും സമ്പത്തും ഒക്കെ ഉള്ളവരാ. പക്ഷെ അവരാണ് ലോകത്തെ ദുരിതത്തിലാക്കുന്ന എല്ലാ വൃത്തികേടുകളും, ആഗോളീകരണം, ഉദാരീകരണം, കമ്പോളീകരണം, IMF, ADB, പരിസ്ഥിതി തകർച്ചകൾ, കാലാവസ്ഥയെ അട്ടിമറിക്കൽ, കാർഷിക അന്തക വിത്തുകൾ, സമൂഹത്തിന്റെ മൂല്യങ്ങൾ എല്ലാത്തിനെയും തകർക്കുന്നത് ആരാ? അമേരിക്കയും യൂറോപ്പും. നമ്മളൊക്കെ അതിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യകളെയും ഗുണം. നമുക്കതിന് മാറിക്കാൻ പറ്റണില്ല. നമ്മൾ അതിന്റെ കൂടെ ഓല് തൊളിക്കുന്നോടേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ അത് നടത്തുന്ന ആളുകൾ നമ്മളല്ല, അതിന്റെ റിമോട്ട് അവരാ. ഇതിനെതിരെ ക്രൈസ്തവ ലോകത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് വന്നിട്ടുള്ളത്? ക്രൈസ്തവതയ്ക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാ മതങ്ങളുടെയും, കൃത്രിമ മതങ്ങളുടെ, ജീവനില്ലാത്ത മതങ്ങളുടെയൊക്കെ പരാജയത്തിന്റെ ലക്ഷണമാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, നട്ടെല്ല് പോയ മതം, കഴുത്തൊടിഞ്ഞു പോയ മതം. മതം എന്ന് വെച്ചാൽ മതം അവിടെ ഉണ്ട്, പക്ഷെ കഴുത്തൊടിഞ്ഞിരിക്കണം. ആള് കിടക്കുന്നുണ്ട്, എന്ന് പറഞ്ഞിട്ട് വലിച്ചിട്ട് വെള്ളം കൊടുത്താൽ പോലും മൂപ്പർക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നതുപോലെ ക്രൈസ്തവതയും ഹൈന്ദവതയും ഇസ്ലാമും ആ ഗതികേടിലല്ല. പക്ഷെ ഇസ്ലാം മയങ്ങി കിടക്കുക. ഇസ്ലാമിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ബോധം കെട്ട് കിടക്കുകയാണ്. ഏത് നിമിഷവും ബോധം തെളിഞ്ഞാൽ എഴുന്നേൽക്കാനും പ്രകടിപ്പിക്കാനും പ്രതികരിക്കാനും പ്രവർത്തിക്കാനും പ്രയോഗിക്കാനുമുള്ള കേൾപ്പി ഇസ്ലാമിനുണ്ട്. അതിന് പറ്റുന്ന ഉജ്ജ്വലമായ ഭരണഘടന ഖുർആനും തിരുസുന്നത്തുണ്ട്. ഇത് ലോകത്തൊരു മതത്തിന്റെ കയ്യിലുമില്ല. എല്ലാ മതങ്ങളും അതിൽ തോറ്റിരിക്കുന്നു. ഇപ്പോ ഇസ്രായേൽ രണ്ടാമത് പൊന്തിച്ചുകൊണ്ടിരുന്നപ്പോ ഈ നരേന്ദ്രമോദിനെയാ. വെറുതെ ഒന്നുമല്ല മോഡിനെ എങ്ങനെ കൊണ്ടുനടക്കണം. മോഡിനെ അമേരിക്ക പൊളിയും. അമേരിക്ക പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക നേതാവാക്കി ഇയാൾ അവതരിപ്പിക്കാനുള്ള കള്ള ശ്രമപ്പ് ലോകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ വാഴ നാടായ നാട് മുഴുവൻ ഇയാൾ എങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട്. ഇതൊക്കെ ഇസ്രായേൽ അജണ്ടയാ. അപ്പൊ വേറെ പഠിച്ചോ നിങ്ങള്. സൂര്യ നമസ്കാരത്തിന് വെറുതെ ഒന്നുമല്ല. യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞാൽ യഹൂദ നിയന്ത്രിക്കുന്ന സ്ഥല. അവിടെ ഞാൻ ഓല് വിചാരിച്ച എന്തും നടക്കും. ഈ സൂര്യമസ്കാരവും യോഗാസനവും ഒക്കെ ലോകാടിസ്ഥാനത്തിൽ അംഗീകരിപ്പിക്കുന്നത് ഈ സംഘപരിവാർ പ്രൊമോട്ട് ചെയ്യുന്ന ഹൈന്ദവതയെ വളരെ അപകടകരമായിട്ട് ലോകത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാനാ. ഈ ഹൈന്ദവതയ്ക്ക് എന്താ ഉള്ളത്? ഇന്ത്യയിലെ ഹൈന്ദവത എവിടെ കിടക്കണം? ജാതീയത, വംശീയത, സവർണവൽക്കരണം, അങ്ങനെ തുടങ്ങിയിട്ട് അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. കഴിഞ്ഞ 5000 വർഷമായി ഇന്ത്യ നിൽക്കുന്നിടത്തുന്ന ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങൾ മുതൽ നമ്മുടെ തമിഴ്നാടും കേരളത്തിലടക്കം. ആരാണ് പണിക്കരും വെള്ളാപ്പള്ളിയും തമ്മിലിരിക്കുവോ? കാരണം എന്താ? ഒന്ന് ഈഴവനാണ്, ഒന്ന് നായരാണ്. ഇതിപ്പോ നായരും ഈഴവനും മനുഷ്യനല്ല. പണ്ട് ശ്രീനാരായണ ഒരു ട്രെയിന് പോകുമ്പോ ഒരു ചങ്ങായി ചോദിച്ചു. അപ്പൊ വലിയൊരു സവർണനായ ഒരു ചങ്ങായി കയറി, വലിയ ഉയർന്ന ജാതിക്കാരൻ. അപ്പൊ മൂപ്പർക്ക് ഇപ്പൊ ഇത് മനസ്സിലായി, ഇവൻ താഴെ ജാതിക്കാരനാണ്. ആര്? ശ്രീനാരായണ ഗുരു. അപ്പൊ ഇങ്ങനെ കുറെ നേരം നോക്കി ഇങ്ങനെ ഇരുന്ന്, അല്ല ഏതാ ജാതി എന്ന് വെച്ച്. അപ്പോ ഇയാള് ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് മനസ്സിലാവുമെന്ന് ചോദിച്ചു ശ്രീനാരായണ ഗുരു. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മനുഷ്യജാതി പെട്ടവനാണ് ഞാൻ. അത് തിരിഞ്ഞിട്ടില്ലല്ലോ. നോക്കിയിട്ട് ജാതി ചോദിച്ച് നടക്കാണ്. കണ്ടിട്ട് മനസ്സിലാകാത്ത പറഞ്ഞാൽ മനസ്സിലാവോ? ഈഴവനാണ്, പറയനാണ്, പൊലയനാണ്, ബന്ധകോസ്താണ്, ഭാവാകക്ഷിയാണ്, കറുത്തോനാണ്, വെളുത്തോനാണ്. ഇതാണ് ഇയാൾക്ക് പറയേണ്ടത്. അത് ഈ ജാതി താഴ്ന്നവനാ, ഞാൻ മുന്തിയവനാ, അതുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുക ഇതാണ് പറയണത്. ഇസ്ലാം അതിന്റെ നെഞ്ഞത്തടിച്ചിട്ടുണ്ട് അത്തരം വാദങ്ങളെ. ഇപ്പോ ക്രിസ്ത്യാനികളുടെ മതം, ഈ പറയന്മാരും പൊലയന്മാരും ഒക്കെ മതം മാറി. അപ്പോ ഓല പറയലെന്താ? മാത്യു പറയൻ, ചാക്കോ പുലയൻ. ഇസ്ലാമിൽ അങ്ങനെ മുഹമ്മദ് പറയൻ, അബൂബക്കർ പുലയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കലുണ്ടാരെങ്കിലും ഒരു പുലയനും പറയനും ഏത് പാവപ്പെട്ട ഒരു സാധനം ഇസ്ലാമിലേക്ക് വന്നാലും ഓൻ പിന്നെ നമ്മളെപ്പോലത്തെ പൗരനായി. സംഘപരിവാറിന്റെ ഗർവാപ്പസിയുടെ മൊനയൊടിക്കാൻ കള്ളക്കാപട്യത്തിന്റെ എല്ലാ അടിവേരും പൊളിക്കാൻ പറ്റുന്ന ഇസ്ലാമിന്റെ മൂല്യം. സ്വാമി വിവേകാനന്ദ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇതില്. അതാ വരുന്നു മുഹമ്മദ്, സമത്വത്തിന്റെ പ്രവാചകൻ.
എല്ലാ മനുഷ്യരും ഒരു ചീർപ്പിലെ പല്ലുകൾ പോലെ സഹോദരന്മാരാണ്, ഒരമ്മയുടെ ഒരു ഉമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ ഒരു ദർശനത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് ലോകത്താരെ പറയാൻ പറ്റുക? മനുഷ്യന്റെ സാമൂഹികത, മനുഷ്യനൊക്കെ ഒന്നാണ്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഇസ്ലാം ഇന്ത്യയുടെ കയ്യിലുണ്ട്. ആ ഇസ്ലാമിന്റെ അത്തരം മൂല്യങ്ങളെ നമ്മൾ ആരിലേക്കാ കൊണ്ടുവന്ന് കൊടുക്കുന്നത്? ആർക്കാ നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങളാണോ? നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ പണി തന്നെയാണ്. മേ ബി അതാ ചെയ്ത് ശത്രുവിനും മിത്രത്തിനും തുല്യമായിട്ട് ഇസ്ലാമിന് കൊടുത്തു. വാ, ഇങ്ങോട്ട് വാ, ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കാഫർ. മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി ആകാൻ പറ്റൂല, ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കാഫർ. മുസ്ലിം അല്ലാത്തവരൊക്കെ കാഫറാണ്, അല്ലാതെ മുസ്ലിം അല്ലാത്തവരൊക്കെ ഹിന്ദു ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് RSS അല്ല ആവേണ്ടത്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കാഫർ ഇല്ല ഇവിടെ ദുനിയാവിൽ, കാഫർ ഇല്ല. എവിടെ കാഫർ ഉള്ളത്? നമ്മൾ വിചാരിക്കണ കാഫർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ കാഫർ. പണ്ട് അരുൺ ഷൂർ വലിയ ബുദ്ധിജീവിയാണ്, ഉപരി കേസ് കൊടുത്തിരുന്നു, വിറ്റഴിക്കൽ വകുപ്പ് മന്ത്രി. ഇപ്പൊ ഒരു കുട്ടി അൾസൈമേഴ്സ് വന്നിട്ട് ഉപരി ഇങ്ങനെ കിടക്കണം. വല്ലാത്ത ജീവിതത്തിന്റെ വലിയ പരീക്ഷണത്തിലാണ് അരുൺ ഷൂർ ഉള്ളത്. നല്ല ബുദ്ധിജീവിയാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ ബുദ്ധിജീവികളിൽ ഒരാളാണ്. നരേന്ദ്രമോദിനൊക്കെ അടുത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്തല്ലോ ഇയാൾ എന്ത് പണി എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് നല്ല വിഷയം. പക്ഷേ ഇയാളത് കൽക്കട്ട ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. എന്ത്? കാഫറുകളെ കൊല്ലണമെന്ന് ഖുറാനിലുണ്ട്, അതുകൊണ്ട് ആ ഖുറാൻ നിരോധിക്കണം ഇന്ത്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അദ്വാനി അതിനെ സപ്പോർട്ട് ചെയ്തു വന്നു. കാരണം കാഫറിനെ കൊല്ലണം എന്ന് പറയുന്ന ഖുർആനാണ്. അപ്പൊ ഓല് വിചാരിച്ചെന്ത്? ഓലന്യ കാഫർ എന്ന്. ആര്? ഓലൊക്കെ കാഫറാണെന്ന്. നമ്മളും അങ്ങനെ തന്നെ വിചാരിച്ചു. കാരണം എന്താ? ഓല് ഓതിയിട്ടില്ല, നമ്മളും ഓതിയിട്ടില്ല. എന്താണ് കാഫർ എന്ന് ഓൽക്കും അറിയില്ല, നമ്മക്കും അറിയില്ല. അപ്പൊ ഓല് വിചാരിച്ച ഓലെന്നെ കാഫർ, നമ്മളും വിചാരിച്ച ഓലെന്നെ. നമ്മളെന്താ വെട്ടാൻ പോകാത്തെന്ന് വെച്ചാൽ നമുക്ക് വാളെടുക്കാനുള്ള കെൽപ്പില്ല. എടുക്കുമ്പോൾ തന്നെ നമ്മൾ വീണു. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോ എടുക്കണില്ല എന്നുള്ളത് തൽക്കാലം. എടുക്കാനെങ്ങാനും കിട്ടുന്ന തലയൊക്കെ വെട്ടി, വെട്ടാത്ത തലയിലൊക്കെ തൊപ്പിടിച്ച് അടിയിലുള്ള സുന്നത്തും കഴിച്ച് ഇല്ല അമ്പലവും പള്ളിയൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് മക്കബറയും പള്ളിയൊക്കെ ഉണ്ടാക്കി ഇത് പോടെ പറഞ്ഞിട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു ഇസ്ലാം ആരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വളരെ മാരകമായ ഇസ്ലാം. ഒരിക്കൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ വിചാരിച്ച്? മുഹമ്മദ് നബി, മുഹമ്മദ് ബിൻ കാസിം, മുഹമ്മദ് ഗോറി, മുഹമ്മദ് ബാബർ, അവസാനം പോയി മുഹമ്മദ് അലി ചിന്നിയും. ഇന്ത്യക്ക് കൊടുത്ത വിലക്ക് വല്ല കണക്കുണ്ടോ? ഈ മുഹമ്മദ് എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് തോലച്ച് പൊളിച്ച് ആക്രമിച്ച് കടന്നുപോയി. ഓരോ മുഹമ്മദും അവർക്ക് ഭീകരതയുടെ പര്യായ. മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് RSSകാരുടെ ക്ലാസ് കിട്ടുന്നത്. നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയാൻ നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളടുത്തുനിന്ന് കണ്ടാലൊക്കെ തോന്നൂല്ല. നിങ്ങൾ ഓനെ കൊല്ലാൻ നടക്കണം. RSSകാരൻ വെട്ടുന്നുണ്ടോ? വെട്ടിയാ വെട്ടണം, ഇങ്ങോട്ട് വെട്ടിയാ വെട്ടണം. ഇതല്ലേ ഞാനും കൂടെ ഇപ്പൊ പഠിക്കണത്. അതൊരു ധൈര്യത്തിന് വെട്ടാനൊന്നും അനുമതിയില്ല. ആ ന്യായപ്പം ഞാൻ പറയുന്നത്, ഇന്ന വെട്ടുമ്പോ ഇരിക്കും വെട്ടാം, അല്ല ഇന്നവിടെ വെട്ടിപ്പോയാൽ അതിന് ശേഷം പോയിട്ട് വേറെ ആളെ വിട്ടിട്ടുണ്ടല്ലോ. ഇതിന് ഇസ്ലാം അനുമതി കൊടുത്തിട്ടില്ല. അത് ഭരണകൂടം ചെയ്യേണ്ട പണിയാണ്. സൈനികമായി കരുത്തുള്ള രാഷ്ട്രീയ വിഭാഗം ചെയ്യേണ്ട പണിയാണ്. വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സംഘടനകൾക്കോ ആയുധമെടുക്കാൻ ഇസ്ലാം ഒരു പെർമിറ്റ് എവിടെയും കൊടുത്തിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയ ഭരണാധികാര സംവിധാനങ്ങൾ ഉണ്ടാവണം. അതല്ലാതെ എടുത്ത എല്ലാ ആയുധങ്ങളും ആ സംവിധാനങ്ങളെയും സംഘടനകളെയും നാടിനെയും സമൂഹത്തെയും തുരച്ചിട്ടേ ഉള്ളൂ, എടുക്കാൻ പാടില്ല. അറിയാതെ നമുക്ക് ദേഷ്യമുണ്ട്. ഗുജറാത്ത് കലാപൊക്കെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മുമ്പ് വായിച്ച് ഒരു ഉമ്മ കേസ് പറയണത്, ഈ കാബാലികന്മാര് പിന്നാലെ കൂടുകയാണ്, ഇവരുടെ പിന്നാലെ 3 പെൺകുട്ടികളെ കിട്ടി ഉമ്മ ഓടുകയാണ്. കിട്ടിയ ആദ്യം ബലാത്സംഗം, കൂട്ടബലാത്സംഗങ്ങളാരും കയറിയത്. എല്ലാ യുദ്ധത്തിലും വർഗീയ സാമുദായിക സംഘർഷങ്ങളിലും നടക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് മാനവംഗവും ബലാത്സംഗം എന്ന് പറയുന്നത്. കൊള്ളയും പിന്നെ കൊല്ലലും. 3 പെൺകുട്ടികളെയും പിടിച്ചിട്ട് ഓട്ടത്തിനിടയിൽ എവിടെ വെച്ചിട്ടോ ഒരു പെൺകുട്ടി കയ്യുമെന്ന് വീണ്. ഒരു ഉമ്മാക്ക് എത്ര കുട്ടികളെ പിടിച്ച് പായാൻ പറ്റും? വഡോദരയിലെ കലാപം നടന്ന സന്ദർഭത്തിൽ. എന്നിട്ട് അവസാനം അവര് ഒരു എന്തോ ഒന്നിന്റെ മറവിൽ ഉമ്മയും 2 കുട്ടികളും കൂടി അങ്ങനെ കോഴിക്കുട്ടികളെ പതുങ്ങിയ മാതിരി പതുങ്ങി. സ്വന്തം അതിന്റെ എന്തോ ഒരു പഴുതിൽ കൂടെ അവരെ കാണുകയാണ്. സ്വന്തം മകളെ കണ്ണു മുന്നിലിട്ടിട്ട് അവർ മാനഭംഗം ചെയ്യുന്നതും തീയിട്ട് ചുട്ടിരിക്കുന്നതും. എന്നിട്ട് ആ ഉമ്മ പിന്നീട് പറയാണ്, എന്റെ അനുഭവത്തിലെ, അതായത് ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഞാൻ പരാജയപ്പെട്ടു പോയ ഒരു ഉമ്മാക്കും ഇത് കണ്ടെക്കാൻ കഴിയില്ല. പക്ഷേ ഞാനെങ്ങാനും അനങ്ങിയാൽ അവള് മാത്രമല്ല എന്റെ ഈ 2 മക്കളും ഞാനും അടക്കം, എന്റെ ഈ 2 കുട്ടികളും ഞാനും അടക്കം. അതുകൊണ്ട് മൗനം തന്നെ. ഉമ്മ എന്നുള്ള നിലക്ക് എന്റെ മകളോട് എന്റെ മക്കളോട് എന്ത് ചെയ്യണം എന്ന് ചെയ്യാൻ കഴിയാതെ ഞാൻ തോറ്റുപോയ നിമിഷം. പിന്നീട് സങ്കടത്തിൽ അവർ പറയണതൊക്കെ ഇതൊക്കെ ചെയ്തോമാരായി ഇവന്മാര് ഓലത്ര പുണ്യാളന്മാരൊന്നുമല്ല. അതിന് പകരം എന്താ? ഓലെ പെണ്ണുങ്ങളെ പിടിക്കുക. എന്നിട്ട് നമ്മളും അങ്ങനെ ചെയ്യും. ഇതാ ഇസ്ലാമിന്റെ ബദല് ആണോ? കൊന്നതിന് കൊല്ല്. ഞാൻ പറയും ഇതല്ല വഴി. വഴിയുണ്ട്. എന്താണ് ആ വഴി? ഇതാണ് അബൂജഹലിനെ ഇസ്ലാമിലേക്ക് വിളിക്കുക, അബൂലഹബിനെ വിളിക്കുക, ഉത്തുബത്തിനെ വിളിക്കുക, അബൂ സുഫിയാനെ വിളിക്കുക, അബൂ താലിബിനെ വിളിക്കുക, ഉമറിനെയും വിളിക്കുക. ഉമറിനെ വിളിച്ചു. നിങ്ങൾ വിളിക്കുക, നരേന്ദ്രമോദിനെ വിളിക്കുക, ഇസ്ലാമിലേക്ക് വിളിക്കുക. നിങ്ങളെ നേതാക്കന്മാരെന്താ വിളിക്കാത്തത്? നിങ്ങളെന്താ വിളിക്കാത്തത് ഇസ്ലാമിലേക്ക്?
ഏത് ഫിർഔനാണെങ്കിലും ചെല്ലാനല്ലേ പറഞ്ഞേ ഖുർആൻ. ഇത് ഹബിലാ ഫിർഔൻ, ചെല്ല് ഫിർഔന്റെ അടുത്തേക്ക് ചെല്ല്. വലിയ ഒബാമയാണ്, ആയുധമുണ്ട്, സയൻസ് ഉണ്ട്, സമ്പത്തുണ്ട്, ഇത് നോക്കണ്ട, ചെല്ല്. ചെന്നിട്ട് പറയും, ഇനി റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ ദൂതനാണ്. മിസ്റ്റർ ഫറോവ പറയുന്നത് കേൾക്കണം, എനിക്ക് നല്ലതേ പറയാനുള്ളൂ, നിങ്ങൾ എന്റെ കൂടെ വാ. നിങ്ങളുടെയും എന്റെയും ഗുണമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും നിങ്ങൾ തോൽക്കും. നിങ്ങളോട് സ്നേഹമുണ്ട് എനിക്ക്. നിങ്ങൾ നരകത്തിൽ കത്തുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല. ശരിക്കും ഇത് കാപട്യത്തിന്റെ വർത്താനല്ല. ഒരു മനുഷ്യൻ നരകത്തിൽ എരിയുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വാ. ഫിറഔൻ വരൂല എന്നുള്ള അള്ളാഹ്ക്കറിയാം. പക്ഷെ എന്നാലും പോകാൻ പറഞ്ഞ്, സലീമേ പോ, ഫിറൗനോട് ചെന്ന് പറയും. പിന്നോട് നിങ്ങളോടും പറയാം, ഇവിടുത്തെ ബിജെപിക്കാരനോട് ചെന്ന് പറയും, കമ്മ്യൂണിസ്റ്റുകാരനോട് ചെന്ന് പറയും, കോൺഗ്രസ്സുകാരനോട് ചെന്ന് പറയും, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയും. നബി ചെയ്ത പണി തന്നെയല്ലേ മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണിയത്. 1-ാം തീയതി മുതൽ പ്രവാചകൻ ചെയ്ത പണിയാണത്. 1-ാം തീയതി എല്ലാ പ്രവാചകന്മാരും ഇതാ ചെയ്ത്. എത്ര വലിയ മോഡിയാണെങ്കിലും, എത്ര വലിയ ഒബാമയാണെങ്കിലും, എത്ര വലിയ ഫിർഔനും ഹാമാനും അബൂലഹബും അബൂ സുഫിയാനുമാണെങ്കിലും ശരി, ചെല്ല. മത, രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ഒന്നും നോക്കാതെ ചെന്നിട്ട് ഇസ്ലാമിനെ അങ്ങോട്ട് പറയാ, വാ അങ്ങോട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? സംശയമൊന്നുമില്ല. ഉമയ്യത്ത് ബിൻ ഖലഫ് പോവും. ബദറില മൂപ്പരെ വിട്ടി. ഉമയ്യത്ത് ബിൻ ഖലഫ് ചത്തു വീണത്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മകനാണ് അതിലേക്ക് പോണില്ല. പിന്നെ ആ ചരിത്രം ആ വഴിക്ക് പോവും. യുദ്ധത്തിലെ സ്വന്തം മകൻ മുസ്ലിമും വാപ്പ അപ്പുറത്ത് കാഫിറ മുശ്രിക്കുമായിട്ടുണ്ടായിരുന്നത്. മകന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഉത്ബ ഉമയ്യത്ത് ബിൻ ഖലഫ് വെട്ടേറ്റ് വീഴണതൊക്കെ. ഒക്കെ വലിയ സംഭവങ്ങളാ. എന്നിട്ട് അബൂഹുദൈഫ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ റസൂല് ചോദിച്ചു, അബൂഹുദൈഫ അനക്ക് വാപ്പ മരിച്ചതിൽ ഭയങ്കര വിഷമമുണ്ടല്ലേന്ന്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, നബിയെ, ഞാൻ വിചാരിച്ചു നിന്റെ വാപ്പാക്ക് നല്ല ബുദ്ധി ഉണ്ടെന്ന്. ഉണ്ടായിരുന്നു. എന്തിനു മുന്നിൽ കാണുന്ന ആളായിരുന്നു. ഖുറൈശികളുടെ കൂട്ടത്തിൽ അസാമാന്യമായ പ്രഭാവം കാണിച്ചിരുന്ന ആളാ. പക്ഷെ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു ഞാൻ വിചാരിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ ആ പരിണതിയിലാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് സ്വന്തം വാപ്പയെക്കുറിച്ച് സങ്കടപ്പെടുന്ന അബൂഹുദൈഫ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞത്, ഉമയ്യത്ത് ബിൻ ഖലഫ് പോയി, പക്ഷെ ഉമറിനെ കിട്ടി. ഉമർ ആരാ? റസൂലിന്റെ തലയെടുക്കാൻ പുറപ്പെട്ട ആളാ. എവിടെടാ മുഹമ്മദ്? ഓന്റെ തല ഞാൻ കൊയ്യും. നമ്മുടെ ദൈവങ്ങളെ ചീത്ത വിളിച്ച്, പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്ത്, കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ച്, ഈ നാടിനെ വിഭജിക്കാൻ തീരുമാനിച്ച രംഗത്ത് വന്ന മുഹമ്മദ് തല ഞാൻ എടുക്കുന്ന പറഞ്ഞു. കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നരേന്ദ്രമോദിയൊക്കെ തന്നെ അന്യല്ലേ സംഗതി. ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇസ്ലാമിന്റെ പ്രബോധകന്മാരെയും പ്രവാചകന്മാരെയും കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് പുറപ്പെട്ടത്. ആ ഉമറിനെ പിന്നെ ചരിത്രത്തിൽ നമ്മൾ എവിടെയാ കണ്ടത്? നിങ്ങൾ ശരിക്കും ഒരു മറുപറ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇസ്ലാമിന് നല്ല ബോഡി ലാംഗ്വേജ്, നടത്തടക്കം യുഎൻ മാനേജ്മെന്റ് ഗ്രൂപ്പ് പറയുന്ന മാതിരിയാ. വേറെ അനക്കൽ പോലും പറയണ മാതിരി ചെയ്യുള്ളൂ. അത്രയും പേഴ്സണാലിറ്റിയുടെ 100% ക്ലിയർ ചെയ്ത് അമിത്ഷായും മൂപ്പരും കൂടി അരങ്ങ് തകർക്കാണ് ഇപ്പൊ ഇന്ത്യയിലെ. ആ ഒരാളെ നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നരേന്ദ്രമോദി ഇസ്ലാമിലേക്ക്. എന്തായിരിക്കും ഇസ്ലാമിന്റെ ഒരു അവസ്ഥ? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബും ഉമർ ബിൻ ഖത്താബും ഇസ്ലാമിലേക്ക് വന്നപ്പോണ്ടായ ഇസ്ലാമിന്റെ ഒരു 10 മടങ്ങ് ശക്തിയുണ്ട്, ഒരു കരുത്തുണ്ട് എന്നതുപോലെ നമ്മൾ ആലോചിക്കുക. നമുക്ക് മോഡിനോടൊപ്പം ദേഷ്യമല്ല വേണ്ടത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ചെങ്ങായിന് ഇസ്ലാമിന് കിട്ടൂ. ഇത്രയും കുതന്ത്രശാലിയായ, ഇത്രയും സാമർത്ഥ്യം കാണിക്കുന്ന, ഇത്രയും ആഴത്തിൽ അധോലോകത്തിൽ പണിയെടുക്കുന്ന ഇവന്റെ ബുദ്ധി, ഇവന്റെ ശക്തി, ഇവന്റെ വിവരം, ആസൂത്രണം ഇസ്ലാമിനൊന്ന് കിട്ടുകയാണെങ്കിൽ നാട് നന്നാവൂലോ. അതുകൊണ്ട് നരേന്ദ്രമോദി ഒന്ന് വേണ്ട, മോഡി വേണ്ട, അമിത്ഷാ മതി. സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ വോട്ട് പിടിക്കണം എന്നുള്ളതിന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച രസതന്ത്രം പ്രയോഗിക്കുന്നവൻ അമിത്ഷാ. അറിയോ നിങ്ങൾ? ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പ്രവീൺ തൊഗാഡിയെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതാണ് സാമൂഹിക കൃഷി ചെയ്യുക, സമൂഹങ്ങളെ ഭിന്നിപ്പിച്ചിട്ട്. അമിത്ഷാ ഏറ്റെടുത്തതിന് ശേഷം അയാൾ എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ കലാപം ഉണ്ടായിട്ടുണ്ട്. വളരെ വൃത്തിയുള്ള കലാപങ്ങൾ സമൂഹത്തിനുണ്ട് ശിഥിലീകരിക്കും. ഇത് മുസ്ലിം, ഇത് ഹിന്ദു, അത് നായര്, ഇത് ഇടവര്, ഇത് പെന്തക്കോ, ഇത് കത്തോലിക്കര്, ഇത് മാണി, ഇത് ക്രിസ്ത്യാനികൾ, ഇത് പഞ്ചാബികൾ, ഇത് ബംഗാളികൾ. എങ്ങനെ തിരിച്ചിട്ടും മുറിച്ചിട്ടുമാണോ നമുക്ക് ഗുണം ലഭിക്കുന്നത്? കേരളത്തിൽ ഇപ്പൊ അത് പ്രയോഗിച്ചു അയാൾ ഈ ഇലക്ഷനോടുകൂടി.
നാരായണപ്പണിക്കർ കനിഞ്ഞുകൊണ്ടാ കോൺഗ്രസ്സുകാരൻ തടിയപ്പിയത്, അല്ലാതെ കോൺഗ്രസിന്റെ പുണ്യം കൊണ്ടൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. നാരായണപ്പണിക്കർക്ക് പറ്റിയിട്ടില്ല, മറ്റേ സുകുമാരപ്പണിക്കർക്ക് പറ്റിയിട്ടില്ല. എന്ത് തൊഗാടിയാവെന്നും കണ്ട് ജാതിയിൽ താഴ്ന്ന ഈടവനായ വെള്ളാപ്പള്ളിക്ക് മെഡിക്കൽ കോളേജും കുന്തറാണ്ടൊക്കെ കൊടുത്ത മൂപ്പർക്ക് പറ്റിയില്ല. ഇന്ന പോലത്തെ വലിയ ജാതിക്കാരോട് ഉണ്ടാകുമ്പോൾ ഞമ്മക്ക് തരാതെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അല്ലെങ്കിൽ അയാളെങ്ങാനും മറുത്തു പറഞ്ഞാൽ 20,000 നായർ വോട്ടും പറഞ്ഞിരുന്നെങ്കിൽ ബിജെപിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കുമായ മതേതരത്വത്തോട് അസാമാന്യമായ സ്നേഹമുള്ളതൊന്നും അല്ലാതെ അവരുടെ ജാതീയ വംശീയ കുറുമ്പിന്റെ ഭാഗമായി കിട്ടുന്ന അപ്പത്തെ ലാഭത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച അതിപ്രഗത്ഭനാണ് മിസ്റ്റർ അമിത് ഷാ. തെരഞ്ഞെടുപ്പ് അയാളെ ഇസ്ലാമിന് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിക്ക്. അള്ളാഹുവേ, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക, രണ്ടാലൊന്നിന്, ഒന്നിക്കൽ അമിത് ഷാ അല്ലെങ്കിൽ മോഡി, രണ്ടിലൊന്നിന് അള്ളാഹുവേ നീ ഇസ്ലാമിന് തരണം. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, റസൂല് പ്രാർത്ഥിച്ചതാ. രണ്ടാലൊരു ഉമറിന് നീ ഇസ്ലാമിന് തരണം. ഒന്നാരാ? നബിനെ കൊല്ലാൻ പുറപ്പെട്ട ഉമർ ബിൻ ഖത്താബ്. മറ്റേ ഉമർ ആരാ? സാക്ഷാൽ അബൂജഹൽ, താനി തെമ്മാടി. ഇസ്ലാമിന്റെ ഓരോ ബദർ യുദ്ധം വരെ അതിലാ കത്ത് വീണത്, അതുവരെ ഇസ്ലാമിന്റെ കണ്ട ഓടാലി. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏറ്റവും കർക്കശമായ സമീപനം സ്വീകരിച്ച രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അബൂലഹബും. അബൂലഹബ് നബിന്റെ ആളന്നെയാ, അത് വേറെ പഠിക്കണം. നബിന്റെ അളാപ്പിയാണ്. നമ്മളെ അറബികൾ തന്നെയുള്ളപ്പോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നത് ആരാണ്? ഇഖ്വാനുൽ മുസ്ലിമൂന് ജയിലിൽ കൊടുക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ തൂക്കിക്കൊല്ലണമെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ തന്നെയാണ്, ഹിന്ദുക്കളല്ലേ ഇങ്ങനെ. എന്നപോലെ അബൂലഹബിനാണ് നബിയോട് ഏറ്റവും ദേഷ്യം ഉണ്ടായിരുന്നത്, സ്വന്തം കുടുംബത്തിൽ. എന്നതുപോലെ അബൂജഹൽ, ആ അബൂജഹലാണ് ഒന്നാമത്തെ ഇസ്ലാമിലെ രക്തസാക്ഷി പെണ്ണ സുമയ്യ റളിയല്ലാഹുവിന്റെ പള്ളമ്പിൽ കുന്തം കുത്തിയിട്ട് കൊന്നു. മഹാനായ അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹുവിനെ വെട്ടി വീഴ്ത്തി കുന്തം കൊണ്ട് കുത്തി കൊന്നു. ആര്? ഈ അബൂജഹല്. ഈ അബൂജഹലിനെയാണ് റസൂൽ പ്രാർത്ഥിക്കുന്നത്. എന്ത് പടച്ചോനെ, ഈ രണ്ടാലൊന്നിനെ ഇസ്ലാമിന് കിട്ടണം. രണ്ടാൽ ഉമർ എന്നുള്ളത് അദ്ദേഹത്തിന് അമ്ർ ഇബ്നു ഹിഷാം എന്നുള്ള പേരിൽ അബൂജഹലിനുണ്ടായി, അമ്ര എന്നുള്ള പേരിലും വിളിക്കുക. രണ്ടാലൊരു ഉമർ, ഒന്നുകിൽ ഈ ഖത്താബിന്റെ മകൻ ഉമർ, അല്ലെങ്കിൽ ഈ അബുൽ ഹക്കം എന്ന് പറയുന്ന അബൂജഹൽ. രണ്ടിലൊരാൾ അള്ളാഹു നീ ഇസ്ലാമിനെ തരണം. റസൂല് പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ. നരേന്ദ്രമോദി തൊലയട്ടെ, അമിത് ഷാ മുടിയട്ടെ, അതുപോലെ തന്നെ സകല RSS മുടിയട്ടെ, ഇങ്ങനെയല്ലേ നമ്മൾ പറയാ. നമുക്ക് ദേഷ്യം നിന്നാൽ എങ്ങനെയാ? റസൂല് വൈകാരികമായിട്ട് ഒന്നിനും വീണിട്ട് വേണ്ട, ഒബാമന മതി. ഇന്നിപ്പോ ലോക രാഷ്ട്രീയ ഘടന അത്യാവശ്യം വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. മുപ്പര കാര്യമൊന്നും നടക്കൂല. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഒരു കോമാളി സാധന. അതിന്റെ ഭരണഘടന പറയുന്നത് നടക്കുള്ളൂ, അല്ലാതെ ഒരു വ്യക്തിക്ക് അതിൽ അപ്രമാദിത്വമൊന്നുമില്ല. ഒബാമയ്ക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അതിന്റെ ഒന്നാമത്തെ പ്രഭാഷണമൊക്കെ ഉണ്ട്, അയ്യാ ഉദ്ധരിക്കണമെന്നില്ല. നല്ല പ്രഭാഷണമായിരുന്നു അത്. സംഘർഷമല്ല വേണ്ടത്, സംവാദങ്ങളാണ് വേണ്ടത്, സൗഹാർദ്ദമാണ് വേണ്ടത്. അതുപോലെ തന്നെ സംഘർഷങ്ങളല്ല വേണ്ടത്, സൗഹാർദ്ദവും സമാധാനവുമാണ് നേരെ നിൽക്കേണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകവുമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ ഞാൻ അഫ്ഗാനിൽ നിന്നും ഇറാഖിൽ നിന്നും അമേരിക്കൻ സേനയെ പിൻവലിക്കാൻ പോവാണ്. ഇങ്ങനെ പുതിയ ലോകഘടനയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഒബാമക്ക്. പക്ഷെ ഇസ്രായേൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. മൂപ്പരെയും വെള്ളം കുടിപ്പിച്ച, അതിനൊക്കെ വേറെ രാഷ്ട്രീയ ഡയലേക്ക് പങ്കെടുത്ത് പോണില്ല. ഇസ്രായേലിന്റെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് അയാളെ അടക്കം വരച്ച വിലയിൽ നിർത്തി. ആ ഒബാമയ്ക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ, ഒന്നുകിൽ ക്ലിന്റൺ, ഒരു ഒബാമ അല്ലെങ്കിൽ ഒരു ക്ലിന്റൺ, രണ്ടിലൊരാടെ ഇസ്ലാമിന് വേണം. അല്ലെങ്കിൽ ഡേവിഡ് കാമറൂൺ, ബ്രിട്ടീഷ് പ്രസിഡന്റ്, എവിടെങ്കിലും ഉള്ള ഇങ്ങനെ തലയെടുപ്പുള്ള രണ്ടാൾ ഇസ്ലാമിന് വരട്ടെ. അള്ളാഹുവെ രണ്ടിലൊന്നിനെ കൊണ്ട, ഒന്നിക്കൽ ധോണി അല്ലെങ്കിൽ കോഹ്ലി, ഒന്നിക്കൽ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ മറ്റേ ഹൃതിക് റോഷൻ, ഇങ്ങനെയൊക്കെ പറയാലോ. ഒന്നുകിൽ പിണറായി അല്ലെങ്കിൽ അച്യുതാനന്ദന് വയസ്സായി എനിക്ക് വിടുക നമുക്ക്. എന്നാല് ഒന്നുകിൽ വേറൊരാൾ, ഒന്നുകിൽ മറ്റെന്താണ് നമ്മുടെ തോമസ് ഐസക് അല്ലെങ്കിൽ ബേബി, എല്ലാരും കൂടി വരണ്ട, അത് വരൂല, ഉറപ്പാണ് നമുക്ക്. പക്ഷെ എന്നാലും ഒന്ന് ചെന്നിത്തല ഉഷാറാട്ടാ. എന്താ പത്രസമ്മേളനമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അടിക്കടി വെച്ചിനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും പത്രസമ്മേളനം നടത്തുമ്പോൾ. ഏത് അതൊക്കെ സമ്മതിക്കേണ്ടതാ. നമുക്ക് ചെന്നിത്തല കിട്ടിയാലും മതി, നല്ല കുറുക്കനാ. കീ പോസ്റ്റിലാണെങ്കിലും ശരി, കീ പോസ്റ്റ് മറ്റേ താക്കോൽ സ്ഥാനത്ത് വരണമെന്ന് നായർ അവിടുന്ന് കൂക്കിയല്ലോ, അപ്പോഴാണ് മൂപ്പര് വന്നത്. അങ്ങനെയാണ് താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് രാഷ്ട്രീയം പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പറഞ്ഞത് ബുദ്ധിയുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ, പടച്ചോനെ ഈ ചെന്നിത്തലിനെ ഒന്നും ഇങ്ങോട്ട് കൊണ്ട, അല്ലെങ്കിൽ വേറെ ആരാ ആന്റണിനെ കിട്ടിയാല് അതൊരു ആന്റണി നീക്കരാ. അതേസമയം എന്നാലും പറ്റും, ആന്റണി ആരും നമുക്ക് വിരോധമല്ല, വരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. ഉമ്മൻചാണ്ടി എമ്മാതിരി കടാകടിയന ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും തന്ത്രം, ഇത്രയും ദീർഘവീക്ഷണം. ഈ ഉമ്മൻചാണ്ടി വയസ്സാം കാലത്ത് ഇസ്ലാമിന് കിട്ടിയാൽ പോലും നല്ല ഫലം ഉണ്ടാവും. പടച്ചോനെ ഒന്ന് കൊണ്ട. കോൺഗ്രസുകാരായ മുസ്ലിങ്ങളിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്ക് സുഹൃത്തുക്കൾ അള്ളഹാനോട്. അയാൾ കോൺഗ്രസുകാരാണല്ലോ, ഇസ്ലാമാകാൻ പ്രാർത്ഥിക്ക്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ പിണറായി എന്താ ഉഷാറ്? കേരളത്തിൽ ഇപ്പോഴും ധൈര്യത്തിൽ സംസാരിക്കുന്ന അപൂർവ വ്യക്തികളാണ്. പാർട്ടിയുടെയും സംവിധാനത്തിന്റെയും വലുപ്പമായിരിക്കാം, എങ്കിൽ പോലും ചില സമയത്ത് പലതും പറയാൻ അറക്കുന്ന സന്ദർഭത്തിൽ, മടിക്കുന്ന സന്ദർഭത്തിൽ ഉള്ളത് വെട്ടി തുറന്ന് പറയും. തകാടിയനെ കൈവച്ചതാരാ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ.
ചെന്നിത്തല പറഞ്ഞിട്ടില്ലല്ലോ. തെഗാഡിയക്കെതിരെയും വെള്ളാപ്പള്ളിക്കെതിരെയും സംസാരിച്ചത് ആരാ? ഞാനാ കമ്മ്യൂണിസത്തിന് നിലപാടല്ല. അത്തരം ആർജവമുള്ള ചില പാർട്ടിക്ക് വേണ്ടിയാകാം എങ്കിലും മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മിണ്ടാതിരുന്നാലാനാവുന്ന നിലക്ക് കോൺഗ്രസ് ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നടക്കാൻ പോകുന്ന ഈ വർഗീയവൽക്കരണത്തിന്റെ വിഷവിത്തിന് തൊടാൻ പലതിനെയും, അതേപോലെ നമ്മളെ നെബിന്റെ മുടിയേറ്റ് ബന്ധപ്പെട്ട നമ്മൾ എല്ലാവരും വെള്ളം കുടിച്ച് പിണറായി എണീച്ചു നിന്നിട്ട് എന്ത് മുടി, എന്തായി കേരളത്തിൽ നടക്കുന്നത്? ഞാൻ പറയുന്നത് ശരി തെറ്റല്ല, ആ ചർച്ച വേറെയാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അപൂർവമായിട്ടുണ്ടാകുന്ന നട്ടെല്ലിന്റെ പ്രവർത്തനം അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചാണ് ഈ പിണറായിനെ നമുക്ക് കിട്ടുക എന്തായിരിക്കും എന്റെ ഗുണം? അല്ല, അപ്പൊ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കല്ലാനോട് പടച്ചോരെ പിണറായിക്കൊന്ന് ഹിദായത്ത് കൊടുക്ക്, അയാളെ ഒന്ന് ഇസ്ലാമിന് കൊണ്ടാ. ഒരു പിണറായി അല്ലെങ്കിൽ ഒരു കൊടിയേരി അത്ര ആവേശം വരുന്നു അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഉണ്ട്. പക്ഷെ പിണറായി കൊടിയേരിയുള്ള താമരത്തിലേക്ക് പിണറായി തന്നെയാണ് മുമ്പിൽ വെക്കുക. ആ രണ്ടില ഒന്നുകിൽ കൊടിയേരി അല്ലെങ്കിൽ പിണറായി. ഇതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തണമെന്നും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പണിയെടുക്കണമെന്നും ഒരു തിരിച്ചറിവും മുസ്ലിം ലോകത്തില്ല. എനിക്കും ഇങ്ങൾക്കൊന്നും അങ്ങനെയില്ല. ഇങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു ഇസ്ലാമുണ്ടെന്നും ആ ഇസ്ലാമിലേക്ക് ആളുകളെ വിളിക്കണമെന്നും അവരെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്നും എന്നിട്ട് അവർ ഇസ്ലാമിന്റെ സാക്ഷികളായിട്ട് മാറി. ആ ഭാഗം ഞാൻ നിങ്ങൾ ചെയ്തോ. ബാബരി മസ്ജിദ് നമുക്ക് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾ ആരുണ്ടാക്കി തരുന്ന വിചാരിച്ച്? ആരുണ്ടാക്കി തരാ? മതേതരത്വം, സെക്യുലറിസം, ജനാധിപത്യവും. അതിന് പറ്റുന്ന ജനാധിപത്യവും സെക്യുലറിസം അവിടെ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോ അയിമ തൊട്ടാ BJP ഇളകും, ഇവിടുത്തെ ഹൈന്ദവ ശക്തികൾ വളരും. അയിമ തൊടാൻ ഒരാൾക്കും കഴിയില്ല. അത് ഉണ്ടാക്കാൻ കഴിയേണ്ട ഒരു കൂട്ടരെ നമ്മൾ മാത്രം. ആര്? മുസ്ലിങ്ങൾ. എങ്ങനെ? പൊളിച്ചോനെ വിളിക്കുക ഇസ്ലാമിലേക്ക്. പൊളിക്കാൻ പോയിട്ടില്ല RSSകാരൻ, ഓൻ ഇസ്ലാമിനെ കൊണ്ടിട്ട് കൊടുക്ക്. 10 RSSകാരുണ്ടെങ്കിൽ 4 ആള് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. 2 ആള് ന്യൂട്രലായിട്ട് നിൽക്കും, 4 ആള് കൊടിയ ശത്രുക്കളായിട്ട് മാറും. എന്നാലും എന്താ, 10ൽ 4 നമ്മുടെ കൂടെ, 2 ന്യൂട്രല്, ബാക്കി 4 കൊടിയ ശത്രു. ശത്രുവായി കഴിഞ്ഞാൽ പിന്നെ ഓൻ അള്ള നോക്കിക്കോളും. കാരണം ഓൻ ശത്രുവാണ്, RSSകാരനല്ല. ഓൻ അറിയാം ഇസ്ലാം ശരിയാണെന്നുള്ളത്. ഇപ്പൊ RSSകാരൻ അറിയില്ല കേട്ടോ, ഞാൻ അമ്മക്ക് തന്നെ അറിയില്ല ഇസ്ലാം. എന്നിട്ട് പിന്നെ RSSകാർക്ക് അറിയാം. നമ്മൾ വിചാരിച്ച് നിങ്ങളെ വാപ്പാനോട് ചോദിച്ചു നോക്കി എന്താ ഇസ്ലാം എന്ന്, എന്താണ് ആ വാക്കിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിൽ നിന്ന് പുറത്തു വരും? ഉമ്മാനോട് ചോദിക്കുന്നത്, നിങ്ങളെ മകനോടും മകളോടും ഭാര്യയോടും ഭർത്താവിനോടൊക്കെ ചോദിക്ക്, ഇതെന്താ സാധനം ഇസ്ലാം? ഉരുട്ടിയിട്ട് നീട്ടിയിട്ട് ചതുരത്തിൽ എവിടുന്നാ അത് കിട്ടിയിരിക്കണത്? ഇതെന്താ സാധനം? ഒരാൾക്കും അറിയില്ല. നമ്മക്കറിയാത്തൊരു ഇസ്ലാം RSSകാരൻ അറിയും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ് നിങ്ങൾ അറിയിക്കുക ഞാൻ ഇസ്ലാം. ഖുർആൻ പറയുന്നുണ്ട്, ഖുർആനിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നരകുണ്ട്, RSSകാർക്ക് നരകുണ്ട്, ഹിന്ദുക്കളെ നരകത്തിലാണ്, ക്രിസ്ത്യാനികളുടെ നരകത്തിലാണെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞ കാഫിറിനെ നരകണ്ട. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. കാഫിറുകൾക്ക് നരകമുണ്ട്. ഇദാ ഉൽഖൂ ഫീഹാ സമീഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. നരകത്തിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ നരകങ്ങനെ എരമ്പി ആർത്ത് അവരെങ്ങനെ സ്വീകരിക്കും. എന്നിട്ട് ഫസാലഹും ഖസനതുഹാ, നരകത്തിന്റെ കാവൽക്കാരൻ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന കാഫറുകളോട് ചോദിക്കും. കാഫറാട്ടോ വരിക, ഹിന്ദുക്കളല്ല, അമേരിക്കക്കാരനും അറബിയല്ല, കമ്മ്യൂണിസ്റ്റും RSSും അല്ല, കാഫറാണ് വരിക, കാഫറുകളാണ് വരിക. കാഫറിനോട് ചോദിക്കും, അലം യഅതികും നദീർ, നിനക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നോ? നിനക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതേ വന്നിരുന്നു, മുന്നറിയിപ്പ് നൽകുന്നവൻ വന്നിരുന്നു. നബി വന്നിരുന്നു, അബൂബക്കർ വന്നിരുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിരുന്നു, സലീം അമ്പാട് വന്നിരുന്നു, അവൻ യൂസുഫ് സാഹിബ് വന്നിരുന്നു, ഖാലിദ് സാഹിബ് വന്നിരുന്നു. ഖുർആനെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും നരകസ്വർഗങ്ങളെക്കുറിച്ചും ഭൗതിക ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാവേണ്ടുന്നതിനെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തിനെ കുറിച്ചും എന്നോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ ഫകസ്സബ്നാ, ഞാൻ തള്ളി, ഞാൻ നിഷേധിച്ചു. എനിക്കറിയാമായിരുന്നു ഇത് സത്യമാണെന്ന്, പക്ഷെ ഞാൻ അത് അംഗീകരിച്ചില്ല. നിങ്ങൾ വഴിവഴിച്ചോല, നിങ്ങൾ പറയണൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഞാൻ ആട്ടിപ്പായിച്ചു. എന്നിട്ട് അവർ പറയണം, അവര് പറഞ്ഞത് കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ കുന്നാ ഫിയ സഹാബി സഈർ, ഈ നരകത്തിൽ ഞാൻ വന്ന് വീടുമായിരുന്നില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് RSSകാരൻ നരകത്ത് പോകുന്നു? ഞാൻ വിശ്വസിക്കണില്ല. നരേന്ദ്രമോദി നരകത്ത് പോകുന്നു ഞാൻ വിശ്വസിക്കണില്ല. പോകണമെങ്കിൽ കാഫറാവണം, RSS ആയിട്ട് കാര്യമില്ല. വിശ്വ ഹിന്ദു പരീക്ഷത്തും അതുപോലെ തന്നെ ബജറംഗ് ദളും മുത്തലിക്ക് സേനയും കുത്തലിക്ക് സേനയും ആയതുകൊണ്ട് നരകത്ത് പോകില്ല. നരകത്തിൽ പോകണമെങ്കിൽ ഒന്നിക്കൽ മുസ്ലിം അല്ലെങ്കിൽ കാഫർ. മുസ്ലിം ആണെങ്കിൽ സ്വർഗം, കാഫർ ആണെങ്കിൽ നരകം. കാഫർ എങ്ങനെ ഉണ്ടാവുക? ആരാണ് ഈ കാഫർ എന്ന് പറയുന്നത്? ഒരാൾക്ക് നമ്മൾ ഒന്നും കൂട്ടിയാൽ 2 ആണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ചന്ദ്രനിൽ കൂട്ടിയാലും ചൊവ്വയെ കൂട്ടിയാലും അറ്റ്ലാന്റിക്കിന് അടിയിൽ പോയി കൂട്ടിയാലും അന്റാർട്ടിക്കയിൽ നിന്ന് കൂട്ടിയാലും കൊക്കിളിന്നും പെരിങ്ങത്തൂരിൽ നിന്ന് കൂട്ടിയാലും ഒന്നും കൂട്ടിയാൽ 2 കിട്ടുള്ളൂ. അത് പരമമായ സത്യ. അത് കമ്മ്യൂണിസ്റ്റുകാരൻ കൂട്ടിയാൽ വേറെ, കോൺഗ്രസ്സുകാരൻ കൂട്ടിയാൽ വേറെ, സുന്നി കൂട്ടിയാൽ വേറെ, അറബികൾ കൂട്ടിയാൽ വേറെ ആൻസർ, അമേരിക്ക കൂട്ടിയാൽ വേറെ ആൻസർ വരൂലേ? പരമസത്യമാണത്. ഒന്നും കൂട്ടിയാൽ 2. ഇത് നമ്മളൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതയാൾക്ക് ബോധ്യപ്പെട്ടു. സത്യം
ശരിയാണെന്ന് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ, വൈജ്ഞാനികമായും വൈകാരികമായിട്ടും ഒക്കെ അയാൾക്ക് മനസ്സിലായി. പക്ഷെ അയാൾ എന്ത് ചെയ്തു? മൂപ്പർക്ക് ലേശം ചില സംഗതികളുണ്ട്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? ഹേയ്, ഒന്നും കൂട്ടിയ 2 അല്ല 1.5 അല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 1.25 1.99 ആവുള്ളൂ, 2 അല്ല. അറിഞ്ഞതിന് ശേഷം, സത്യം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ധിക്കരിക്കുകയും നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവനാ കാഫർ. അബൂ താലിബ് കാഫറായിരുന്നു. പക്ഷെ അബൂ താലിബ് നരേന്ദ്രമോദി അല്ല. കാരണം എന്താ? മൂപ്പര് സത്യത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും എതിരാളിയായിട്ട് വന്നിട്ടില്ല. കാഫറിലും അങ്ങനെ ഉണ്ടാവും. സത്യമാണ്, അത് പിന്നെ അള്ളാഹ് കൈകാര്യം ചെയ്തോളും. സത്യമാണെന്ന് മനസ്സിലായിട്ട് സ്വന്തം താല്പര്യം കൊണ്ട് വരാത്തവരുണ്ടാവും. അവരും നമ്മൾ ഈ ലോകത്ത് നമ്മൾ അവരൊന്നും ചെയ്യൂല. അതേസമയം സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ സത്യം അംഗീകരിക്കാതിരിക്കുകയും ആ സത്യത്തെയും അതിന്റെ ആളുകളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അത്യന്തം അപകടകരമായ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യുന്നവനാണ് കൊടിയ കാഫർ. അങ്ങനത്തെ കാഫർ അവരൊക്കെ. നിങ്ങളുടെ നാട്ടിൽ RSS ഇസ്ലാമിന് അറിയോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ? ഞാൻ പറഞ്ഞു കൊടുക്കണോ? ഈ ഒന്നും കൂട്ടിയ 2 എന്ന് പറയുന്നത് പോലെ ഓലൊക്കെ സ്വർഗത്ത് പോവും, നമ്മള് കുടുങ്ങും. കാരണം ഓന് ഇനി ഒപ്പം കൊണ്ടുവരും അവിടെ. അപ്പോ കുമാരനും ഗോപാലിനും രാജേട്ടനും ഒക്കെ ഉണ്ടോ അവിടെ? രാജേട്ടനോടും ഗോപാലിനോടൊക്കെ ചോദിച്ചു, അല്ലടാ എന്തേ ഖുർആാനെന്നും എന്തേ മുഹമ്മദ് നബിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നത്? അല്ലാ ദൈവമേ, ഈശ്വര, ഭഗവാനെ, കർത്താവേ, മൈ ഗോഡ്, എന്താ വിളിക്കാതെങ്കിൽ വിളിക്കും. അള്ളാഹുവേ, എനിക്കറിയില്ലായിരുന്നു ഇത്. അപ്പൊ എന്റെ അടുത്തല്ലോടെ ഈ സലീമമ്പാടുണ്ടായിരുന്നു. അയാൾ എന്ത് പറയണ്? അയാൾ വാളെടുത്തിട്ട് ഇന്നെ ഞാൻ മൂപ്പരെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ RSS ആണ്, അതുകൊണ്ട് ഓനെ കൊല്ലണമെന്നില്ല അതെന്റെ ഇരിക്കുണ്ടായിരുന്നു. പക്ഷെ ഓനും ഇന്നെ കൊല്ലാനാ നടന്നു. എന്റെ അടുത്തേക്ക് ഇത് കിട്ടോ വന്നിട്ടില്ല. എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അറിയുമായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. മാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. പ്രവാചകന്മാരുടെ സന്ദേശമെത്താതെ വ്യക്തികളെയും സമൂഹങ്ങളെയും ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിശാസ്ത്രമല്ല, ഇഹലോകത്തും പരലോകത്തും. എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ഉമറിനുണ്ടാക്ക്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് പോട്ടെ, അബൂജഹൽ പോയി, അബൂബക്കർ വന്നു, അബൂ ലഹബ് പോയി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വന്നു. ഇനി ഒരു ചരിത്രം കൂടി അതിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ആ 2ാമത്തെ ഘട്ടത്തിൽ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, മുസ്ലിങ്ങൾ തോറ്റ യുദ്ധ ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ തോൽപ്പിച്ചത് കാര്യമായിട്ട് 4 ആളുകളാണ്. ഒന്ന് ഖാലിദ് ഇബ്നുൽ വലീദ്, 2ാമത്തത് അംർ ഇബ്നുൽ ആസ്, 3ാമത്തത് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, 4ാമത്തത് ഹാരിസ് ഇബ്നു അബീ സുഫിയാൻ. ഈ 4 ആളുകളാണ് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ തോൽപ്പിച്ചത്. ഈ 4 ആളുകൾ അന്ന് കാഫിര്യങ്ങളാണ്, ഇസ്ലാമിന്റെ എതിർപക്ഷത്ത. ഒന്ന് അബൂജഹലിന്റെ മകൻ ഹാരിസ് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എളാപ്പാന്റെ മകനാ. നല്ല കവി, നല്ല പടയാളി, നല്ല യുദ്ധതന്ത്രജ്ഞൻ, നല്ല പ്രസംഗകൻ ഒക്കെ ഉണ്ടായിരുന്നു. നബി കോണ്ടാകുന്നളേറെന്ന് അറിഞ്ഞിരുന്നോനെ. അത്രക്കും നബി എതിർക്കാൻ. പിന്നെ മൂത്താപ്പാന്റെ കുട്ടി തന്നെയാണ്. പക്ഷെ നബിക്ക് ഭയങ്കര അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിട്ട് നബിക്ക് വേറെ, ഈ അബൂ സുഫിയാൻ അല്ല, വേറെ അബൂ സുഫിയാനാണ്. അതിന്റെ അത് നബിന്റെ എളാപ്പ മൂത്താപ്പന്മാരിൽ ഒരാളായിരുന്നു. അയാളുടെ മകനാണ് ഈ ഹാരിസ്. അതുപോലെ പിന്നെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, നമ്മളെ അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഈ 4 ആള് കൂടിയിട്ടാണ് മുസ്ലിങ്ങളെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് എന്താക്കിയത്? തോൽപ്പിച്ചു കളഞ്ഞത്. തോൽക്കാൻ കാരണം മുസ്ലിങ്ങളെ പരാജയമായിരുന്നു, ഒരേ കൈവല്ല. കാരണം എന്താ വെച്ചാൽ പൈസനോട് സ്നേഹം വന്ന് മലന്റെ മേലെ നിർത്തിയപ്പോ റസൂല് പറഞ്ഞു, തല പോയാലും ഇറങ്ങരുത്, താഴെ നിൽക്കണ ഞങ്ങളെ വെട്ടി ഞങ്ങളെ തലച്ചോറ് കഴുകന്മാര് കൊത്തിപ്പോണേ കണ്ടാലും നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ അനങ്ങാൻ പാടില്ല. അപ്പൊ 1ാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചു. യുദ്ധം ജയിച്ചപ്പോൾ ശത്രുക്കളും അബൂ സുഫിയാനും സംഘവും ഖാലിദും ഒക്കെ ചന്നം പിന്നെ പാറി 4 ഭാഗം ഓടി. അപ്പൊ പിന്നെ അവരൊക്കെ ഓടിയപ്പോ എന്തായി? മുസ്ലിങ്ങൾ യുദ്ധമുതലുകൾ പൊറുക്കാൻ തുടങ്ങി, കാശ് പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഗനീമത്ത് സ്വത്ത് കിട്ടും, ഒട്ടകങ്ങള്, വാഹനങ്ങള്, അവരെ കൊണ്ടുവന്ന മറ്റ് സാമഗ്രികളൊക്കെ പൊറുക്കും. അപ്പൊ മലന്റെ മുകളിൽ നിൽക്കണവർക്ക് എന്ത് തോന്നി? അല്ലോ ഞങ്ങൾ എന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടൂലല്ല, ഇതൊക്കെ കൂടി ഓല് പൊറുക്കിയെടുത്താൽ പിന്നെ നമുക്ക് പൊറുക്കണമെന്ന് കിട്ടുന്നുള്ളതൊക്കെയാണ് നിയമം. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെന്താക്കി? ഓല ചിന്തയിലേക്ക് അപ്പോ റസൂല് പറഞ്ഞ വർത്താനക്കോലും മറന്നു. അതിന്റെ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ പറഞ്ഞു, ഇറങ്ങരുത്. 4 ആളൊഴികെ ബാക്കി 44 ആളും അതിന്റെ മേലെന്ന് താഴേക്ക് പോന്നു. ഇത് ദൂരെന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് ഇങ്ങനെ കാണുന്നുണ്ട് ബൈനോക്കുലർ വെച്ചിട്ട്. ദാ മല തുറന്നിരിക്കുന്നു, അമ്പെയ്ത്തുകാർ അവിടെ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നു. ഉടനെ മൂപ്പരെ കമ്മ്യൂണിക്കേഷൻ നടത്തി അംർ ഇബ്നുൽ ആസിനോട്, മിസ്റ്റർ ഇതാ നല്ല ഒരു യുദ്ധവാതിൽ തുറന്നിട്ടുണ്ട്. ഹാരിസ് ഇബ്നു അബീ സുഫിയാൻ, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, 4 ആളും. എന്നിട്ട് അപ്പോ മുസ്ലിങ്ങളൊക്കെ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ഇവര് 4 ഭാഗത്തുനിന്നും വട്ടത്തിലാണ്ട് വളഞ്ഞു. പിന്നെ വെട്ടോട് വെട്ട 70ഓളം ആളുകൾ രക്തസാക്ഷികളായി. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മിസ്അബ് ഇബ്നു ഉമൈർ, അനസ് ഇബ്നു നളർ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വൈകാരികമായ സംഭവങ്ങളൊക്കെ നടക്കണം ഉഹദില, ബദറിലല്ല. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഭയങ്കര ആവേശകരമായത്. ഒരു ഭാഗത്തെ യുദ്ധമായിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഭയങ്കര ആവേശകരമായിരുന്നു. അതെല്ലാം പറയുന്നത്. ഏതാണെങ്കിലും ഈ യുദ്ധത്തിൽ അങ്ങനെ ഒരു പരാജയത്തിന്റെ സൂത്രധാരകന്മാർ, അതിന്റെ കമാൻഡർമാർ ഈ 4 ആളുകളുമായിരുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പിന്നെ അബൂ സുഫിയാനും, സാക്ഷാൽ അബൂ സുഫിയാനും അതിന്റെ നേതാവ്
അബൂജഹൽ ചത്തിന് ശേഷം പിന്നെ ഇതിന്റെ സൈനിക നേതൃത്വം ഏറ്റെടുത്ത അബൂ സുഫിയാനാ. ഈ 5 ആളും ഇസ്ലാമിലേക്ക് വന്ന്. നിങ്ങൾ പഠിച്ചോ, ഒക്കെ സഹാബിമാരാ, എല്ലാം സഹാബിമാരാ. ഖാലിദ് ബിനുൽ വലീദിനും അംർ ഇബ്നുൽ ആസിനും റസൂൽ കത്തെഴുതി. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? വലീദ് ബിനുൽ വലീദ് പറഞ്ഞിട്ട് ഖാലിദിന്റെ ജ്യേഷ്ഠനുണ്ട്, അയാൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അപ്പൊ നബി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാലിദ് ബുദ്ധിമാനല്ലേ, വലീദ് ഈ ഒരു കത്തെഴുത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓനോട് വരാൻ പറയും, ബുദ്ധിയും യുക്തിയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ഇസ്ലാമിലേക്ക് വരാൻ പറയും. അങ്ങനെ കത്തെഴുതി വലീദ് ബിനുൽ വലീദ് കത്തെഴുതി ഖാലിദ് ബിനുൽ വലീദിന്. നിന്നെപ്പോലത്തെ ആളുകളൊക്കെ എന്താ പുറത്തു നിൽക്കുന്നത്? ഇസ്ലാമിനെ പോലത്തെ ഒരു പച്ച സത്യത്തെ, ഒരു പരമസത്യത്തെ, ഒരു മൂല്യത്തെ, ഇത്രയും പച്ചയായ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നിനക്ക് നിരാകരിക്കാൻ കഴിയുന്നത്? നീ എന്താ വിഡ്ഢിയായിട്ട് മാറുകയാണോ? ഖാലിദ് വാ, നിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു. കത്ത് പോയി മദീനയ്ക്ക്. അങ്ങനെ കിട്ടി ഖാലിദ് ബിൻ വലീദിന്. ഖാലിദ് ബിൻ വലീദ് കിട്ടിയ കത്ത് പിറ്റേ ദിവസം തന്നെ കുതിരപ്പുറത്ത് കയറിയിട്ട് മദീനയിലേക്ക് പോണ വഴിക്ക് സുഫ്യാൻ ഇബ്നു ഉമയ്യനെ കണ്ട്, ഈ പോരണോന്ന് ചോദിച്ചു. ഞാൻ ഇസ്ലാമാകാം, മുസ്ലിമാകാൻ പോവാ, റസൂലിനെ ബയ്യത്ത് ചെയ്യാം, ഈ പോരുണ്ട്. സുഫ്യാൻ ഇബ്നു വലിയ ഫ്രണ്ടാ, ഞാനില്ല ഈ വൈക്കോന്ന് പറഞ്ഞു, എനിക്ക് ചില പണി ഇവിടെ നടക്കാണ്ട് പറഞ്ഞു. പോണ വൈക്ക് അംർ ഇബ്നുൽ ആസ്, അവരും ഇന്റിമേറ്റ് ഫ്രണ്ടാ, അംർ ഇബ്നുൽ ആസിനെ വിളിച്ചു, ഈ പോരണോ? ഞാൻ പോവാണ്. പോവാ. അംർ ഇബ്നുൽ ആസും ഈ പറഞ്ഞ 2 ആളും കൂടിയിട്ടത് വരുന്ന മദീനയിലേക്ക്. അത് വലിയ സംഭവമാണ്. എന്നിട്ട് മദീനയിൽ ഇരിക്കുമ്പോ ഇവര് 2 ആളും കുതിരപ്പുറത്ത് വരുന്ന കാഴ്ചയും സഹാബത്ത് വിവരം കൊടുക്കാണ്. ഇതാ മക്കയിലെ ഏറ്റവും ഗജകേസരികളായ പോരാളികൾ, വിലയിൽ തുല്യതയില്ലാത്ത പോരാളികൾ, മക്കയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും കരുത്തുള്ള പടയാളികൾ, സൈനിക മേധാവികൾ, അവരിതാ മദീനയിലേക്ക് കുതിര ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അലീബിൻ അബി ത്വാലിബ് ഉമർ ഖത്താബ് ഒക്കെ റസൂലിന്റെ അപ്പുറത്തുനിന്ന് ഇവരെ എന്ത് ഉന്തരാന്തത്തിനായി വരുന്നത്? അങ്ങനെയാണെങ്കിൽ അവന്റെ തലയും കാലും വേറെ വെട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പാർസൽ അയക്കും, അതിനിങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതല്ല ഉദ്ദേശം. അപ്പുറം വാചകം പറഞ്ഞ് നിൽക്കട്ടെ, അവര് വന്നിട്ട് സ്വീകരിക്കുക നമുക്ക്. 2 ആളും വന്നു. എന്താ പ്രശ്നം? ഖാലിദ് ബിൻ വലീദും അംർ ഇബ്നുൽ ആസും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 2 ആളും പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് ഇസ്ലാമിലേക്ക്. അള്ളാന്റെ റസൂൽ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മക്ക അതിന്റെ കരളാണ് നമുക്ക് തന്നിട്ടുള്ളത്, മക്കയുടെ കരളാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അവര് പിന്നെ ഈ ഖാലിദിനുകൾ എവിടെയാ കണ്ട്? പേർഷ്യ, റോം, ഈജിപ്ത്, സകല നെപ്പോളിയനെയും അലക്സാണ്ടറെയൊക്കെ തോൽപ്പിക്കുന്ന പടയാളിയായിരുന്നു ഖാലിദ്. പിന്നെ എന്തുകൊണ്ട് അത്രമാത്രം സ്ഥാനം ചരിത്രത്തെ കിട്ടിയില്ല എന്ന് വെച്ചാൽ അബൂബക്കർ ഉമറൊക്കെ അതിന്റെ മേലെയാണ്, അതുകൊണ്ട് അതിന്റെ മുകളിൽ കണ്ട് പോകാൻ കഴിയില്ല. അതേസമയം ഒരു പടയാളിയുടെ, ഒരു കമാൻഡറുടെ, ഒരു യുദ്ധതന്ത്രജ്ഞന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അലക്സാണ്ടറും നെപ്പോളിയനും പോലും ഖാലിദിന്റെ 4 അയലത്തെത്തൂല. അത്രയും സമർത്ഥനായ, യുദ്ധത്തിൽ ജനിച്ച് യുദ്ധത്തിൽ ജീവിച്ച്, എന്നാൽ യുദ്ധം കുടിച്ച് പടനായകത്വത്തിന്റെ അതിന്റെ ലഫ്റ്റനന്റ് ജനറൽ, മുഖ്യ സൈന്യാധിപൻ, കമാൻഡർ ഇസ്ലാമിലേക്ക്. അംർ ഇബ്നുൽ ആസ് ഈജിപ്ത് കീഴടക്കുന്നത്. പിന്നെ മറ്റോ 2 ആളോ ബാക്കിയുണ്ടായിരുന്നു, ഹാരിസ് ഇബ്നു അബീ സുഫിയാൻ, അബൂജഹലും. മക്കം ഫതഹിന്റെ നാളിൽ മക്ക ഇസ്ലാമിന് കിട്ടി. ഒരു യുദ്ധം ഉണ്ടായില്ല, വളരെ ചെറിയ ഒരു ഏറ്റുമുട്ടലോടുകൂടി മക്ക വരികയാണ്. അതില് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ വളരെ സ്ഥലം വിട്ടു. അവിടുന്ന് അബൂജഹലിന്റെ മകനാണല്ലോ, ഇസ്ലാമിന്റെ കാണ്ട ഓടാലിയായിരുന്നു. ഓൻ പെണ്ണുങ്ങളോട് പറഞ്ഞു, പോവാം, മുഹമ്മദ് കിട്ടിയാൽ എന്നെ കൊല്ലും, എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഓൻ സ്ഥലം വിട്ട് കപ്പൽ കയറാൻ വേണ്ടിയിട്ട് ചെങ്കടല് കടന്ന് ഈ ആഫ്രിക്ക പോകാൻ വേണ്ടിയിട്ട് മുമ്പ് തടിയെടുത്തു. ഹാരിസ് ബിൻ അബൂ സുഫിയാനെ കിട്ടിയാൽ കൊല്ലണമെന്ന് റസൂൽ പറഞ്ഞിരുന്നു. കാരണം അള്ളാന്റെ റസൂലിനെ അപമതിക്കാൻ ഒന്നും ബാക്കിയില്ല. മുതാബാന്റെ മകൻ തന്നെയാ, എല്ലാം വൃത്തിയിടും. ഇയാൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ഉടനെ പോയിട്ട് താടിയും മുടിയൊക്കെ വെട്ടി ക്ലീൻ ഷേവ് ചെയ്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി കുട്ടീന്റെ കയ്യും പിടിച്ചുകൊണ്ട് നേരെ നബിന്റെ അടുത്തേക്ക് വന്നു, കാബന്റെ ചാരത്തേക്ക്. അതില് നബിക്ക് ആളെ തിരിയണില്ല. ഇതാരാ? ഞാൻ അബൂ സുഫിയാൻ ബിൻ ഹാരിസ്. ഈ എന്തിനാടാ വന്നതെന്ന് ചോദിച്ചേ. മുഹമ്മദ്, ഞാനും ഈ സഹോദരന്മാരാണുള്ളത്, 2 ഏട്ടനന്മാരെ മക്കളാണുള്ളത്, സഹോദരന്മാരാണ്. ഞാൻ വന്നിരിക്കുന്നത് നിന്റെ പ്രവാചകത്വവും അള്ളാഹുവിനെയും അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴിയില്ലല്ലോ, പിന്നെ അപ്പൊ കൊല്ലാൻ പറയാൻ പറ്റൂ. ഷഹാദത്ത് വരുമ്പോ ഒരാൾ ചെല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? ഇയാൾ ചെല്ലി. ഹാരിസ് ബിൻ അബീ സുഫിയാൻ അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് കലിമ ചൊല്ലി. പക്ഷേ ശത്രുക്കൾക്ക് വിവരമില്ലല്ലോ, ഓല് കിട്ടിയാ കൊല്ലും. കാരണം നബിന്റെ ഓർഡർ മാത്രം ഓലം പോലുള്ള. അതിൽ നബി അലീനെ വിളിച്ചടാ, എന്റെ സഹോദരൻ, എളാപ്പ മുത്താപ്പ മക്കളെ ഒരു 3 ആളും ഇതെന്റെ സഹോദരനാ, നാട്ടുകാരോട് വിളിച്ചു പറയും ഇവനെ കൊണ്ടുപോയിങ്ങാണ്ട് കൊല്ലണ്ടാന്ന്. ഉടനെ ഓർഡർ. എന്നിട്ടും നബിക്ക് വലിയ ബഹുമാനം അവനോടില്ലായിരുന്നു. അതിന് വേറെ കാരണമുണ്ട്. എന്നിട്ട് പിന്നെ അവസാനം ഒരു യുദ്ധത്തിൽ, ഹുനൈൻ യുദ്ധത്തിലൊക്കെ വെച്ചിട്ട് ശത്രുക്കളൊക്കെ പടഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ റസൂലിന്റെ മുമ്പിൽ ഹാരിസ് ബിൻ അബീ സുഫിയാൻ മാത്രം റസൂലിന്റെ കുതിരക്ക് കോവറക്കഴുതൊക്കെ കാവല് നിന്നിട്ട് വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോഴും റസൂലിന് തിരിഞ്ഞിട്ടില്ലത് ആരാ ആളെന്ന് പടച്ചോട്ട് കെട്ടിട്ട്. അവസാനം വൈകുന്നേരം ചോദിച്ചു, ഇത് ആരാ? ഞാനാണ്.
ഹാരിസ് ബിൻ അബൂ സുഫിയാൻ റസൂലെ, എന്റെ സഹോദരൻ ഹാരിസാണോ ഇത്, അബൂ സുഫിയാനാണോ ഇത് എന്ന് പറഞ്ഞിട്ട് നബി അപ്പോഴാണ് ഇയാളുടെ മനസ്സിങ്ങോട്ട് കുളിർക്കണത്. കാരണം എന്നെ എന്റെ പ്രവാചകൻ സ്വീകരിച്ചിരിക്കുന്നു, മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭക്തനായിരുന്നു. ഖുർആനും എല്ലാ യുദ്ധങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഖുർആൻ കയ്യെ പിടിച്ചിട്ട് ഓരിങ്ങനെ കരയും. ഈ ഹാരിസ് ബിൻ അബൂ സുഫിയാൻ എന്നാ പറയുന്നത്. അത് ഇസ്ലാമിലേക്ക് വന്നു. മറ്റേ ആള് ഇക്രിമത്ത് നബി ജഹല് പെണ്ണുങ്ങൾ എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബി എങ്ങൾ കൊല്ലുന്ന എഴുതിയിട്ട് മൂപ്പര് പാഞ്ഞിക്കണ്, എടീജ് ഓനോട് വരാൻ പറയും. എവിടുക്കാ പോയത് ചെങ്കിൽ വരാൻ പറയും. മുഹമ്മദ് കൊല്ലാൻ വന്നതല്ല, ജീവിപ്പിക്കാൻ വന്നതാ. ഓനോട് ഇങ്ങോട്ട് വരാൻ പറയുന്ന പറഞ്ഞു. ഇവള് പോയി. അബൂജഹലിന്റെ മരുള് ഈ ചങ്ങായിന്റെ പെണ്ണുങ്ങള് പരക്കം പാഞ്ഞു ഓടി തീരപ്രദേശത്ത് എത്തുമ്പോ കപ്പല് കയറാൻ നിൽക്കാണ്. ഇക്രിമ നിക്ക്, മുഹമ്മദ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിന്നെ കൊല്ലൂലാന്ന്, ഈ വാ, നീ എന്റെ കൂടെ വാ. അങ്ങനെ പറഞ്ഞോ മുഹമ്മദ് വാക്ക് പാലിക്കുന്നവനാ. കൊല്ലുന്ന് പറഞ്ഞാ കൊല്ലും, അല്ല അഭയമാണെന്ന് പറഞ്ഞ അഭയം തരും. അങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പെണ്ണിനോട് പറഞ്ഞ വാക്ക് മുഹമ്മദ് ലംഘിക്കില്ല. വാ. അങ്ങനെ ഇക്രിമന്റെ കയ്യും പിടിച്ചിട്ട് പെണ്ണുങ്ങൾ കൂട്ടിക്കൊണ്ടിരാണ് റസൂലിന്റെ അടുത്തേക്ക്. ഇക്രിമ ചെന്നു നബി തിരുമേനിയുടെ. ആരാണിത്? അബൂജഹലിന്റെ മകൻ, ജൂനിയർ ബുഷ്, ജൂനിയർ തഗാഡിയ, ജൂനിയർ മോഡി, ജൂനിയർ എന്താ പറയാൻ പറ്റുക, സകല വിഷവും കേറി വന്നിട്ട് റസൂലിന്റെ അടുത്ത് വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മോഡിക്ക് ഇന്ന മക്കളില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രതീക്ഷിക്കാൻ വയ്യ. അമിത് ഷാക്ക് ഉണ്ട്. അപ്പൊ അമിത് ഷാ പോയാലും ജൂനിയർ അമിത് ഷാ നമുക്ക് പ്രതീക്ഷിക്കാതെ. അബൂജഹൽ പോയി, പക്ഷെ ജൂനിയർ അബൂജഹൽ ഇക്രിമ അദ്ദേഹമാണ് പിന്നെ യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് രക്തസാക്ഷിയായി. 3 ആള് വെള്ളം ചോദിച്ചിട്ടേ, എനിക്ക് വെള്ളം. ആ യുദ്ധത്തിൽ ഇദ്ദേഹം അടിച്ചു കയറുക. ഖാലിദ് ബിൻ വലീദ് വരും നല്ല ഫ്രണ്ടാ. അതിൽ ഖാലിദ് പറഞ്ഞു, ഇക്രിമ എന്തിനെങ്ങനെ ഇടിച്ചു കയറേണ്ട കാര്യം, സാധാരണ പോലെ യുദ്ധം ചെയ്തോ, ഇനിയും കുറെ കാലുണ്ട്. അതിൽ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, ഖാലിദേ, നീയും ബാക്കിയുള്ളവരൊക്കെ കുറെ മുമ്പ് തന്നെ മുഹമ്മദിന്റെ കൂടെ കൂടി, നിങ്ങൾ എന്നോ ഇസ്ലാമിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തു. എനിക്കതിനൊന്നും അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് എന്നെ വിട്. ആ യുദ്ധത്തിൽ വെച്ചിട്ട് 3 ആള് വെള്ളം ചോദിച്ചു. അപ്പൊ മറ്റേ ആൾ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ. ആ 3 ആളുകളിൽ ഒരാൾ അന്ന് സ്വർഗം പൂകിയത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു. പിന്നെ സുഹൈൽ ബിൻ അംർ ഉണ്ട്, അയ്യാഷ് ബിൻ റബിയ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ. ഒരു 3 ആളും ഒരേപോലെ ഇസ്ലാമിനെതിരെയാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ചുരുക്കെന്താ, ആളുകൾ ഇസ്ലാമിന്റെ എതിരാളികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഈ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത്, ഈ രാജ്യത്തെ മനുഷ്യരെ നമ്മൾ ഇസ്ലാമിലേക്ക് വിളിക്കണം. സമയം തീർന്നിരിക്കുന്നു, ഞാൻ പറയണില്ല. നിങ്ങൾ ചെയ്യേണ്ട പണി, ഇവിടെ 18 കോടി മുസ്ലിങ്ങളും 88 കോടി മറ്റുള്ളവരുണ്ട്. ഈ 88 കോടി മനുഷ്യർക്ക് ഒരാള് 10 ആളെ നോക്കിയാൽ മതി. ലോകത്തിന്റെ ഘടന അനുസരിച്ച് 5 ആളുണ്ടെങ്കിൽ 4 മുസ്ലിങ്ങളല്ലാത്തവർ 1 മുസ്ലിം. അപ്പൊ ഒരാള് 4 ആളെടുത്തേക്ക് പോയാൽ മതി. ഒരാള് 4 ആളെടുത്തേക്ക് പോയാൽ മതി. ഇസ്ലാമിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ബാക്കി ജീവിതമാണ്, ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട്. അങ്ങനെയാണ് ഇപ്പൊ യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ ഇസ്ലാമിലേക്ക്. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് ഒരു യൂട്യൂബ് കാണിച്ചു തന്നു. ബ്രസീൽ കളിക്കാരനായിട്ട് ബാഴ്സലോണന്റെ അഡ്രിയാനോ മൂപ്പര് ഷഹാദത്ത്. എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് അത്ര വിശ്വാസം വന്നിട്ടില്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം നടക്കുന്നുണ്ട്. എന്താ യൂറോപ്പിൽ മറ്റെന്താണ് തിയറി ഹെൻറി, ബ്രസീലിന്റെ നല്ല ഫോർവേഡ് ആയിരുന്നല്ലോ, ആഴ്സണലിനൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് തിയറി ഹെൻറി. അതുപോലെ തന്നെ ബയറൺ മ്യൂണിച്ചിന്റെ താരമുണ്ട്, ഫ്രാൻസിന്റെ തന്നെ താരം. അദ്ദേഹമൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. കണ്ടമാനം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയാത്ര ആളുകളാണ്. അവസാനങ്ങൾ ആലോചിച്ചു. ഞാൻ ഒരു സംഗതി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഗോവിന്ദപിള്ളുണ്ട്, മരിച്ച EMSന് ശേഷം സൈദ്ധാന്തിക ലോകത്ത് കുറെ വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്ത ആളാ പി ഗോവിന്ദപിള്ള. മാർക്സിസ്റ്റ് ബുദ്ധിജീവി, കേരളത്തിലെ ഏറ്റവും മികച്ച പുസ്തക വായനക്കാരനാ. അയാൾ മരിക്കുന്നതിന് മുമ്പ് മാതൃഭൂമി മൂപ്പരോട് ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ മാതൃഭൂമി കുറെ ചോദിച്ചു, മാർക്സിസ്റ്റൊക്കെ പൊളിഞ്ഞ് വാളീസായി കൊണ്ടിരിക്കുക, ഇനി എവിടെയാണ്? ഞാൻ സാക്ഷാൽ മാർക്സിസ്റ്റാ. ഞാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമല്ല. ഞാൻ എന്താണെങ്കിലും മാർക്സിസമാണ് എന്റെ മതം. അതിന്റെ ബേക്കലാണ്. പേര് കേട്ടിട്ട് ഞാൻ ഗോവിന്ദപിള്ള എന്നുള്ളതുകൊണ്ട് ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സാക്ഷാൽ മാർക്സിസ്റ്റാണ് ഞാൻ അതിൽ മുന്നോട്ട് പോകും. അതിലെ പത്രക്കാരൻ കുത്തി ചോദിച്ചു, ഇനിയിപ്പോ നിർബന്ധ ബുദ്ധിയ ഇതൊക്കെ പൊളിഞ്ഞ് മാർക്സിസവും ക്യാപിറ്റലിസവും ജനാധിപത്യവും സെക്യുലറിസവും ഡെമോക്രസി എല്ലാം പൊളിഞ്ഞ് പാളീസായി, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളൊക്കെ തകർന്നു. ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കൽ നിർബന്ധമായ സാഹചര്യം വന്നാൽ നിങ്ങൾ ഏത് മതം സ്വീകരിക്കാന്ന് വെച്ച് പി വി ഗോവിന്ദപിള്ള അതിന് പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കും. കാരണം ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന ദർശനത്തെ പോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്മീയവും ഭൗതികവുമായ അവന്റെ വയറിനെയും അവന്റെ മനസ്സിന്റെ സമാധാനത്തെയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ദർശനമായിട്ട് വർത്തമാനകാലത്ത് മതവും രാഷ്ട്രീയവുമുള്ള ഒരു ദർശനം ഇസ്ലാമിനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എനിക്ക് ഇസ്ലാമിനോടായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ അതിലേക്കൊന്നും പോകാളൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ
ഞാൻ ഇസ്ലാമിനെ തെരഞ്ഞെടുക്കും. ഇത് ഗോവിന്ദപിള്ളക്ക് തിരിഞ്ഞ്. നമ്മളെപ്പോഴും ചർച്ചയാണ് ഇസ്ലാം മതാണോ, ഇസ്ലാം രാഷ്ട്രീയമാണോ, ഇസ്ലാം എന്ത് ഉണ്ടാൻ വേണ്ടിയാണെന്ന് ഇന്നേ വരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നിസ്കാരാണ്, നോമ്പാണ്, ഹജ്ജാണ്, ഉംറയാണ്, നോമ്പ് ഉറപ്പിക്കലാണെന്നൊക്കെ വിചാരിച്ചിട്ട് എടുക്കാനുള്ള ഇന്ത്യങ്ങളും ഇസ്ലാം. അതേസമയം ഇസ്ലാം മനുഷ്യന്റെ വെള്ളമായി, മനുഷ്യന്റെ ഭക്ഷണമായി, അവന്റെ വസ്ത്രമായി, അവന്റെ പുഷ്പമായി, അവന്റെ കാറ്റായി, അവന് കുളിരായി, അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണായി, അവന്റെ വിഭവമായി, അവന്റെ ശരീരത്തിന്റെയും അവന്റെ അഭിമാനത്തിന്റെയും സംരക്ഷണമായി, ഇഹപര ലോകങ്ങളിൽ അവന് വിജയം നൽകുന്ന ഒരു ദർശനമായി. അങ്ങനത്തെ ഒരു ഇസ്ലാം ഇല്ല എന്തെങ്കിലും കയ്യില്. ലോകത്ത് വേറെ ആരെ കയ്യിലും ഒന്നുമില്ല. എല്ലാരെ ചാർജും തീർന്നിരിക്കുന്നു. ചാർജുള്ള ആളെ നമ്മൾ മാത്രമാണ്. പക്ഷെ നമ്മളെ ടോർച്ചടിക്കാതെ നമ്മളിങ്ങനെ പോവുക. നമ്മളതിൽ നല്ല ടോർച്ചുണ്ട്, വെളിച്ചമുണ്ട്, ബാറ്ററി ഉണ്ട്, പക്ഷെ അടിക്കണില്ല. അതിങ്ങനെ തല തിരിച്ചിട്ടുങ്ങാണ്ട് നമ്മൾ ഇരുട്ടത്ത് കൂടെ ഇങ്ങനെ തപ്പി തടങ്ങി ഇവരൊക്കെ പിന്നാലെ, സകല അബൂജഹലിനെയും സകല ഉത്തുബന്റെയും സകല ഈ കണ്ടതിന്റെയൊക്കെ പിന്നാലെ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക. ഇത് പോകണം. ഇതിനപ്പുറം നിന്നിട്ട് ഇസ്ലാമിന് RSSകാരൻ വരും, ലോകത്ത് വരും, വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കോ. അറബികൾ തോറ്റാലും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടാലും ഇസ്ലാം അതിജീവിക്കുക തന്നെ ചെയ്യും. എത്ര അപ്പോ എന്താണ് മറ്റേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഡേവിഡ് ബ്ലെയർ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനുജത്തി ചെറി ബൂത്ത് അവർ ഇസ്ലാമിലേക്ക് വന്നു. ചെറി ബൂത്ത് തന്നെ പെണ്ണുങ്ങൾ അനുജത്തി അവിടെ ഇസ്ലാമിലേക്ക് വരാനുള്ള കാര്യം ഗാസ ഹമാസിനെ കാണാൻ പോയിരുന്നു. അവിടെ കാണാൻ പോയപ്പോ ഒരു വെല്ലിമാന്റെ ഇടപെടല്. ഗാസയിൽ കറണ്ടില്ല, വെളിച്ചല്ല, പുസ്തകമല്ല, ഒരു കുന്തമല്ല. ഇസ്രായേൽ വന്ന് ഓരോ ദിവസവും നശിപ്പിക്കും. എന്നിട്ട് അവിടെ ഒരു മഞ്ഞുകാലത്ത് എന്ന് പെട്ടപ്പോ ഒരു വെല്ലിമ തണുപ്പത്ത് ഈ പെണ്ണുകൾ നിന്ന് ഇറക്കണം കണ്ടിട്ട് ഇവരെ പത്രപ്രവർത്തകൻ ബ്രിട്ടനിലെ ഏതോ പത്രത്തിന്റെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ വന്ന് ഇറങ്ങിയതാ ഗാസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ വെല്ലിമ വിളിച്ചുണ്ടെങ്കിൽ ഒരു സെറ്റർ എടുത്തിട്ട് ഇതിന് ഇടിച്ചു കൊടുത്ത് നല്ല ചൂടുള്ള ഒരു ചായ ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഒരു സമ്മാനം കൊടുത്ത്. ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹമാസിന്റെ പ്രവർത്തകർ അവര് ഭയങ്കരമായ ഇസ്രായേലിനോടുള്ള ഒരു യുദ്ധം ചെയ്യണത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇബിലീസാണ് ഇസ്രായേൽ എല്ലാ നിലക്കും. ആ ഇസ്രായേലിന്റെ മുമ്പിൽ ഒബാമ അടക്കം തോറ്റുകൊണ്ടിരിക്കുക. അതിന്റെ മുമ്പിൽ അതിജീവിക്കുന്ന ഏതെങ്കിലും ഒരു ലോക ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതാണ് ഹമാസ്. ആ ഹമാസ് അതിന്റെ പൗരന്മാർക്ക് കൊടുത്തിട്ടുള്ള നല്ല ഇസ്ലാമിക മൂല്യങ്ങളുണ്ട്, നല്ല പാഠങ്ങളുണ്ട്. ആ ഇല്ല നമ്മളൊക്കെ അപ്പൊ ഇല്ലായ്മയിൽ ആരെങ്കിലും ഒന്നെങ്കിലും എടുത്തിട്ട് കൊടുക്കൂ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു സമ്മാനം. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ സമ്മാനമൊക്കെ വാങ്ങി തിരിച്ചുപോയി നിങ്ങൾക്ക് എവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ അവിടെ വരെ കൈ പിടിച്ച് ഈ വല്യമ്മ അതിനെ കൊണ്ടുപോയിട്ടാക്കി കൊടുത്തു. അവിടെയാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങൾ അങ്ങോട്ട് പോയിക്കോളെ, ആ റൗട്ടർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പിൽക്കാലത്ത് അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇവരുടെ മനസ്സിൽ ഭയങ്കര സ്വാധീനം ചെലുത്തി. ഇവരാലോചിച്ചു ആ പെണ്ണുങ്ങൾ ആരാ, ഞാൻ അവർ തമ്മിലുള്ള പരിചയം എന്താ, എന്തിനാണ് അവരെന്നെ കൊണ്ടുപോയത്, അവരെന്തിനാണ് എന്നെ വെള്ളം കുടിപ്പിച്ചത്, എന്റെ തണുപ്പിൽ അവരെന്തിനാണ് എനിക്ക് സെറ്ററുകൾ. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. അഭയം, കുളിർമ, തണല്, ആശ്വാസം, സമാധാനം, സേവനം, പരിഹാരം. അതാ പെണ്ണുങ്ങൾ. അപ്പൊ അവർ ഇസ്ലാമിനെ പഠിക്കുകയാണ്. ഇത് വരുന്നത് ചെറിയ ബൂത്ത് ഇസ്ലാമിലേക്ക്. അവർ ഇസ്ലാമില് ഇങ്ങനെ എത്ര ആള് വരട്ടെ നിങ്ങൾ വിചാരിച്ചത്. നമ്മളിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുണ്ട് പറഞ്ഞാണ്ട് എണ്ണം ഭരിപ്പിച്ചോണ്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ അതിജീവിക്കുമ്പോൾ നമ്മൾ തോൽക്കുന്നു. മുസ്ലിങ്ങൾ അറേബ്യയിൽ തോൽക്കുന്നു, ആഫ്രിക്കയിൽ തോൽക്കുന്നു, ഇന്ത്യയിൽ തോൽക്കുന്നു, ബംഗ്ലാദേശിൽ തോൽക്കുന്നു. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ദഅവത്ത് എന്ന് പറയുന്ന പണി നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളെ വിളിക്കുക. അല്ല മതസംഘടന, രാഷ്ട്രീയ സംഘടന, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, സുന്നി, മുജാഹിദ്, AP, EK, മടവൂരി, ജിന്ന്, ഇതല്ല വിളിക്കേണ്ടത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് വിളിയാളെ. എല്ലാ ഇസ്ലാമിന്റെ ഏതെങ്കിലും കാര്യത്തിലേക്കല്ല, മൊത്തം ഇസ്ലാമിലേക്ക്. ഒരു വീട്ടിലേക്ക് വിളിച്ചാൽ വീട്ടിലുള്ള ഒക്കെ കൊടുക്കണം, എല്ലാം കൊടുക്കണം എന്നതുപോലെ ഇസ്ലാമിലേക്ക് വിളിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആരാധനയിലേക്കല്ല, ഇസ്ലാമിന്റെ സാമ്പത്തികത്തിലേക്കല്ല, ഇസ്ലാമിലൊക്കെ ഉണ്ട്. ഉള്ള എല്ലാ ഇസ്ലാമിലേക്കും നിങ്ങൾ ജനങ്ങളെ വിളിക്കുന്നു. അങ്ങനെ ഇസ്ലാമിനാണ് പെണ്ണുങ്ങളാ കണ്ടമാനം വരുന്നത്. യൂറോപ്പിലൊക്കെ പെണ്ണിനോടാണ് ഇസ്ലാം ഏറ്റവും വലിയ ചതി ചെയ്തതെന്നാണ് യൂറോപ്പും അമേരിക്കയും ഒക്കെ പുസ്തകം എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എന്നിട്ട് ഏറ്റവും കൂടുതൽ മറ്റേ ഇപ്പറഞ്ഞ ചെറിയ ബൂത്ത് നമ്മുടെ എന്താണ് മറ്റേ അമേരിക്കൻ താലിബാന്റെ അടുത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോയ ആളുണ്ടല്ലോ, എന്താ പേര്? ഇവാൻ റെഡ്ലി. അവര് പറഞ്ഞെന്താ, ഞാന് ഒരു ഉമ്മയുടെ പദവി, ഇണയുടെ പദവി, പെണ്ണ് എന്നുള്ള നിലക്ക് അതിനുള്ള വിശുദ്ധി ഇതിപ്പോ ഇസ്ലാമിനാ കിട്ടുന്നത്. അവിടെ ഞങ്ങൾ വെറും മാംസപിണ്ഡം മാത്രമാണ്, ഒരു ചന്തയിൽ വിൽക്കുന്ന ഒരു മാംസം മാത്രമാണ് ഞങ്ങൾ. പക്ഷെ ഇസ്ലാം പെണ്ണിന് നൽകിയ പദവി ഉണ്ട്. ഇത് യൂറോപ്പിലില്ല. എന്റെ മകൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇസ്ലാം പെണ്ണിന് ഉമ്മയായി, ഇണയായി, മകളായി, സഹോദരിയായി, ഗർഭപാത്രത്തിന്റെ ഉടമയായി, അതിന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ വില. പെണ്ണിന് ഇത്രയും സ്ഥാനം നൽകിയ ഒരു ദർശനമേതാ എന്ന് ചോദിച്ചിട്ട് ഇവർ വരികയാണ്. പെണ്ണുങ്ങളാ കണ്ടവാനം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്ലാം അതിജീവിക്കുന്നു. പക്ഷെ ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കുളത്തിലെ തവളന്റെ മാതിരി നമ്മളെ സുന്നി മുജാഹിദും ജമാഅത്തും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും പറഞ്ഞ് അടിയും പിടിയും തർക്കവും വഴക്കവും ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ നേരം കളയാണ്. ഇപ്പോ ഞാൻ അവസാനിപ്പിച്ചു. ബാക്കി രണ്ട് കാര്യം ചെറുങ്ങനെന്ന് പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ സമയം അനുവദിക്കൊണ്ട് എനിക്ക് പോകണം. എനിക്ക് പറയാനും വയ്യ, കേട്ടിട്ട് നിങ്ങളിപ്പോ ഒരു ഭാഗത്ത് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. രണ്ട് കാര്യം കൂടി അനുബന്ധത്തിന് പറയാം. ഒന്ന്, ഇസ്ലാമിനെ നിലനിർത്തുക. നിസ്കാരം അതൊന്നും ഇസ്ലാമിനെ നിലനിർത്തുക. അന്നഖീമുദ്ദീൻ,
ഇസ്ലാമിന്റെ എല്ലാം നിലനിർത്തുക. അതിന്റെ പരിസ്ഥിതി, അതിന്റെ വിദ്യാഭ്യാസം, അതിന്റെ കല, അതിന്റെ ശാസ്ത്രം, അതിന്റെ സാമ്പത്തികം, അതിന്റെ കുടുംബജീവിതം, അതിന്റെ സാമൂഹികത, അതിന്റെ ആത്മീയത, അതിന്റെ ഇസ്ലാം അവതരിപ്പിക്കുന്ന എന്തൊക്കെ നിലപാടുണ്ടോ അതിന് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ. മുസ്ലിങ്ങളെ രണ്ടാമത്തെ ദൗത്യമാണ് തന്നെ ഖീമുദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിനെ. നിങ്ങളൊരു വീട് നിലനിർത്താന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? വീടിന്റെ വരാന്ത നിലനിർത്തല, വീടിന്റെ അടുക്കള നിലനിർത്തല, വീടിന്റെ ജനലും വാതിലും കട്ടിലും അടുക്കളയും ബെഡ്റൂമും ആരാധനാ റൂമും മറ്റേ വെയിറ്റിംഗ് റൂമും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് വീട് പൂർണ്ണമാവുക. എന്നതുപോലെ ഇസ്ലാമിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിസ്കാരോ ഇസ്ലാമിന്റെ നോമ്പോ ഇസ്ലാമിന്റെ സ്വലാത്തോ അല്ലെങ്കിൽ ഇസ്ലാമിലെ എന്തെങ്കിലും നിലനിർത്തലല്ല. ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു ഇസ്ലാമുണ്ട്, പൂർണ്ണമായ ഇസ്ലാം. ശരീരം പോലെ വെട്ടിമുറിക്കാൻ കഴിയാത്ത ഇസ്ലാം. കൈയും കാലും കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ ഒരു കൂട്ടർ പറയാണ് തല ഇസ്ലാമിന്റെ ഭാഗമല്ല. തലയും ശരീരത്തിന് തല വേറെയാണ്, മസ്തിഷ്കം വേറെയാണ്, മനസ്സ് വേറെയാണ്. പക്ഷെ ഇത് രണ്ടും ഒന്നിന്റെ ഭാഗ. എന്നതുപോലെ മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വാപ്പ വേറെ, ഉമ്മയും വാപ്പയും വേറെ തന്നെയാണ്. പക്ഷെ നമ്മളെ വാപ്പയമ്മയും കൂടിയിട്ട് നമ്മൾ ഉണ്ടായിക്കണത്. വാപ്പല്ല, എനിക്ക് വാപ്പല്ല എന്ന് പറയണ പോലെ മതമല്ല രാഷ്ട്രീയമല്ല എന്ന്, രാഷ്ട്രീയമല്ല മതമല്ല എന്ന് പറയണത്. ഞാൻ പറഞ്ഞു എല്ലാം നിലനിർത്തണം. ഇസ്ലാം എന്തൊക്കെ നിങ്ങളോട് നിലനിർത്താൻ ആവശ്യപ്പെട്ടു? വർത്തമാനകാല ലോകത്തിന്റെ മുമ്പിൽ പൂർണ്ണമായ ഇസ്ലാമിന് അത് ഖുർആനിന് കിട്ടുള്ളൂ. റമദാൻ ഖുർആന്റെ മാസമാണ്. ഖുർആൻ എടുക്കാതെ നിങ്ങൾ റമദാനായിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. ഖുർആനെ പഠിക്കൂ, വ്യക്തിപരമായിട്ട് പഠിക്കൂ, സംഘടനകൾക്ക് അതീതമായി ഖുർആൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെ കുട്ടിയുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഖുർആൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അല്ലാത്ത കാലത്തോളം പണ്ഡിതന്മാരും ഞാനും നിങ്ങളൊക്കെ ഖുതുബ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിക്കും. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതാ ശരിയെന്നായിരുന്നു, മറ്റോ പറയുമ്പോൾ അതാ ശരിയെന്നായിരുന്നു. നിങ്ങൾ നാട്ടോട്ടോട് കാരണം നിങ്ങൾക്ക് തിരിയില്ല. വ്യക്തിപരമായിട്ട് നിങ്ങൾ ഖുർആനെ പഠിക്കുക, ഖുർആന്റെ മൂല്യങ്ങളിലേക്ക് ഇറങ്ങി വാ. എന്നിട്ട് എന്താണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്? ഇതാണ് രണ്ടാമത്തെ കാര്യം, ഖീമുദ്ദീൻ, ദീനിനെ നിലനിർത്തുക. മൂന്നാമത്തത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും മുസ്ലിം എല്ലാ തിന്മകൾക്കും എതിരാ. ആഗോളീകരണവും ഉദാരീകരണവും പലിശക്കച്ചവടവും പെൺവാണിഭവും ബീർ പാർലറും മുതൽ എല്ലാ തിന്മകൾക്കുമെതിരാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സമീപനങ്ങൾ. ആ തിന്മകളെ എതിർക്കാൻ ഇന്ന് ലോകത്താളില്ല. നിങ്ങൾ ധാർമ്മികമായിട്ട് അതിനെ എതിർക്കാനുള്ള ആന്തരിക ശേഷി ഉണ്ടാക്കുകയും ബാഹ്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യം, പലിശ, സെക്സ്, പെൺവാണിഭം, കള്ളക്കടത്ത്, അഴിമതി, വിഭവങ്ങളുടെ കൊള്ള, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, വർഗീയത, സാമുദായികത, എല്ലാ തിന്മകൾക്കുമെതിരെ മുസ്ലിങ്ങളെ ദൗത്യമായിട്ട് ഖുർആൻ ഏൽപ്പിച്ചതാ. നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതാണ് നിങ്ങളെ പണിയെന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ ആ പണി എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും? നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം ജനങ്ങൾക്ക് വേണ്ടി. മൊത്തം അമേരിക്കക്കാരനും ആദിവാസിക്കും അറബികൾക്കും അതുപോലെ തന്നെ ആസ്ട്രേലിയക്കാരനും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാവണം. എന്നിട്ട് വജഅൽനാലിൽ മുത്തഖീൻ ഖൈറ ഉമ്മ, നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഇമാമുകൾ, നല്ല പവറുള്ള, നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നു, ലോകം നിങ്ങളുടെ പിന്നാലെ വരുന്നു. ലോകങ്ങളും കെട്ടി വലിച്ചിട്ട് പോവല്ല, എവിടെയും കൊണ്ടുപോയിട്ട് നിങ്ങളെ നശിപ്പിച്ചിട്ടല്ല, നിങ്ങൾ ലോകത്തെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ ലീഡർമാർ. ഇന്ന് ഇസ്ലാമിന് ലീഡർമാരില്ല, രാഷ്ട്രീയത്തിലില്ല, മതത്തിലില്ല, കലയിലില്ല, സാഹിത്യത്തിലില്ല, ശാസ്ത്രത്തിലില്ല, വിദ്യാഭ്യാസത്തിലില്ല, ഒന്നിലുമില്ല. എന്താണ് ഇസ്ലാമിനുള്ളത്? ഞാനും കൂടെ അതാവുക. എന്നിട്ട് എല്ലാറ്റിനെയും മൂല്യവൽക്കരിക്കുക, എല്ലാറ്റിനെയും നന്നാക്കിയെടുക്കുക. നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് നമ്മൾ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമാർ സത്യത്തിന്റെ സംരക്ഷകന്മാരും നന്മയുടെ കാവൽക്കാരും നീതിയുടെ നടത്തിപ്പുകാരുമായി മാറിക്കൊണ്ട് നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും എന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ, എവിടെയും തിന്മയ്ക്കെതിരെ നിലകൊള്ളുന്നവരായി നന്മയെ വളർത്തുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം കിട്ടും. ഒരു തെറ്റിദ്ധാരണയില്ല. പക്ഷെ ഇതാവണം. ഈ മൂന്ന് കാര്യം നിർവഹിക്കാതെ ഇനി രാഷ്ട്രം ഉണ്ടായിട്ടും കാര്യമില്ല, സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, ജനസംഖ്യ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ട് അതൊക്കെ ഉണ്ട്. ഇല്ലാത്തത് ഇത് മാത്ര. ദഅവത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നേതൃത്വം നമുക്കില്ല. നമ്മളും അതല്ല. നമ്മൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമല്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാനല്ല നിലകൊള്ളുന്നത്, മറ്റു പലതിനെയും സംരക്ഷിക്കാനാ. ഈ മൂന്ന് ദൗത്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ വർത്തമാനകാലം ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരും. വാസ്കോഡഗാമയും കൊളംബസും അമേരിക്കൻ ഉപദ്വീപിലും കോഴിക്കോട് കാപ്പാടും വന്നിറങ്ങിയത് മുതൽ ഇസ്ലാമിന്റെ കഷ്ടപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു കൊളംബസ് വരട്ടെ, നമ്മുടെ ഒരു വാസ്കോഡഗാമ വരട്ടെ. ഞാൻ പേരിൽ മാത്രമാണ് പറഞ്ഞ, അവരുടെ നിലപാടിലല്ല പറയുന്നത്. ലോകത്തിന് വെളിച്ചം നൽകുന്ന, ലോകത്തിന് നീതി സമ്മാനിക്കുന്ന, ലോകത്തിന് സമാധാനം നൽകുന്ന, ലോകത്തിന് സോഷ്യൽ സമത്വത്തെ നൽകുന്ന ഒരു ഇസ്ലാമിക ലോകത്തെ നിർമ്മിച്ചെടുക്കാൻ, അതിന്റെ ഭാഗവാക്കായിട്ട് മാറാൻ
എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതിലേക്കൊക്കെ എത്തിക്കാൻ നമ്മുടെ നോമ്പ് കൊണ്ട് അതിന്റെ പരിശീലനങ്ങൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളിലെ നല്ല വശങ്ങളൊക്കെ നന്നായിട്ട് ആലോചിക്കും, നന്നായിട്ട് ചിന്തിക്കും. എന്നിട്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെവിടെ നിൽക്കുന്നു, ഞങ്ങളെവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നല്ല നിലപാടുകൾ സ്വീകരിക്കാനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കൈമൈ മറന്ന് പണിയെടുക്കാനും രംഗത്ത് വരാൻ സന്നദ്ധമായിക്കൊണ്ട് പുതിയൊരു ഇസ്ലാമിന്റെ ലോകത്തെ വെട്ടിത്തുറക്കാൻ ഈ 3 പണിയെടുക്കുമ്പോൾ ഒരു അബൂജഹൽ നമ്മളെ തോൽപ്പിക്കൂല. അള്ള സഹായിക്കും. അത് അള്ള വാഗ്ദാനം ചെയ്തതാ. നിങ്ങൾ അള്ളാനെ സഹായിച്ച അള്ള നിങ്ങളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ അള്ളാനെ സഹായിക്കാത്തതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ തോൽക്കുകയാണ്. അള്ളാഹ്ക്ക് നമ്മളെ വേണ്ട. അള്ളാഹ്ക്ക് മമ്മൂട്ടിനി മോഹൻലാലിന്റെ ആവശ്യമില്ല. ഓലെ സംരക്ഷിക്കേണ്ട പണിയാണ്. നിങ്ങൾ ശരിക്കും നിലനിൽക്കേണ്ടവരാണ് എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടാൽ ഇസ്ലാം എങ്ങനെയാണ് പ്രവാചകന്മാരെ സംരക്ഷിച്ചത്, എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം അതിജീവിച്ചത്, ഇതുപോലെ നമ്മളായാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരികയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്താൽ പിന്നെ RSSനും അമേരിക്കക്കും ഇസ്രായേലൊന്നും നമ്മളെ തൊടാൻ കിട്ടൂല. അവരൊരു ഭാഗത്ത് നിൽക്കും, നമ്മൾ മറുഭാഗത്തുണ്ടാകും. നമ്മുടേതായ അള്ളാഹുവിന്റെ മലക്കുകളും അള്ളാഹുവിന്റെ സഹായവും നല്ല കരുത്തുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുമൊക്കെ വന്നുകൊണ്ട് ഇസ്ലാമിനെ കരുത്തോടെ നയിക്കുന്ന ഒരു പുതിയ ലോകം വരണമെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ മാറാൻ, കുടുംബപരമായിട്ട് മാറാൻ ഞാനും നിങ്ങളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു അതിനൊക്കെ എമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ സൽഫലങ്ങളും നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതൊക്കെ നിലനിർത്താനും അള്ളാഹുവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. കേവലം ഒരു ആഘോഷ അനുഷ്ഠാന ചടങ്ങുകൾക്കപ്പുറം തഖ്വയും ഖുർആനും ജിഹാദും ഈമാനും ഇസ്ലാമും അതുപോലെ തന്നെ ഇബാദത്തും ഇഹ്സാനും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും കൂടുതൽ മനോഹരമാക്കാനും അള്ളാഹുവേ ഈ റമദാൻ കൊണ്ട് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളൊക്കെ കുറെ കേടുള്ളവരാ, പുഴുക്കുത്തുള്ളവരാ. പക്ഷേ നീ വിചാരിച്ച് അതൊക്കെ മായ്ക്കാൻ പറ്റും. ഞങ്ങൾ നീ ശുദ്ധീകരിക്കുമാറാകണമേ തമ്പുരാനെ. വലിയതും ചെറിയതുമായ ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല തിളങ്ങുന്ന വൃത്തിയുള്ള ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായി വർത്തമാന കാലഘട്ടത്തെയും അതിന്റെ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കരുത്തുള്ളവരായി തഖ്വ കൊണ്ട് നിന്റെ 100 കൊണ്ട് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പടച്ചവനെ നീ പൊറുക്കണേ തമ്പുരാനെ. നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ റമദാനിൽ ഞങ്ങൾ നിസ്കരിക്കണ്, നോമ്പെടുക്കണ്, പ്രാർത്ഥിക്കണ്, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേ തമ്പുരാനെ. ഇതൊക്കെ ചെയ്യണത് സ്വർഗം കിട്ടുന്നു വിചാരിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിലോ സ്വർഗമില്ല, ഇതൊക്കെ നഷ്ട. അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ്, നിന്റെ സമ്മാനമാണ് സ്വർഗം. നീ വിചാരിച്ചാൽ മാത്രം കിട്ടണത്. പടച്ച റബ്ബേ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഉമ്മാനെ, ഉപ്പാനെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവേ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നരകത്തെ തൊട്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഉമ്മാനെ, ഉപ്പാനെ, ഞങ്ങളുടെ ഇണകളെ, കുട്ടികളെ, ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഒക്കെ നരകത്തെ തൊട്ട് നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ പറഞ്ഞ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഇവരൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. മൂസ, ഇബ്രാഹിം, ഇങ്ങനെയുള്ള മഹാപ്രവാചകന്മാർ, ഈ പറഞ്ഞ ഹംസയും ഉമർ ഇബ്നുൽ ഖത്താബും അനസ് ഇബ്നു നദറും ഒക്കെ അടങ്ങുന്ന സഹാബികൾ, ഖദീജ, ആയിഷ, ഫാത്തിമ, ഇവരൊക്കെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണം. ഞങ്ങൾക്ക് അവരൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, പൂതിയുണ്ട്. പടച്ച റബ്ബേ നിന്റെ സ്വർഗത്തിൽ ഇടം നൽകി ഞങ്ങളുടെയൊക്കെ പ്രവാചകന്മാരുടെ കൂടെ അവരുടെ കൈപിടിച്ച് അവരുടെ തോളിൽ കൈയിട്ട് അവരോടൊപ്പം കഴിച്ചുകൂട്ടാൻ ഞങ്ങളെ നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഇന്ത്യൻ മുസ്ലിമീങ്ങളും ലോക മുസ്ലിമീങ്ങളും ഒക്കെ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്നു. അതിനെയൊക്കെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കഴിവുള്ള നേതാക്കന്മാരെ നൽകി ഇസ്ലാമിക ഉമ്മത്തിനെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ഇന്നിനേക്കാൾ നല്ല നാളെയെ നൽകി ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഇസ്സത്തുള്ള അന്തസ്സുള്ള ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ വർത്തമാനകാലത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ഇസ്ലാമുമായി ഈ ജനതയുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവസരങ്ങളും സൗകര്യങ്ങളും അതിന് പറ്റുന്ന സാഹചര്യങ്ങളും ഒരുക്കി ഞങ്ങളെ, ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ആതിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
ونشهد أن محمد رسول الله ونستغفر الله ونسألك الجنة ونعوذ بك من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله وصلى الله على محمد صلى الله عليه وسلم والسلام عليكم ورحمة الله وبركاته.